ഹായ് ചിൽഡ്രൻ, മക്കളെ നമുക്ക് ഇന്നത്തെ പരീക്ഷയുടെ ഷിഫ്റ്റ് 1-ലത്തെ കെമിസ്ട്രി ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. റെഡിയല്ലേ? തുടങ്ങാം. റൈറ്റ്, അവൈലബിൾ ആയിട്ടുള്ള നമുക്ക് ലഭിച്ചിട്ടുള്ള കുറേ ചോദ്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. റൈറ്റ്, പരീക്ഷ എഴുതിയവർക്കും കൃത്യമായിട്ട് അറിയാവുന്നതാണ്. ഒരു ടിപ്പിക്കൽ കഴിഞ്ഞ സെഷനിൽ, കഴിഞ്ഞ പരീക്ഷയിൽ, കഴിഞ്ഞ ദിവസം നടന്ന അതേപോലുള്ള ഒരു സീക്വൻഷ്യൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിരിക്കുന്നത്. വളരെ ലളിതമായിട്ട് ഉണ്ടെന്ന് തന്നെ പറയാം. ഓൾമോസ്റ്റ് കെമിസ്ട്രിയുടെ പാർട്ട് അത്ര ടഫ് ഒന്നുമല്ല, ഈസി ആയിട്ടുള്ള ധാരാളം ചോദ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. റൈറ്റ്, ഒന്നാമത്തേത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സ്റ്റൈറീൻ തന്നിട്ടുണ്ട്. സ്റ്റൈറീൻ ഫസ്റ്റ് ഹൈഡ്രേഷൻ നടത്തിയിരിക്കുകയാണ്. സ്റ്റൈറീൻ ഹൈഡ്രേഷൻ നടത്തിയാൽ എന്താ ലഭിക്കുക? സ്റ്റൈറീൻ ഹൈഡ്രേഷൻ നടത്തിയാൽ പ്രോഡക്റ്റ് എന്തായിരിക്കും? ദർ വിൽ ബി മാർക്കോണിക് ഓഫ് അഡിഷൻ നടക്കണം. എന്നിട്ടോ OH ഗ്രൂപ്പ് ഈ കാർബണിൽ വരണം അല്ലേ? മാർക്കോണിക് ഓഫ് അഡിഷൻ അല്ലേ നടക്കുക? ഇവിടെ അല്ലേ OH ഗ്രൂപ്പ് വരിക? കറക്റ്റ് അല്ലേ? റൈറ്റ്, സ്റ്റൈറീൻ അണ്ടർഗോയിങ് ഹൈഡ്രേഷൻ 1, 2, 3 സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. ആദ്യം ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ ആണ്, അപ്പോൾ OH ഗ്രൂപ്പ് ഇവിടെ വരും. ശരിയല്ലേ? വി ഗെറ്റ് എ സെക്കൻഡറി ആൽക്കഹോൾ. രണ്ടാമത് CrO3 ജോൺസ് റിയേജന്റ് ആണ് അല്ലേ? എന്താ പ്രോഡക്റ്റ് കിട്ടുക? ജോൺസ് റിയേജന്റ് ഓക്സിഡേഷൻ നടക്കും. റൈറ്റ്, സെക്കൻഡറി ആൽക്കഹോൾ ടേൺ കീറ്റോൺ ആയിട്ട് മാറും, അസെറ്റോഫീനോൺ ലഭിക്കും അല്ലേ? ദിസ് ഈസ് വാട്ട് വി ഗെറ്റ് സെക്കൻഡറി. രണ്ടാമത്തെ റിയാക്ഷനിൽ നടന്നു കഴിഞ്ഞാൽ മൂന്നാമത്തേത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, അത്രയും പോപ്പുലർ ആയിട്ടുള്ള ഏറ്റവും നന്നായിട്ട് ഓർമ്മയുള്ള റിയാക്ഷൻ ആണ്. എന്താ? വോൾഫ് കിഷ്ണർ റിഡക്ഷൻ. ശരിയല്ലേ? വോൾഫ് കിഷ്ണർ റിഡക്ഷൻ. ആൻഡ് വാട്ട് വിൽ ബി ദ പ്രോഡക്റ്റ് ഒബ്ടൈൻഡ്? കീറ്റോ ഗ്രൂപ്പ് വിൽ ബി റെഡ്യൂസ്ഡ് ടു ആൽക്കെയിൻ പാർട്ട്. അപ്പോൾ ഫസ്റ്റ് ഡബിൾ ബോണ്ടിൽ ഹൈഡ്രേഷൻ നടന്നു, ആൽക്കഹോൾ കിട്ടി, സെക്കൻഡറി ആൽക്കഹോൾ കിട്ടി. ശരിയല്ലേ? റൈറ്റ്, അത് കഴിഞ്ഞ് ഓക്സിഡേഷൻ നടന്നു, കീറ്റോൺ കിട്ടി. കറക്റ്റ്, ഫൈൻ. അത് കഴിഞ്ഞ് വോൾഫ് കിഷ്ണർ റിഡക്ഷൻ. വോൾഫ് കിഷ്ണർ റിഡക്ഷനിൽ കീറ്റോ ഗ്രൂപ്പ് എന്തായിട്ട് മാറി? റിഡ്യൂസ് ചെയ്ത് ആൽക്കെയിൻ ഗ്രൂപ്പായിട്ട് മാറി. കറക്റ്റ് അല്ലേ? റൈറ്റ്, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദിസ് ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സൈക്ലോഹെക്സീൻ ട്രീറ്റഡ് വിത്ത് ക്ലോറിൻ. NCERT-യിൽ നിന്നുള്ള ചോദ്യമാണ്. NCERT ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ കിടക്കുന്ന ചോദ്യമാണ്. റൈറ്റ്, യെസ്. സൈക്ലോഹെക്സീൻ ട്രീറ്റഡ് വിത്ത് ക്ലോറിൻ ഇൻ പ്രസൻസ് ഓഫ് ലൈറ്റ് എന്താണ് നടക്കുക? ഇൻ പ്രസൻസ് ഓഫ് CCl4 എന്താണ് നടക്കുക? ഇൻ പ്രസൻസ് ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ അപ്പോൺ ഹീറ്റിംഗ് എന്താണ് നടക്കുക? അല്ലെങ്കിൽ CCl4 എങ്ങനെയാണ് നടക്കുക? ലൈറ്റിന്റെ ആബ്സെൻസിൽ എങ്ങനെയായിരിക്കും നടക്കുക? All of you know the first one is free radical substitution reaction. അല്ലേ? This is free radical substitution reaction. എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? അലൈൽ പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ശരിയല്ലേ? സോ വാട്ട് വിൽ ബി എ അലൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രോഡക്റ്റ് ആണ് കിട്ടുക. ഒന്നുകിൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ. ഡബിൾ ബോണ്ടിന്റെ ഒന്നുകിൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുക. വി ഗെറ്റ് അലൈൽ സബ്സ്റ്റിറ്റ്യൂഷൻ പ്രോഡക്റ്റ്. ശരിയല്ലേ? അലൈൽ പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുക. കാരണം ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. പിന്നെ തന്നിരിക്കുന്നത് എന്താണ്? ക്ലോറിൻ വിത്ത് CCl4. ദാറ്റ് ഈസ് ഇലക്ട്രോഫിലിക് അഡിഷൻ റിയാക്ഷൻ. കറക്റ്റ് അല്ലേ? ഇലക്ട്രോഫിലിക് അഡിഷൻ റിയാക്ഷൻ. ആൻഡ് Cl2 വിൽ ബി ആഡഡ് അക്രോസ് ദ ഡബിൾ ബോണ്ട്. Cl2 വിൽ ബി ആഡഡ് അക്രോസ് ദ ഡബിൾ ബോണ്ട്. മറക്കണ്ട, ആന്റി അഡിഷൻ ആയിരിക്കും. യു വിൽ ഗെറ്റ് എ ബ്രോമിൻ ആഡഡ് ലൈക്ക് ദിസ്. ആന്റി അഡിഷൻ നടക്കും. ഓർമ്മയുണ്ടല്ലോ? ആന്റി അഡിഷൻ, ഒന്ന് മുകളിൽ ഒന്ന് താഴ്ത്തുനിന്നും ആഡ് ചെയ്യുന്ന ആന്റി അഡിഷൻ, ഇലക്ട്രോഫിലിക് അഡിഷൻ റിയാക്ഷൻ. അപ്പോൾ ആദ്യത്തേത് ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, അലൈൽ പൊസിഷനിലേക്ക് ക്ലോറിൻ അറ്റാച്ച് ചെയ്യപ്പെടും. രണ്ടാമത്തേത് Cl2 വിത്ത് CC ഇലക്ട്രോഫിലിക് അഡിഷൻ റിയാക്ഷൻ. പ്രോഡക്റ്റ് എന്തായിരിക്കും? വിസിനാൽ ഡൈ ബ്രോമൈഡ് ആണ് കിട്ടുക ആന്റി പൊസിഷനിൽ. ശരിയല്ലേ? റൈറ്റ്, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇതാണ് അടുത്ത ചോദ്യം. ബെൻസീൻ റിംഗ് ഉണ്ട്, അവിടെ ഒരു എത്തോക്സി ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ ഒരു എത്തീൻ ഗ്രൂപ്പ് ഉണ്ട്. എക്സസ് HBr ആണ് തന്നിരിക്കുന്നത്. എക്സസ് HBr തന്നു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും, സാധ്യമായിട്ടുള്ള എല്ലാ സ്ഥലത്തും റിയാക്ഷൻ നടക്കും. എവിടെയൊക്കെ റിയാക്ഷൻ നടക്കുക? ഇവിടെ HBr ആഡ് ചെയ്യപ്പെടും അല്ലേ? ഇവിടെ HBr ആഡ് ചെയ്യപ്പെടും. ആൻഡ് ഇറ്റ് വിൽ ബി അക്കോർഡിംഗ് ടു മാർക്കോണിക് ഓഫ് റൂൾ. ബ്രോമിൻ ഇവിടെ വരും, ഹൈഡ്രജൻ ഇവിടെ വരും. കറക്റ്റ് അല്ലേ?
അപ്പോ ബ്രോമിൻ ഇവിടെയാണ് ബ്രോമിൻ അറ്റാച്ച് ചെയ്യുക, ഇവിടെ ഹൈഡ്രജൻ വരും, അൺസാച്ചുറേഷൻ ഇല്ലാണ്ടാവും. ഇവിടെയാണെങ്കിലോ ഇവിടെ ബ്രേക്ക് ചെയ്യും, ഇവിടെ ബ്രേക്ക് ചെയ്യും. എത്രയോ പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. ഇറ്റ് ഈസ് ഗോയിങ് ടു ബ്രേക്ക് ഓവർ ഹിയർ. ശരിയല്ലേ മക്കളെ? ഇവിടെയാണ് ബ്രേക്ക് ചെയ്യുക. കറക്റ്റ് അല്ലേ? അപ്പൊ നമുക്ക് എന്താ കിട്ടുക? ഇവിടെ മൈനസും ഇവിടെ പ്ലസും. സോ ബ്രോമിൻ ഈസ് കമ്മിങ് ഹിയർ ആൻഡ് ഹൈഡ്രജൻ ഈസ് കമ്മിങ് ഹിയർ. എന്തായിരിക്കും ഇവിടെ പ്രോഡക്റ്റ് കിട്ടുക? റൈറ്റ്. ഇതിന്റെ ചോയ്സുകൾ എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് നമുക്ക് ലഭ്യമായിട്ടില്ല. ഒരുപക്ഷെ ചോയ്സ് ഒക്കെ ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാവുന്ന രീതിയിൽ ആയിരിക്കണം. ഇവിടെ OH വന്നു, ഇവിടെ CH3 CH2I എന്ന് കിട്ടി. ഇവിടെയാണെങ്കിൽ CH, ഇതില് ബ്രോമിൻ വരും, ഇവിടെ ഒരു CH3 വരും. അപ്പോ ഇവിടെ ഇലക്ട്രോഫിലിക് അഡിഷൻ നടന്നു, ബ്രോമിൻ ഇവിടെയും ഹൈഡ്രജൻ ഇവിടെയും. സോ യു ഗെറ്റ് CHBr CH3 എന്ന് കിട്ടി. ഇവിടെയാണെങ്കിലോ ഇവിടെയാണോ ബ്രേക്ക് ചെയ്യുക, ഇവിടെയാണോ ബ്രേക്ക് ചെയ്യുക? ഐ തിങ്ക് ഓൾ ഓഫ് യു ആർ വെരി ക്ലിയർ. ഇവിടെ ഒരിക്കലും ബ്രേക്ക് ചെയ്യില്ല, ഇവിടെയാണ് ബ്രേക്ക് ചെയ്യുക, ബിക്കോസ് ഓഫ് റെസൊണൻസ്. അറിയാലോ. അപ്പോൾ ഇവിടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ O - OH ആയിട്ട് മാറും. CH3 CH2 Br. I എന്ന് എഴുതിയില്ല ഞാൻ, Br എന്ന് വരണം അല്ലെ? CH3 CH2 Br എന്ന പ്രോഡക്റ്റ് കിട്ടണം. ശരിയാണല്ലോ? ചോയ്സ് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ലഭ്യമായിട്ടില്ല. അപ്പൊ പ്രോഡക്റ്റ് എന്താ? നമ്മൾ എന്തായാലും റിയാക്ഷനെ കുറിച്ച് പൂർണ്ണമായിട്ടും പറഞ്ഞു കഴിഞ്ഞു. ഇനി ആ ചോയ്സ് നമുക്ക് അറിയാലോ കാണുന്ന സമയത്ത്. അടുത്തത് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ പൈ ബോണ്ടും ലോൺ പെയറും. പൈ ബോണ്ടും ലോൺ പെയറും തമ്മിലുള്ള ഇന്ററാക്ഷൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എന്താണ് പൈ ബോണ്ടും ലോൺ പെയറും തമ്മിലുള്ള ഇന്ററാക്ഷൻ? ഇറ്റ് ഈസ് എന്താ? റെസൊണൻസ്. റെസൊണൻസ് അല്ലേ ഉത്തരം? റെസൊണൻസ്. റൈറ്റ്. ഹൈപ്പർ കോൺജുഗേഷൻ എന്ന് വെച്ചാൽ സിഗ്മ ഇലക്ട്രോൺസും വേക്കന്റ് പി ഓർബിറ്റിലും അല്ലെങ്കിൽ പൈ ഇലക്ട്രോൺസും തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ്. ഇൻഡക്റ്റീവ് എഫക്ട് സിഗ്മ ഇലക്ട്രോൺ മൂവ്മെന്റ് ആണ്. വെറുതെ ഇലക്ട്രോണിക് എഫക്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് ഇലക്ട്രോമെറിക് ഇഫക്റ്റ് ആയിരിക്കണം അല്ലെ? ഇലക്ട്രോമെറിക് എഫക്ട് എന്ന് വെച്ചാൽ പൈ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഇൻ ദ പ്രസൻസ് ഓഫ് ആൻ അറ്റാക്കിംഗ് റിയേജൻ. ഇവിടെ എന്തായാലും ഒരു കൺഫ്യൂഷനും ഇല്ല. ചോദ്യം ഇങ്ങനെയാണെങ്കിൽ പൈ ബോണ്ടും ലോൺ പെയറും തമ്മിലുള്ള ഇന്ററാക്ഷൻ, പൈ ബോണ്ടും ലോൺ പെയറും തമ്മിലുള്ള മെസോമെറിക് ഇന്ററാക്ഷൻ, റെസൊണൻസ് ഇഫക്റ്റ് എല്ലാവർക്കും അറിയുന്നതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഒരു മാച്ച് കോളം ആണെന്ന് തോന്നുന്നു അല്ലെ? സിഗ്ലർ-നാട്ട കാറ്റലിസ്റ്റ്. സിഗ്ലർ-നാട്ട കാറ്റലിസ്റ്റ് ആരുമായിട്ടാ മാച്ച് ചെയ്യുക? സിഗ്ലർ-നാട്ട കാറ്റലിസ്റ്റ് ടൈറ്റാനിയം ക്ലോറൈഡും ട്രൈ ആൽക്കൈൽ അലുമിനിയവും. ട്രൈ ആൽക്കൈൽ അലുമിനിയം ആൻഡ് ടൈറ്റാനിയം ക്ലോറൈഡ്. അപ്പൊ അത് ഇവിടെ മാച്ച് ചെയ്യണം. ഒരുപക്ഷെ അത് മാച്ച് ചെയ്യുമ്പോൾ തന്നെ ആൻസർ കിട്ടുമായിരിക്കാം, അറിയില്ല. പിന്നെ ബ്ലഡ് പിഗ്മെന്റ്. ബ്ലഡ് പിഗ്മെന്റ് സംശയമൊന്നുമില്ലല്ലോ. അയൺ കോംപ്ലക്സ് അല്ലെ? വിൽക്കിൻസൺ കാറ്റലിസ്റ്റ്. വിൽക്കിൻസൺ കാറ്റലിസ്റ്റിന് RB പറ്റില്ലല്ലോ. ഇതാണ് വരേണ്ടത്. RB പറ്റില്ല കേട്ടോ. RH ആയിരിക്കണം. RH ആയിരിക്കണം. കമ്മ്യൂണിക്കേഷനിൽ വന്ന എറർ ആവാനേ സാധ്യതയുള്ളൂ. വിൽക്കിൻസൺ കാറ്റലിസ്റ്റ് ഓർമ്മയില്ലേ? ട്രൈഫിനൈൽ ഫോസ്ഫീൻ റോഡിയം ക്ലോറൈഡ് ആണ് കേട്ടോ. RH ആയിരിക്കണം അത്. പിന്നെ വൈറ്റമിൻ B12 സൈനോ കൊബാളമിൻ. അപ്പോ സിഗ്ലർ-നാട്ട കാറ്റലിസ്റ്റ് ടൈറ്റാനിയത്തിൽ മാച്ച് ചെയ്യണം. ബ്ലഡ് പിഗ്മെന്റ് അയണിൽ മാച്ച് ചെയ്യേണ്ടി വരും. വിൽക്കിൻസൺ കാറ്റലിസ്റ്റ് റോഡിയത്തിൽ മാച്ച് ചെയ്യും. വൈറ്റമിൻ B12 സൈനോ കൊബാൾട്ട് അമീൻ. റൈറ്റ്. മിക്കവാറും 1-2 മാച്ചിങ്ങിൽ തന്നെ ആൻസർ കിട്ടുന്ന പോലെ ആയിരിക്കുന്നു വിചാരിക്കുക ചോയ്സ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. Appearance of red color on treatment with sodium fusion extract of organic compound with ferrous sulfate in presence of concentrated sulfuric. Blood red color കിട്ടുന്ന എപ്പോഴാ? കമ്പൈൻഡ് ടെസ്റ്റ് ആണ് അല്ലെ? ആരുടെ കമ്പൈൻഡ് ടെസ്റ്റ്? നൈട്രജനും സൾഫറും തയോസയനേറ്റ് ആയിട്ട് വരുമ്പോഴാണ് അയൺ തയോസയനേറ്റ് കോംപ്ലക്സ് ബ്ലഡ് റെഡ് കളർ ആയിട്ട് ഫോം ചെയ്യുന്നത്. ഉണ്ടോ? ചോയ്സ് ഉണ്ടോ? നൈട്രജൻ, ബ്രോമിൻ, സൾഫർ. നൈട്രജൻ, സൾഫർ കിട്ടോ. ഓപ്ഷൻ D ഈസ് ദ കറക്റ്റ് ആൻസർ. റൈറ്റ്. അടുത്തത് കറക്റ്റ് സെറ്റ് ഓഫ് 4 ക്വാണ്ടം നമ്പേഴ്സ് ഫോർ ബാലൻസ് ഇലക്ട്രോൺ ഓഫ് റുബീഡിയം. റുബീഡിയം എത്രയില വരും മക്കളെ? രണ്ടാമത്തെ സീരീസിൽ ലിഥിയം, സോഡിയം 3, പൊട്ടാഷ്യം 4, റുബീഡിയം എത്രയില വരിക? 5ാമത്തെ പീരിയഡിലാണ് വരിക അല്ലെ? ശരിയല്ലേ? ലിഥിയം 2ാമത്തെ പീരിയഡില്, സോഡിയം 3ാമത്തെ പീരിയഡില്, പൊട്ടാഷ്യം റുബീഡിയം 5ാമത്തേൽ വരുമ്പോ വാലൻസ് ഇലക്ട്രോൺ 5s1. ശരിയല്ലേ? 5s1. 5s1ന്റെ ക്വാണ്ടം നമ്പേഴ്സ് ആണ് ചോദ്യം. അപ്പോ n = എത്രയാ? 5 വരണം. L = 0 വരണം. M = 0 വരണം. ആൻഡ് S = ഒന്നുകിൽ +½ വരാം അല്ലെങ്കിൽ -½ വരാം. ഇതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ചോയ്സ് ആയിരിക്കും
അവിടെ തന്നിട്ടുണ്ടാവുക. ശരിയല്ലേ? 4 ചോയ്സിൽ ഇതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് സെലക്ട് ചെയ്യാൻ പാകത്തിന് ഉണ്ടാവുമായിരിക്കണം. കൺഫ്യൂസിങ് ഉണ്ടാവാം, എന്നാലും ഇത് കൃത്യമായിട്ട് നമുക്ക് അറിയാമല്ലോ. അപ്പൊ പിന്നെ ഈസി ആയിട്ട് സെലക്ട് ചെയ്യാം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ക്ലോറിന്റെ ഡിസ്പ്രപ്പോർഷനേഷൻ ആണ്. ക്ലോറിന്റെ ഡിസ്പ്രപ്പോർഷനേഷനിൽ എനിക്ക് തോന്നുന്നു ഈ കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കാനായിരിക്കണം. എ, ബി, സി, ഇത് എ ആയിരിക്കില്ല, ഡി ആയിരിക്കും കേട്ടോ. ഈ കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കാനായിരിക്കണം ചോദിച്ചിരിക്കുന്നത്. എ, ബി, ഇത് സ്മോൾ സി എന്നായിരിക്കണം, സ്മോൾ സി. സി, ഡി അതായിരിക്കും കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ കോഎഫിഷ്യൻസ് 4 വീതം ഉണ്ട് അല്ലേ? നമുക്ക് നോക്കാം. ഇതും ചെയ്ത് പരിചയമുള്ളതാണ്, ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്. Cl2 undergoing disproportionation in alkali medium giving Cl minus and OCl minus. So what is the condition? Chlorine 0-ൽ നിന്ന് -1-ലേക്ക് റിഡക്ഷൻ n ഫാക്ടർ 1. ക്ലോറിൻ 0-ൽ നിന്ന് ഇവിടെ +1 ആണ്, അറിയാലോ. ഹൈപ്പോക്ലോറൈറ്റില് ക്ലോറിൻ +1 ആണ്. അപ്പോ ദാറ്റ് ഈസ് ഓക്സിഡേഷൻ, അതും n ഫാക്ടർ 1 ആണ്. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. 2 ക്ലോറിൻ ഉണ്ട്, ഒരാള് 1 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യുന്നു, മറ്റേയാള് 1 ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നു. ഇറ്റ്സ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. 2 ക്ലോറിൻ ഉണ്ട്, 2 Cl2 എന്ന് വെച്ചാൽ 2 ക്ലോറിൻ ആറ്റം അല്ലെ? സാമാന്യ ബുദ്ധി നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവുമല്ലോ. 1 ക്ലോറിൻ 1 ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നു, മറ്റേ ക്ലോറിൻ 1 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യുന്നു, പരിപാടി കഴിഞ്ഞു. അപ്പൊ ഇവിടെ 2 ക്ലോറിൻ, ഇവിടെ 1 മോൾ ആയിരിക്കും, ഇവിടെ 1 മോൾ ആയിരിക്കും, ഇവിടെ 1 മോൾ ആയിരിക്കും. കഴിഞ്ഞില്ല, നമുക്ക് ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യണമെങ്കിൽ ഇവിടെ 2 മൈനസ് വന്നു, അപ്പൊ ഇവിടെ 2OH മൈനസ് എന്ന് വരും. 2 ഹൈഡ്രജൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ H2O എന്ന് വരും. അപ്പൊ എത്രയാ മക്കളെ കോഎഫിഷ്യൻസ് വരിക? ഒന്ന് നോക്കടാ. ഇവിടെ 1 ആണ്, ഇവിടെ 2 ആണ്. അപ്പോ 1 2 ഇതിനെ കട്ട് ചെയ്തു, ഇത് കട്ട് ചെയ്തു, 1 2 അതും കട്ട് ചെയ്തു. ആൻസർ ഇതായിരിക്കണം, സി ആയിരിക്കണം അല്ലെ? നോക്ക്, 1 2 ഇവിടെ 1 ഇവിടെ 1. നമുക്ക് അത്രയും മതിയില്ലേ? വാട്ടറിന്റെ ചോദിച്ചിട്ടില്ല. 1 2 1 1 1 അതാണ് ഉത്തരം. 1 2 1 1 1 വാട്ടറിന്റെ ആവശ്യമില്ല. എന്താണെങ്കിലും ആ ഒരു ചോയ്സേ 1 2-ൽ തുടങ്ങുന്ന ഒരൊറ്റ ചോയ്സേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ലല്ലോ. 1 2-ൽ തുടങ്ങുന്ന ഒരൊറ്റ ചോയ്സേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞു. റൈറ്റ്? അടുത്ത ചോദ്യം. ടൈപ്പ് ഓഫ് അമിനോ ആസിഡ് ഒബ്റ്റൈൻഡ് ഓൺ ഹൈഡ്രോളിസിസ് ഓഫ് പ്രോട്ടീൻ. ഇതിലും കൂടുതൽ ഡയറക്റ്റ് ആയിട്ട് ചോദ്യം വരാനുണ്ടോ? ഒന്ന് പറയൂ നിങ്ങൾ. ഇതിലും ഡയറക്റ്റ് ആയിട്ട് ഇനി ഒരു ചോദ്യം വരാനുണ്ടോ? പ്രോട്ടീൻസ് ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന അമിനോ ആസിഡ്സ് ഏതാണ്? ആൽഫയാണോ, ബീറ്റയാണോ, ഗാമയാണോ അല്ലെ? ഏതാണ്? ഇതൊക്കെ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാന്ന് എനിക്കറിയില്ല. ആൽഫ അമിനോ ആസിഡ്സ് അല്ലെ? പ്രോട്ടീൻസ് ആർ പോളിമേഴ്സ് ഓഫ് ആൽഫ അമിനോ ആസിഡ്സ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അടുത്ത ചോദ്യം. ഇൻ ആൽക്കലൈൻ മീഡിയം MnO4 മൈനസ് ഓക്സിഡൈസസ് I-2. അസിഡിക് മീഡിയം ആണെങ്കിൽ ഇത് ഫോം ചെയ്യും, ആൽക്കലൈൻ മീഡിയം ആണെങ്കിൽ ഇത് ഫോം ചെയ്യും. ദിസ് ഈസ് ദ കറക്റ്റ് ആൻസർ അല്ലെ? അസിഡിക് മീഡിയം ആണെങ്കിൽ I2 ആണ് ഉണ്ടാവുക, ആൽക്കലൈൻ മീഡിയം ആണെങ്കിൽ IO3 അയോഡേറ്റ് ആണ് ഉണ്ടാവുക. എന്തായിരിക്കും സ്കെലട്ടൺ സംഭവിക്കുന്നത്? എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. പെർമാംഗനേറ്റ് എന്തായിട്ട് മാറും? പെർമാംഗനേറ്റ് MnO2 ആയിട്ട് മാറും. പിന്നെ I- എന്തായിട്ട് മാറും? I- അയോഡേറ്റ് ആയിട്ട് മാറും. അതെ, ഇത് ആൽക്കലി മീഡിയത്തിലാണ് കേട്ടോ. അതെ, ന്യൂട്രൽ ഓർ ഫെയിൻലി ആൽക്കലൈൻ മീഡിയം, ന്യൂട്രൽ ഓർ ഫെയിൻലി ആൽക്കലൈൻ മീഡിയം. വാട്ട് അബൌട്ട് ഇൻ അസിഡിക് മീഡിയം? അസിഡിക് മീഡിയത്തിലാണെങ്കിൽ എന്താ സംഭവിക്കുക? Mn2+ കിട്ടും, I2 ആയിട്ട് മാറും. ആ ഒരു വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? വളരെ ലളിതമായിട്ടുള്ള ഒരു ചോദ്യം. പിന്നെ അടുത്ത ചോദ്യം. ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ഗ്രൂപ്പ് 14 എലമെന്റ്സ് ഗ്രാജുവലി ഡിക്രീസസ് ഫ്രം സിലിക്കൺ ടു ലെഡ്. തെറ്റല്ലേ? ഗ്രൂപ്പ് 13 എടുത്താലും ശരി, ഗ്രൂപ്പ് 14 എടുത്താലും ശരി, ഇലക്ട്രോനെഗറ്റിവിറ്റി അങ്ങനെ കുറയാണോ ചെയ്യുന്നത്? അല്ലല്ലോ. ആണോ? ഗ്രാജുവൽ ഡിക്രീസ് ആണോ? അങ്ങനെയാണ് വരേണ്ടത്, ട്രെൻഡ് അങ്ങനെയാണ് വരേണ്ടത്. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല വരുന്നത്. പിന്നെ എങ്ങനെയാ വരുന്നത്? നോക്കൂ, കാർബൺ സിലിക്കൺ കഴിഞ്ഞാൽ കാർബൺ സിലിക്കൺ ഒരുപോലെ ആയിരിക്കും. അത് കഴിഞ്ഞ് ജർമേനിയത്തിലേക്ക് വരുമ്പോൾ D10 വന്നു, ഒരു വ്യത്യാസം ഉണ്ടാവും. ജർമേനിയം അല്ലെ? അത് കഴിഞ്ഞിട്ട് ജർമേനിയം ടിൻ ഏകദേശം ഒരുപോലെ ആയിരിക്കും. ലെഡിലേക്ക് വരുമ്പോൾ F14 വന്നു, അവിടെ ഒരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ആദ്യത്തെ 2 മെമ്പർ കഴിഞ്ഞ് മൂന്നാമത്തെ മെമ്പറിൽ ഒരു ഡിഫറൻസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഗ്രൂപ്പ് 13-ലും 14-ലും പ്രത്യേകം ഇത് ഒബ്സർവബിളുമാണ്. ആദ്യത്തെ 2 മെമ്പർ കഴിഞ്ഞാൽ മൂന്നാമത്തെ മെമ്പറിൽ ഒരു അബ്നോർമാലിറ്റി ഉണ്ട്, D10 വരുന്നത് കൊണ്ട്.
അടുത്ത രണ്ടെണ്ണം കഴിഞ്ഞ് ലാസ്റ്റിലേക്ക് വരുമ്പോൾ അവിടെ ഒരു നല്ലൊരു അബ്നോർമാലിറ്റി ഉണ്ട്, F14 വരുന്നത് കൊണ്ട്. അപ്പൊ അതൊരു റെഗുലർ ട്രെൻഡ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ ഗ്രൂപ്പ് 14 കണ്ടെയ്ൻ നോൺ മെറ്റാലിക് മെറ്റലോയിഡ് ആസ് വെൽ ആസ് മെറ്റൽസ്. അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. ഇത് രണ്ടാമത്തേത്, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അതിൽ മെറ്റൽ ഉണ്ട്. അതാണല്ലോ പി ബ്ലോക്ക് എലിമെന്റിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പി ബ്ലോക്സിൽ മിക്കവാറും നമ്മൾ എടുക്കുന്ന സമയത്ത് മെറ്റൽ ഉണ്ടാവും, മെറ്റലോയിഡ് ഉണ്ടാവും, നോൺ മെറ്റൽ ഉണ്ടാവും. പ്രത്യേകിച്ചും ഗ്രൂപ്പ് 13 14 നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. അതിന്റെ പാറ്റേൺ ഓഫ് എങ്ങനെയാണെന്നുള്ളത് ലഭ്യമായില്ല. എന്തായാലും അത് നമ്മൾ സാധാരണ കണ്ട് പരിചയമുള്ള ഒരു സ്റ്റൈലാണല്ലോ അല്ലെ. സ്റ്റേറ്റ്മെന്റ് 1 ട്രൂ, ബോത്ത് ഫോൾസ്, 1 ട്രൂ 2 ലൈക്ക് ദാറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്തത് ഒരു പ്രോബ്ലം ആണ്. ഇറ്റ് സീംസ് കാൽക്കുലേറ്റ് ദ മൊളാരിറ്റി ഓഫ് സൊല്യൂഷൻ ഹാവിംഗ് ഡെൻസിറ്റി. നോക്കൂ, ഇതേ സ്റ്റൈലിലാണ് ഒരു ചോദ്യം കഴിഞ്ഞ ദിവസം വന്നത്. ഇതേ സ്റ്റൈലിൽ ഒരു ചോദ്യം കഴിഞ്ഞ ദിവസം വന്നു, ശരിയല്ലേ? അതേ സ്റ്റൈലിൽ അതേപോലെയാണ് ഇവിടെയും. റൈറ്റ്, യൂസിങ് ദ സെയിം ഫോർമുല. മൊളാരിറ്റി ഈസ് ഈക്വൽ ടു പെർസെന്റേജ് ഇൻറ്റു 10 ഇൻറ്റു ഡെൻസിറ്റി ബൈ മോളാർ മാസ്. എത്രയാ പെർസെന്റേജ്? 9. എത്രയാ? 10 ഇൻറ്റു ഡെൻസിറ്റി എത്രയാടാ? 1.5 ഡിവൈഡഡ് ബൈ മോളാർ മാസ് 36. എത്രയാ? 4 36. അപ്പൊ എന്ത് വരും? 15 ബൈ അല്ലെ, 15 ബൈ 4 എന്ന് വരും. എത്ര കിട്ടുക? 38 അല്ലേ? 3.4 12 30 3.7 സംതിങ് അല്ലേ? ആ റേഞ്ചിൽ ഒരു റൗണ്ട് ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 4ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യാൻ പറ്റുന്ന അറിയില്ല. ചോയ്സ് തന്നിട്ടാണോ അതോ ഇൻഡിജർ ടൈപ്പ് ആണോ എന്നറിയില്ല. അത് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും അല്ലെ. ഈസി ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാവുന്ന ഒരു ഇതേ ഉള്ളൂ. ഈ ഫോർമുല, ഇതേ ഫോർമുലയിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ഡെൻസിറ്റി കാണാനാണ്, അതോ അങ്ങനെ എന്തോ ഒരു വ്യത്യാസം, ചെറിയൊരു വ്യത്യാസത്തില് സെയിം ഡിക്റ്റോ ക്യാരക്ടർ ക്വസ്റ്റ്യൻ. അപ്പൊ ഈ രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസത്തെ സെഷൻ 1 ആണെങ്കിലും ഷിഫ്റ്റ് 2 ആണെങ്കിലും ഇപ്പോഴത്തെ ഷിഫ്റ്റ് 1ലും കാണാവുന്ന ഒരു കോമൺ പ്രൊസീജിയർ. ഇത് പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന കുട്ടികൾക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. അത് എന്താ പറയുക, ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. ആ ഒരു സീക്വൻസിൽ നോക്കി പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ പടപട എല്ലാം ചെയ്തു പോകാൻ പറ്റും. യെസ്, അടുത്ത ചോദ്യം നോക്കാം. CO ഫോംസ് എന്താ? CO ഫോംസ് ഓപ്ഷൻസ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് CO കാർബൺ മോണോക്സൈഡ് ബ്രിഡ്ജിങ് എവിടെയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാർബൺ മോണോക്സൈഡിന്റെ ബ്രിഡ്ജിങ് വരുന്നത് എവിടെയാണ്? ബ്രിഡ്ജിങ് വരുന്നത് OS3CO12. ഇത് നമുക്ക് NCERT പഠിക്കാനില്ല. OS3 ദിസ് ഈസ് OS3. ഇത് നമുക്ക് ടെക്സ്റ്റിൽ പഠിക്കാനില്ല കേട്ടോ. OS3CO12 അല്ലേ? അപ്പൊ ഒരെണ്ണത്തിൽ ഒരു 4 എണ്ണം കൊടുത്തു ഇങ്ങനെ. ഓക്കെ, ഈ സ്ട്രക്ചർ നമുക്ക് ടെക്സ്റ്റിൽ ഇല്ല കേട്ടോ, പക്ഷെ അറിഞ്ഞിരിക്കാവുന്ന ഒരു സ്ട്രക്ചറാണ് വന്നിട്ടുണ്ട്. അത് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു നമുക്ക് ആൻസർ സെലക്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം NCERT-യിൽ CO ബ്രിഡ്ജിങ് വരുന്ന ഒരാളെ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അയാൾ ഇവിടെ ചോയ്സിലുണ്ട്. ആരാണത്? ഒരു ചെറിയൊരു സ്പെല്ലിംഗ് എറർ കാണുന്നുണ്ട്. CO2 CO8 ടൈംസ്. റൈറ്റ്, ഡൈകോബോൾട്ട് ഒക്ടാകാർബോണൈൽ. ടെക്സ്റ്റിൽ പഠിച്ചത് ഓർക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഡൈകോബോൾട്ട് ഒക്ടാകാർബണൈൽ ഓർമ്മയില്ലേ? ഇവിടെ കാർബൺ മോണോക്സൈഡിന്റെ ഒരു ബ്രിഡ്ജിങ്, പിന്നെ 3 കാർബൺ മോണോക്സൈഡ് ഇങ്ങനെയും. കാർബൺ മോണോക്സൈഡിന്റെ ബ്രിഡ്ജിങ്ങും പിന്നെ 3 ഈ ഒരു ബ്രിഡ്ജിങ് വരുന്നതാണ് ചോദ്യം. അപ്പൊ നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാര് ആ ചോയ്സിൽ ഉണ്ടെങ്കിലും വിഷയമല്ല. കാരണം നമുക്ക് പരിചയമുള്ള ഒരാളാണ് ആൻസർ, അത് വ്യക്തമാണ്. അപ്പൊ മറ്റേയാളെ അറിയില്ലെങ്കിലും നമുക്കതൊരു വിഷയമല്ല. മൂന്നാമത്തേതോ ഇതേ സ്ട്രക്ചർ ആണ് കേട്ടോ. അത് നിങ്ങൾ വരച്ച് നോക്കിക്കോളാം.
റുത്തേനിയം വരുന്നത് ഇതേ സ്ട്രക്ചർ ആയിരിക്കും. പിന്നെ Mn2CO10 ടൈംസ് NCERT ഉള്ളതാണ്, അതിലും ബ്രിഡ്ജ് ഇല്ല. അപ്പോ NCERT ഉള്ള 2 പേര്, ഇല്ലാത്ത 2 പേര്. ബട്ട് ദാറ്റ് ഈസ് നൺ ഓഫ് അവർ ബിസിനസ്. ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലെ. യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോ ആൻസർ കൺക്ലൂഡ് ചെയ്യാം. ഏതാണ്? ഇതാണ് കേട്ടോ, ബോക്സ് ആണ്. ഇതാണ് ആൻസർ വരേണ്ടത്. അതിലാണ് ബ്രിഡ്ജിങ് ഉള്ളത്, വേറെ ഒന്നിലും ബ്രിഡ്ജിങ് ഇല്ല. ഇതിന്റെ സ്ട്രക്ചർ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, എടുത്ത് നോക്കുക. ബ്രിഡ്ജിങ് ഇല്ല കേട്ടോ. റൈറ്റ്, അടുത്ത ചോദ്യം. പോസിറ്റീവ് ഫെലിങ്സ് ടെസ്റ്റ്. അസറ്റോണിന് പോസിറ്റീവ് ഫെലിംഗ് ടെസ്റ്റ് ഇല്ല. പെൻസാൽഡിഹൈഡ് അല്ല, ബെൻസാൽഡിഹൈഡ് ആണ് കേട്ടോ. ബെൻസാൽഡിഹൈഡിന് ഫെലിങ്സ് ടെസ്റ്റ് ഇല്ല. മെത്തനോളിനില്ല. ഹെക്സൈനില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് മെത്തനോൾ ആയിരിക്കില്ല, മെത്തനാൽ ആയിരിക്കാനാണ് സാധ്യത. അല്ലെങ്കിൽ പിന്നെ അതിൽ ആൻസർ ഇല്ല. അസറ്റോണിനില്ല, കീറ്റോൺ ആണ്. ബെൻസാൽഡിഹൈഡിനില്ല. പിന്നെ മെത്തനോൾ ആണെങ്കിൽ അതിൽ ആൻസർ ഇല്ല. മെത്തനോളും ഹെക്സൈനും ആണ്. എനിക്ക് തോന്നുന്നു അത് മെത്തനാൽ ആവാനാണ് സാധ്യത എന്ന് തോന്നുന്നു അല്ലെ. മെത്തനാൽ ആയിരിക്കാം തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ അത് കറക്റ്റ് ആവും. കാരണം ഇയാളില്ല, അത് ചിലപ്പോ ഒരു ഇത് തെറ്റിപ്പോയതായിരിക്കാം. മെത്തനാൽ ആയിരിക്കാം. ഫോർമാൽഡിഹൈഡിന് ആ ടെസ്റ്റ് പോസിബിൾ ആണ്. റൈറ്റ്. ഹെക്സൈൻ പിന്നെ വരില്ല, ഒരിക്കലും വരില്ല. അപ്പോ ഓപ്ഷൻ സി ആയിരിക്കുന്നു വിചാരിക്കുന്നു. ഐ എം അസ്യൂമിങ്. എന്തായാലും അത് വലിയ പ്രശ്നമുള്ള ഒരു വിഷയവുമല്ല കേട്ടോ. യെസ്, അടുത്തത് ബോണ്ട് ഓർഡർ 1 ആൻഡ് പാരാമാഗ്നറ്റിക്. ബോണ്ട് ഓർഡർ 1 ആൻഡ് പാരാ എല്ലാം പരിചയമുള്ള ആൾക്കാരാണ്. B2ന്റെ കോൺഫിഗറേഷൻ 10 ഇലക്ട്രോൺസ്. B2ന്റെ കോൺഫിഗറേഷൻ ആൻഡ് ഹാവിംഗ് ബോണ്ട് ഓർഡർ 1. 2 സിംഗിൾ ഇലക്ട്രോൺസ് ആയിരിക്കും ഉണ്ടാവുക അല്ലെ. പാരാമാഗ്നറ്റിക് ആണ്. പിന്നെ N2 ഡയാമാഗ്നറ്റിക് ആണ്. N2 മൈനസ് പാരയാണ്. N2 2 മൈനസ് പാരയാണ്. പക്ഷെ ബോണ്ട് ഓർഡർ എത്ര വരും? 1 വരില്ലല്ലോ, 2 അല്ലേ വരിക. ബോണ്ട് ഓർഡർ N2ന് 3, N2 മൈനസ് വരുമ്പോൾ 2.5, N2 2 മൈനസ് വരുമ്പോൾ 2 അല്ലേ വരിക. യെസ്, അപ്പോ ഇത് വരും കേട്ടോ. ഇത് ഒരു ആൻസർ വരും. പിന്നെ Ne2 ഡസ് നോട്ട് എക്സിസ്റ്റ്. ഹീലിയം 2 എക്സിസ്റ്റ് ചെയ്യുന്നില്ല. നിയോൺ 2 എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഡസ് നോട്ട് എക്സിസ്റ്റ്. ബോണ്ട് ഓർഡർ 0 വരും. വാട്ട് അബൌട്ട് O2 2 മൈനസ്? O2ന് 2 ആണ്. O2ന് 2 ആണ്. 2 അൺപെയർഡ് ഇലക്ട്രോൺ. O2 മൈനസ് എന്ന് പറയുമ്പോൾ 1.5 ആയി. O2 2 മൈനസ്. ബോണ്ട് ഓർഡർ 1 ആയി. പക്ഷെ പാരയല്ല, പാരാമാഗ്നറ്റിക് അല്ല, ഡയാമാഗ്നറ്റിക് ആണ്. നമുക്ക് ബോണ്ട് ഓർഡർ 1ഉം വരണം, പാരാമാഗ്നറ്റിക്കും ആവണം. Fe2 ആവില്ല, F2 ആയിരിക്കും കേട്ടോ. Fe2 ആവില്ല, F2 ആയിരിക്കും. F2 ബോണ്ട് ഓർഡർ 1 ആണ്. F2 ബോണ്ട് ഓർഡർ 1 ആണ് അല്ലെ. F2 ബോണ്ട് ഓർഡർ 1 ആണ്. പക്ഷെ പാരാമാഗ്നറ്റിക് ആണോ? F2ല് പാരാമാഗ്നറ്റിക് അല്ല അല്ലെ. അപ്പൊ അതിൽ ഒരൊറ്റ സ്പീഷീസ് അല്ലേ ഉള്ളൂ. എവിടെയെങ്കിലും തെറ്റിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ആ ഒരൊറ്റ സ്പീഷീസ് അല്ലേ വരുള്ളൂ. B2 മാത്രമല്ലേ വരുള്ളൂ. അരുൺ പറയുന്നു Ne2 പ്ലസ് വരുന്നുണ്ട് എന്ന്. Ne2 പ്ലസ് വരികയാണെങ്കിൽ അത് കറക്റ്റ് ആയിരിക്കും. Ne2 അത് ശ്രദ്ധിക്കണം കേട്ടോ. Ne2 ആണെങ്കിൽ അങ്ങനെ ഒരാളില്ല. Ne2 ആണെങ്കിൽ അങ്ങനെ ഒരാളില്ല. അരുൺ പറയുന്നു Ne2 പ്ലസ് ആണെന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പൊ കാരണം അതില് എന്താ പറയാ, ഒരു ഇലക്ട്രോൺ കുറയുമല്ലോ. യെസ്, അത് എക്സിസ്റ്റ് ചെയ്യും. Ne2 ആണെങ്കിൽ എക്സിസ്റ്റ് ചെയ്യില്ല. കാരണം He2 ഇല്ല. Ne2 വരില്ല. കാരണം ക്ലോസ് ഫീൽഡ് അല്ലേ വരിക. ബോണ്ട് ഓർഡർ 0 എന്ന് വരും കേട്ടോ. ഓക്കെ. He2 പ്ലസ് ഉണ്ടായിരുന്നോ? യെസ്. അരുൺ പറയുന്നു He2 പ്ലസ് ഉണ്ടായിരുന്നു എന്ന്. He2 പ്ലസ് ഉണ്ടായിരുന്നുവെങ്കിൽ എങ്ങനെ വരും? He2 പ്ലസ് ഉണ്ടായിരുന്നുവെങ്കിൽ ഹീലിയം 2 പ്ലസ്. ഹീലിയം 2 എക്സിസ്റ്റ് ചെയ്യില്ല കേട്ടോ. ഹീലിയം 2 എക്സിസ്റ്റ് ചെയ്യില്ല. 4 ഇലക്ട്രോൺസ് ആണ്. ഹീലിയം 2 പ്ലസ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരും? 2ഉം 1ഉം 3 ഇലക്ട്രോൺ അല്ലേ വരിക. 2ഉം 1ഉം 3 ഇലക്ട്രോൺ. സോ ഇറ്റ് ഈസ് 2 മൈനസ് 1/2. അപ്പോഴും നമുക്ക് ആൻസറിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം ബോണ്ട് ഓർഡർ ഹാഫേ വരുള്ളൂ. പാരാമാഗ്നറ്റിക് ആണ് ബോണ്ട് ഓർഡർ, പക്ഷെ ഹാഫേ വരുള്ളൂ കേട്ടോ. ബോണ്ട് ഓർഡർ ബോണ്ട് ഓർഡർ 1 വരണം, പാരാമാഗ്നറ്റിക് ആവണം. ബോണ്ട് ഓർഡർ 1 വരണം, പാരാമാഗ്നറ്റിക് ആവണം. എനിക്ക് തോന്നുന്നു നമുക്ക് അതില് ഒരുപക്ഷെ എനിക്ക് കിട്ടിയ ലിസ്റ്റിൽ കുറഞ്ഞു പോയതായിരിക്കാം.
പറയുമ്പോൾ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയുമ്പോൾ വിട്ടുപോയതായിരിക്കാം. അൽ അമീൻ, ഓൾഡ് സ്റ്റുഡന്റ്. ഹായ് ഡിയർ, സുഖം തന്നെയല്ലേ കണ്ണ? നൈസ് ടു മീറ്റ് യു. യെസ്. അടുത്ത ചോദ്യം. The compound that contain one lone pair on central atom. സെൻട്രൽ ആറ്റത്തില് ലോൺ പെയർ ഉള്ളത്, സെൻട്രൽ ആറ്റത്തില് ലോൺ പെയർ ഉള്ളത്. ഇതില് ലോൺ പെയർ ഇല്ലല്ലോ, ഓക്സിജനില് ലോൺ പെയർ ഇല്ല, സെൻട്രൽ ആറ്റത്തില് ലോൺ പെയർ ഇല്ല. റാദർ സെൻട്രൽ ആറ്റത്തില് പ്ലസ് ആണ് വരിക, ശരിയല്ലേ? O3യില്. വാട്ട് അബൌട്ട് XeF4? XeF4 ലോൺ പെയർ ഉണ്ട്, പക്ഷെ വൺ ലോൺ പെയർ അല്ല. ഓർമ്മയില്ലേ? XeF4 ഇങ്ങനെയല്ലേ വരാം, ഇങ്ങനെയല്ലേ വരിക? XeF4 sp3d2 ഹൈബ്രിഡൈസേഷൻ. 8 4 12 6 ഇലക്ട്രോൺ പെയർ ആണ് വരിക. ഇങ്ങനെ വരിക. നമുക്ക് ഒരു ലോൺ പെയർ ആണ് വേണ്ടത്, കിട്ടും. ഒരു ലോൺ പെയർ വേണം. അടുത്തത് SF4. SF4 ഇങ്ങനെയല്ലേ മക്കളെ വരിക? SF4 sp3d ഹൈബ്രിഡൈസേഷൻ. ദിസ് ഈസ് SF4. ഒരു ലോൺ പെയർ ആണ്, കിട്ടും. അത് ആൻസർ വരും. അപ്പോ ഇതില്ല, ഇതില്ല, ഇത് വരും. H2O വരില്ലല്ലോ. H2Oയില് 2 ലോൺ പെയർ ഇല്ലേ, അത് വരില്ല. BrF5 7 5 12. അപ്പൊ അവിടെയും sp3d2 ആണ് വരിക, കേട്ടോ. sp3d2 ഹൈബ്രിഡൈസേഷൻ. അപ്പൊ BrF5 വന്നാൽ ഒരു ലോൺ പെയർ വരും. അപ്പൊ ഏതൊക്കെയാ വരിക എന്ന് പറയാ? O3യില് വരില്ല, XeF4ൽ ഇല്ല, SF4ലുണ്ട് 2 2 സ്പീഷീസ്. ഇനിയിപ്പോ നേരത്തെ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതല്ലാതെ വേറെ മോളിക്യൂൾസ് ഉണ്ടോന്ന് അറിയില്ല. നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് വെച്ച് ഇത്രയും കൺക്ലൂഡ് ചെയ്യുന്നു. 2 പേരിലാണ് അത് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുക, കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡിഫറൻസ് ഇൻ എനർജി ഓഫ് ആക്ച്വൽ സ്ട്രക്ചർ ആൻഡ് തിയറട്ടിക്കൽ സ്ട്രക്ചർ. അതിനല്ലേ റെസൊണൻസ് എനർജി എന്ന് പറയാ? ആക്ച്വൽ സ്ട്രക്ചറിന്റെയും തിയറട്ടിക്കൽ സ്ട്രക്ചറിന്റെയും ഡിഫറൻസ് ഇൻ എനർജി. റൈറ്റ്? ഫോർ എക്സാമ്പിൾ, ഒരു മോളിക്യൂളിന്റെ എൻതാൽപി ഓഫ് കമ്പസ്റ്റൻ വരുന്നത് തിയറട്ടിക്കലി 400 ആണെന്ന് വിചാരിക്കുക, ആക്ച്വലി 200 ആണെന്ന് വിചാരിക്കുക. സോ 200 വിൽ ബി ദ റെസൊണൻസ് എനർജി, -200 വിൽ ബി റെസൊണൻസ് എനർജി. ആ സ്റ്റെബിലിറ്റിയെ സൂചിപ്പിക്കുന്ന വ്യത്യാസം നമുക്ക് തിയറട്ടിക്കൽ ഡാറ്റ വേഴ്സസ് ആക്ച്വൽ ഡാറ്റ കമ്പയർ ചെയ്താൽ കണ്ടുപിടിക്കാൻ സാധിക്കും. So difference in energy of actual structure and theoretical structure called resonance energy. Option A വരണം, കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു മോളിക്യൂള് ഓസോണോലിസിസ് നടത്തി. ഓസോണോലിസിസ് നടത്തുമ്പോൾ നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റം ഓൺ മോളിക്യൂൾ P. നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റം ഓൺ മോളിക്യൂൾ P. മോളിക്യൂൾ P എന്തായിരിക്കും? മോളിക്യൂൾ P ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് അസെറ്റോൺ ആയിരിക്കും, ശരിയല്ലേ? ഈ തന്നിരിക്കുന്നതാണ് മോളിക്യൂൾ എങ്കിൽ കിട്ടുന്നത് അസെറ്റോൺ ആയിരിക്കും. അതിൽ എത്ര ഓക്സിജൻ ഉണ്ടെന്നാണ് ചോദ്യം. പെർ മോളിക്യൂൾ ആണ് ചോദ്യം. തെറ്റിക്കാൻ നല്ല സാധ്യതയുണ്ട്, കേട്ടോ. തെറ്റിക്കാൻ നല്ല സാധ്യതയുണ്ട്. കാരണം ഇതാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന സിസ്റ്റം. ഇതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. break over the double bond and attach 1 oxygen each and thereby you will be writing 2. ഇങ്ങനെ എഴുതാനാണ്, ഇങ്ങനെയാണല്ലോ നമ്മൾ എഴുതി പോവുക, അല്ലെ? അപ്പോ ഈ രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ട് 2 എന്ന് പറയാൻ സാധ്യത. പെർ മോളിക്യൂൾ ആണ് ചോദ്യം. പെർ മോളിക്യൂളിൽ ഒന്നേ ഉള്ളൂ, കേട്ടോ. ഒരെണ്ണേ ഉള്ളൂ, ഒരു ഓക്സിജൻ മാത്രമേ ഉണ്ടാവുള്ളൂ പെർ മോളിക്യൂളിൽ. റൈറ്റ്? അടുത്തത്, കോമ്പൗണ്ട് കണ്ടെയ്നിങ് സൾഫർ ഇൻ ഇറ്റ്. ഇതിപ്പോ ലേറ്റസ്റ്റ് ഇപ്പോ എനിക്ക് വന്നൊരു മെസ്സേജ് ഞാൻ എഴുതിയിട്ടതാണ്. നോക്കൂ, സൾഫർ ഉള്ള കോമ്പൗണ്ട് പിരിഡിനില് സൾഫർ ഇല്ല, എല്ലാവർക്കും അറിയാം. പൈറോളില് സൾഫർ ഇല്ല, എല്ലാവർക്കും അറിയാം. നൈട്രജന്റെ അല്ലെ, നൈട്രജൻ വരുന്നതാണ്. സിസ്റ്റീനില് സൾഫർ ഉണ്ട്, അല്ലെ? സിസ്റ്റീൻ, ഇതല്ലേ സിസ്റ്റീൻ. അപ്പൊ അതില് സൾഫർ ഉണ്ടല്ലോ. പിന്നെ ഒരു തയോ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നാ പറഞ്ഞത്. എനിക്ക് മെസ്സേജ് വന്നതിൽ തയോ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ തയോ എന്ന് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഉറപ്പാണ് അതിൽ സൾഫർ ഉണ്ടാവും. പക്ഷെ അത് എന്താണെന്ന് അറിയാം. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ തയോഫീൻ ആയിരിക്കാം. കാരണം പൈറോളിന്റെ തൊട്ടടുത്ത് തയോഫീൻ ഉണ്ടെന്ന് തോന്നുന്നു ടെക്സ്റ്റ് ബുക്കിൽ. അതായിരിക്കാം. ഒരു സൈഡിൽ എച്ചും ഒരു സൈഡിൽ CS3യുമാണ്. അരുൺ, നീ പറഞ്ഞത് ഈ ക്വസ്റ്റ്യൻ ആണോ കണ്ണ? ഈ ക്വസ്റ്റ്യൻ ആണോ നീ പറഞ്ഞത്? ഒരു സൈഡിൽ ഹൈഡ്രജനും CS3യും. അത് തയോഫീൻ ആണല്ലേ? ഓ, വെരി ഗുഡ്, താങ്ക് യു ഡിയർ. അപ്പൊ ഇത് തയോഫീൻ ആണ്, കേട്ടോ.
അപ്പൊ പിന്നെ അതും ആൻസർ വരും. അങ്ങനെയാണെങ്കിൽ ഇതൊരു മൾട്ടിപ്പിൾ ചോയ്സ് ആവാൻ വഴിയില്ല, ഇൻഡിജർ ആവാനേ വഴിയുള്ളൂ. കാരണം രണ്ടെണ്ണം വന്നിട്ടുണ്ട്. വേറെ ഏതെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല കേട്ടോ. സിസ്റ്റീൻ വരും, തയോഫീനും വരും. റൈറ്റ്. യെസ്, ഇതില് മോളിക്യൂൾ ഇതല്ല തന്നത് എന്ന് അരുൺ പറയുന്നു. അരുൺ പറഞ്ഞ പോലെയാണെന്നുണ്ടെങ്കിൽ ഒരു ഹൈഡ്രജനും ഒരു CH3 അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വരും. CH3 C ഡബിൾ ബോണ്ട് C CH3 H. ഇങ്ങനെയാണോ? ഇൻഡിജർ ആണല്ലേ? വെരി ഗുഡ്. ഇത് ഇങ്ങനെ ആയിരിക്കും അല്ലെ? ഇത് ഇങ്ങനെയാണോ തന്നിരിക്കുന്നത്? സിസ്റ്റം ട്രാൻസ്ഫർ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. യെസ്. ഇനി ഇതാണെങ്കിലും ശരി, ഇതാണെങ്കിൽ ആൻസറിൽ മാറ്റമില്ല. അവിടെ രണ്ട് CH3ക്ക് പകരം ഒരു CH3 H ആണെന്ന് വിചാരിച്ചോ, ആൻസറിൽ മാറ്റമില്ല കേട്ടോ. കാരണം അപ്പോഴും നമുക്ക് കിട്ടുന്നത് എന്താ? ഇവിടെ ബ്രേക്ക് ചെയ്യും, ഓരോ ഓക്സിജൻ അറ്റാച്ച് ചെയ്യും, യു ആർ ഗെറ്റിംഗ് എത്തനാൽ. ഇവിടെയാണെങ്കിൽ അസെറ്റോൺ കിട്ടും, ഇവിടെയാണെങ്കിൽ എത്തനാൽ കിട്ടും. 2 molecules ഓഫ് എത്തനാൽ കിട്ടും. അപ്പോഴും ആൻസർ സെയിം ആണ് കിട്ടും. ഓക്കെ. ആൻസർ സെയിം ആണ്, കാരണം പെർ മോളിക്യൂളിൽ ഒരു ഓക്സിജനെ വരുന്നുള്ളൂ. റൈറ്റ് കേട്ടോ. അപ്പൊ അത് ഓക്കെയാണ്. റൈറ്റ്. യെസ്. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. റൈറ്റ്. ബാക്കി ലഭിക്കുന്നതിനനുസരിച്ച് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. യെസ്.
Good morning, dear children. Now we are going to discuss this paper shifted 1 dated 29th January. Now, state of difficulty or level of difficulty is rather very poor, and they are maintaining same standards as they kept in 4 shift 1. Now we start doing the questions. In physics, go through the first question. Point O, 2 long wire kept in the same plane, such that all I is at the midpoint of the line. Then the magnetic field O due to the current I flowing both the wire is equal to. 2 options are there. In which direction the current flowing not given in the problem, as per our information presently. And therefore we can speak about 2 situations. 1, both the line and the currents are in the same direction and separated by distance r. Then this is the midpoint. The field due to this conductor, first one current I and current I like current in both of them. And due to this one is inward and due to this one is outward. So this is B1. This is B1 inward. Due to the second one, the magnetic field is outward. And the magnitude value is 0 I by 2 pi r, where r is the half the distance. This value at this point B1 and B2 are equal and opposite, and therefore net magnetic induction at that point is 0. Other option provided that current രണ്ടിലും ഒരേ direction. Therefore, instead of this, the currents are in opposite direction. The midpoint. Due to this one, the magnetic field. After the conductor around the magnetic field inward. Due to the second conductor along in this way, that is also inward. So both the fields are inward. And net magnetic induction at that point is equal to 2 into, net magnetic induction is 0. B1 plus B2. Here 2 into B0 I by 2 pi into R. R is the distance. This is the way. This compute current. Current separation between the 2 conductors. That is separation. And the yes, okay. And therefore you got the answer. We run 2 options discuss it. So this is the situation. Come to our second question. A projectile by the current angle, magnitude of current tharanam, 3 ashaying loud pora end. Other search answer Suravam Alia Velia. And I'm the a projectile was projected at angle 30. Find the ratio of the kinetic energy of a starting point to the kinetic energy of the highest point. Here is 0, the energy, half m square. Here the highest point, the maximum kinetic energy is equal to maximum law of u cos theta. So maximum kinetic energy is equal to E0 cos squared theta. This is theta. The problem is find the kinetic energy at the starting point. E0 and here is equal to E. The kinetic energy at the highest point E. This ratio we have to find. So E0 by E is equal to, from this equation you can see that 1 by cos square theta. Theta is given to 30 degree. And therefore is equal to 1 by cos 30 root 3 by 2 whole square. Equal to 4 by 3. So the answer is equal to 4 by 3. Moonamth question. A block is sliding down an inclined plane of inclination 30 with an acceleration g by 4. Find the coefficient of friction between the block and incline. Now this is the inclined plane. Inclination is theta. Body on this rough surface. Slide down, not roll, slides down.
Then acceleration down a rough inclined plane. Formula you know that G dash is equal to G sin theta minus mu G cos theta. Now G dash is going to use G by 4. So G by 4 is equal to G. Theta is given angle of inclination of the inclined plane 30. So sin 30 1 by 2 minus mu into G into cos 30 root 3 by 2. G cancel out. Then mu into root 3 by 2 is equal to half minus 1 by 4. From this mu is equal to 1 by 2 cancel out 2 root 3. The value of coefficient of friction is equal to V is equal to 1 by 2 root 3. A wire has been bent into a circle and placed on a constant magnetic field. The radius of this wire start decreasing at a rate of, it is shrinking, at 2 centimeter per second. Then wire starts shrinking. Find the EMF induced in the wire when the radius of the wire is 10 centimeter. Magnetic strength in the region is 0.8. Now, suppose there is a magnetic field like this, and magnetic induction is there. This is our wire which is bent in the form of a ring, whose radius is continuously changing. Question is, what is the induced EMF? You know induced EMF by electromagnetic induction. Induced EMF is given by minus d phi b by dt. So minus d by dt of b dot a. Here a and b dot product is maximum b into a. So equal to, here b remain the same. There is no variation for b. There flux change is because of the change in area. Differentiate that. This is equal to minus b into dA by dt. So is equal to minus b, that is equal to 0.8 into dA by dt. d by dt of is equal to, this I'm doing, minus 0.8 into pi into 2r into dr by dt. Into 2r into dr by dt. Now, dr by dt, area decreasing, dr by dt. So you have to take that as also minus. This minus, this one will cancel out. Therefore, is equal to plus. Numerical value you have to substitute. 0.8 into pi into 2 into radius at that instant is given to you as 10 centimeter, 0.1. 0.1 meter. In the dr by dt, the change in radius dr by dt per second, 2 centimeter. Convert that into meter, into 0.02, 3 volt. This is on computation. This is compute the value on nearly 10 raised to minus 2 volt. Nearly, approximately 10 raised to minus 2 volt. Compute and get the answer. Come to next question. A superblow radius R and surface tension is blown. Double the radius, find the change in surface energy. Change in surface energy is the work done. And work done or change in surface energy and surface tension is given by change in surface area into surface tension. That is the theoretical concept. A bubble has got 2 free surfaces. Therefore, you can write 2 into 4 pi R2 squared minus R1 squared into surface tension. Yes. Now, here R2 is equal to 2R1. Therefore, 2 into 4 pi 4 R1 squared R squared 4 R squared minus R squared 2R, because R2 is equal to 2 and R1 is equal to R into S. This is equal to 2 into 4 pi into 3R squared into S. This is 24 pi R squared S. 24 pi R squared S. That is the work done. A tennis ball is dropped from a 9.8 meter height. After hitting the ground, it rebounds to height 5 meters. If the time of contact is 3.2, calculate average acceleration
what is the average acceleration during the collision. That is what they mean. During that collision process, what is the acceleration? Now, acceleration means the change in velocity by time. When a body dropped from 10 meter, the velocity which is going to hit the ground is equal to root of, that is u1, we can say, root of 2gh. Therefore, u1 is equal to root of 2 into 9.8 into h. The 10 then put 2 into 10 into 10. Or the 9.8. This is approximately 9.8, is that 10 in 9.8. Then what remains is root 2, 10 root 2 meter per second. That is the velocity which is going to impinge on the floor. After hitting, it rebound to half the height, 5 meter. That is, what is the velocity with which it rebounds? u2. u2 is gone by, again, root of 2g into h, 5 meter. 5 4.9. Then 2 into 4.9, 9.8. 9.8 into 9.8 root 9.8. What is the change in question is, what is the now change in velocity, final minus initial. Therefore, definitely you know that this is minus because u is positive if, then u2 is negative upward. So it is minus. Strictly speaking, final minus initial. Therefore, is equal to change in velocity, delta u is equal to minus 9.8, 9 minus initial 9.8 root 2. Now change them, remove the minus there, and therefore you can say that this is equal to 9.8 plus 9.8 root 2. Minus of, minus I am removing out, therefore change in velocity is equal to 9.8 into 1 plus root 2. So 9.8 into 2.414. This is delta u, change in velocity. Question is, what is the acceleration? Acceleration is change in velocity by time. Change in velocity by time. So acceleration change in delta u by time. Change in velocity you already got. 9.8 into 2.414 by time. Time is found to be 0.2. Change of velocity 9.2 root 2 plus 1. And this one calculation, the value that is the acceleration, change of velocity by time. The 9.8 into 1.2 meter per second square. Change of velocity by time. This is the initial velocity, final velocity, change of velocity by time. That is the acceleration that is there. In the mass of the body theory, suppose you can calculate the force exerted. Can be also be calculated. It's okay. Next question. A cuboid at dimension 2L, 2LL. A charge is placed at the center of the surface with the area 4L square. And a cuboid flux through opposite side. Now, we have got a cuboid of length, whereas the base is equal to, this is 2L, this is 2L, this is 2L, this is 2L, whereas this is L. This is the one that you have. Now place a similar one above this. And you have to keep the charge exactly center. Now the charge that you kept is exactly at the midpoint of a cuboid or side to it. That's it. Or you have got a cube or side to it. Now with the charge the Q exactly at the center. Now what is us? Flux through the opposite side of the surface area. That means flux through any one of the face.
because it's a cube with a charge there at the center. And side of the cube is equal to 2L. What may be the side? It has got 6 faces. 6 faces in the center of charge Q. Then what is the flux through one of the faces? 1/6 of total flux generated by a charge Q. By Gauss's theorem, that is 1 by epsilon 0 times the Q. So it's equal to 1/6 of 1 by epsilon 0 times the Q. That is the flux through the opposite face. ഇവിടെ ചോദ്യം ഇവിടെയാണ് ഞാൻ ചാർജ് വെച്ചിട്ടുള്ള എങ്കിൽ ഈ ബേസിന് സെന്ററിലാണ് ഈ ഫേസിൽ കൂടെയുള്ള ഫ്ലക്സ് ആണ് ചോദ്യം ചോദിച്ചത്. എല്ലാ ഫേസിൽ കൂടെ സെയിം ആണ്. ബിക്കോസ് നൗ ദ ചാർജ് കെപ്റ്റ് ഈസ് എക്സാക്ട്ലി അറ്റ് ദ സെന്റർ. ദാറ്റ്സ് വൈ. അടുത്ത ചോദ്യം. A solid sphere laser from the top of inclined plane shown. പടം നമ്മുടെ കയ്യിലില്ല. Find the value of the velocity of center of mass of sphere at the bottom of the inclined plane after reaches there. Doing pure rolling. Pure rolling means no work is done against friction. That's why. നമുക്കൊരു പടം വരയ്ക്ക്. This is the inclined plane. Inclined theta വേണ്ട, and this is the height here. And what we can say, what conserved there? Total energy. Here the potential energy mgh. Here the potential energy become rolling kinetic energy here at the bottom. There the total energy, here the total energy of the rolling kinetic energy at the bottom. Rolling kinetic energy of a body is given by half mv square into 1 plus k square by r square. This decided by the shape of the body, and the shape of the body that here roll is a solid sphere. This set. Solid sphere 2 by 5. Therefore, we can write mgh is equal to half mv square into 1 plus 2 by 5. This is 7 by 5. 7 by 10 mv square. mgh. M will cancel out. V is equal to root of 10 gh by 7. Root of 10 gh by 7. Numerical value is given, you can substitute. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ആൻഡ് വെലോസിറ്റി ന്യൂമറിക്കൽ വാല്യൂ കാണാം. 9ാമത്തെ ചോദ്യം. A car is moving on a circle track. A radius of the track 50 centimeter. Current of friction 0.34. On a horizontal track, there is a level road. Level road when a vehicle turn, ഒരു level road വണ്ടി തിരിയുമ്പോൾ frictional force is the one which provides centripetal force. And therefore, what is the maximum permitted speed by friction? V is given by root of mu of g. The maximum permitted speed with the help of friction on level road in a vehicle turn, root of mu of g. It's called root of mu 0.34. R. Radius of the track is 0.5. into g 10. This on approximately that on calculation is equal to root 1.7 is equal to 1.3 meter per second. Roughly the value. Next question, 10th part. In a meter bridge experiment, null point is found to at a particular point for resistance 2 and a 3 ohm. Then resistance of x ohm is shunted on 3 ohm. The null point shifted by 22.5. Then find the value of x. Now, in first case, you can see 2 and 3. So, this is the first one, 2 ohm. And this is the second one, 3 ohm. And the balance point is somewhere here. That is L. Then this is 100 minus L. Then at once, since it is the balanced thing, you can write P by Q is equal to R by X. Illegal 2 by 3 is equal to L by 100 minus L. Now solve and find the value of L. So it's equal to 200 minus 2L is equal to 3L. So L is equal to 200 by 5, 40 centimeter. Now the balance L, now you got as 40 centimeter. And what the problem says? Any problem or the when it shunted,
when the resistance X ohm is shunted on 3 ohm, 3 ohmile X value shunt ചെയ്തപ്പോൾ here we are going to give another resistance X and going to shunt here. Therefore, this effective resistance become effective resistance 3x by 3 plus x. 3 and x are parallel, and that is equal to 3x by 3 plus x. That is the resistance. Then what happened? The balance length here from here it is shifted to a new point. പുതിയ പോയിന്റ് ഷിഫ്റ്റ് ചെയ്തു എത്രയെന്ന് പറഞ്ഞിട്ടുണ്ടാവും 22.5 സെന്റിമീറ്റർ 22.5 സെന്റിമീറ്ററിലേക്ക് കൂടി because this is lower resistance and this is higher resistance now, therefore it shifted. This is 22.5. Again, this is already you calculated as 40. Therefore, what is the new balance length? The new balance length now you can see is equal to 40 L plus 40 plus 22.5 62.5. Then what is the remaining? Here the balance length is given by 100 minus 37.5. Again, since it is balanced, P by Q is equal to R by X. That data you can apply. Now what you can write? 2 by, here the total resistance is equal to 3x by 3 plus x. P by Q is equal to L by 62.5 by 37. This is on calculation 5 by 3. This is on calculation you can get 5 by 3. Cross multiply we get here 6 plus 2x by 3x equal to 5 by 3. That is equal to 18 plus 6x is equal to 15x. Therefore, 18 is equal to 9x. 15 minus 6x, 9x. Therefore, x is equal to 18 by 9 is equal to 2 ohm. So, the shunt value which is asked is equal to 2 ohm. Two objects of equal mass m are moved in circular orbit of radius r, and because of their mutual gravitational force, find the velocity. Now it's a binary star like this. MM separated by distance to r. With the r, therefore this is 2r. The velocity is going to be. The centripetal force is given by gravitational force. Centripetal force is equal to m b squared by r, provided by the gravitation between these two bodies. Gravitational force is equal to g m squared by 2r whole squared. M is cancelled out. The r cancelled. V is equal to root of g m by 4. That is the speed of this binary. A block of 100 kilogram is moving along a horizontal surface 10 meter from the starting point. If the coefficient of friction between the ground and the block is 0.4, find the work done against the friction. Now, since it is moving, other horizontal surface is moving and work is done against the frictional force. And work done is equal to force into distance. Here, the frictional force into distance. What is the frictional force? So, work done is equal to F into S. F is equal to mu mg on level route into S. Mu, coefficient of friction 0.4. Mass of the body 100 kilo into 10 into displacement 10 meter. Horizontal is 10 meter. Now, get the answer. 4 into this one computation is equal to 4 into 10 raised 4 kilo. That is the work done. I have 9.8. So here instead of this is given 9.8.
then this become 3.9 kilojoule. It is 3.9 kilojoule. Since G is taken as that 10 എന്ന് പറഞ്ഞെടുത്ത കാരണം കൊണ്ടാണ് 4 കിട്ടി. 0.8 means specifically if it is given, that is equal to 3.9. That's okay. So that finishes the first 12 question. Rest of the question will follow. Thank you.
ഗുഡ് ഈവനിങ്. ഹായ്, കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ വിത്ത് ആംപ്ലിറ്റ്യൂഡ് എ. Potential energy of system is 0 about mean position. X equal to 0 means that mean position potential energy is 0. Mean position potential energy 0 ആവണം നിർബന്ധമില്ല. That is minimum. Anyway it is minimum. 0 ആവണം നിർബന്ധമില്ല. ഇവിടെ 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. Find ratio of total energy to kinetic energy at x equal to a by 3. Formula for total energy half k a square divided by formula for kinetic energy half k into a square minus x square. Popular formula നമുക്ക് എല്ലാം അറിയാം. That is 1 divided by 1 minus x square by a square. Direct substitution 1 minus x square by a square is 1 by 9. That is 1 by 8 by 9. That is 9 by 8. So option B is the right one. അപ്പോൾ ഈ ഒരു മാതൃകയിലുള്ള ചോദ്യങ്ങളായിരിക്കും നമുക്ക് ഇനിയും പ്രതീക്ഷിക്കേണ്ടി വരാൻ തോന്നുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ഒരു പാറ്റേണിലാണ് ആവർത്തിക്കപ്പെടുന്ന ടൈപ്പ് ചോദ്യങ്ങളാണ്. ഏരിയ സെയിം ആണ്. ഒരേ ടൈപ്പ് തന്നെ, ഒരേ ചോദ്യങ്ങളല്ല, എന്നാൽ ചെറിയ വ്യത്യാസത്തിൽ ആവർത്തിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് മാക്സിമം ചോദ്യങ്ങൾ കണ്ടെത്തി ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അടുത്തത് current 20 plus 3 by 2t. Find charge flows in 20 seconds. അപ്പോൾ ഇവിടെ current I is equal to 20 plus 3 by 2 tn. And current varies linearly with the time. Current varies linearly with the time. Therefore, for finding charge, we can take arithmetic mean of current. Then I 0 plus IT divided by 2. What is I0? I at t equal to 0. Put t equal to 0, what is I? 20 plus at t equal to 20, what is I? 20 plus 3 into 20 by 2. That is 20 plus 30, 50. Sorry, 30. 30 plus 20, 50. So 50 by 2 is 25. And that is current. Average current. So I average is equal to 25 ampere. So what is the charge? Average charge. Charge average is equal to I average times t. That is 25 times 20. That is 500. Any mistake? T must be 20, 30 into 20, 60 by 2, correct? 20 plus 30, 50 by 2, 25, right? Should be 500. Q average, I average into time. So once again, 20 plus 3 by 2 t. 20 at t equal to 0, 20 plus 3 by 2 times t. T, 20 seconds. So 3 into 20, 60 by 2, 30. 30 plus 20, 50 by 2, 25, correct? 25 into 20. It should be 500, right? Oh. Otherwise, you can try with the other method also. Current I can be written as dq by dt. dq by dt is equal to 20 plus 3 by 2t. Therefore, dq is equal to 20 plus 3 by 2t dt. Now carry out the integral. Q is equal to integration of 20 dt is 20t plus integration of 3 by 2 t is 3 by 2 t square by 2 between the limits 0 and 20. Here also you can try to get the answer. 20 into 20, 400 plus 3 by 4 times 20 square, 400, that is 100. So 400 plus 300, that should be 700. So correct answer should be 700. Here something has happened, some mistake. You try to find out. Next one. Convex lens made of glass has focal length 20 centimeter. In air, if this lens is put inside a fluid of refractive index 1.6, the new focal length will be.
ഇതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ഇക്വി കോൺവെക്സ് ലെൻസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആണ്. ഇക്വി കോൺവെക്സ് ലെൻസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആണ്. അതിന്റെ ഫോക്കൽ ലെങ്ത് 20 സെന്റിമീറ്റർ ആണെങ്കിൽ ലെൻസ് മേക്കേഴ്സ് ഫോർമുല യൂസ് ചെയ്ത് അതിന്റെ റേഡിയസ് ഓഫ് കർവേച്ചറും 20 തന്നെയാണെന്ന് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫോക്കൽ ലെങ്ത് ഇസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് കർവേച്ചർ ഇസ് ഈക്വൽ ടു 20 സെന്റിമീറ്റർ. ഇനി ആ ഗ്ലാസ് കോൺവെക്സ് ലെൻസിനെ ഒരു ഫ്ലൂയിഡ് സറൗണ്ടിങ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.6 പ്ലേസ് ചെയ്തിരിക്കുകയാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.6 ആണ്. ഗ്ലാസ് ലെൻസിന്റെ ഇതിനേക്കാൾ കൂടുതലായതുകൊണ്ട് ആ കോൺവെക്സ് ലെൻസിന്റെ പ്രോപ്പർട്ടി തന്നെ മാറി അത് കോൺകേവ് ആയി മാറും. കൺവെർജിങ് പ്രോപ്പർട്ടി മാറി ഡൈവെർജിങ് ആവും. അപ്പോൾ അതിൽ ഓപ്ഷൻസിൽ ആൻസർ ഉണ്ടാവും. ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻസിൽ നെഗറ്റീവ് സൈൻ ഉള്ളത് ആൻസർ വരുള്ളൂ. കാരണം കൺവെർജിങ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് പവറും ഒക്കെ പോസിറ്റീവ് ആണ്. ഇത് ഡൈവെർജിങ് ആയി മാറുകയാണ് ചെയ്യുക. കൺവെർജിങ് ലെൻസ് എങ്ങനെ ഡൈവെർജിങ് ആയി മാറി? ആ കൺവെർജിങ് ലെൻസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആണ്. സറൗണ്ടിങ് മീഡിയത്തിൻ്റെത് 1.6 ആണ്. അതുകൊണ്ട് നേച്ചർ മാറും. അപ്പോൾ ഒരു ഗ്ലാസ് ലെൻസ് ഇരിക്കുന്നത് അതിൻ്റെതിനേക്കാൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ മീഡിയത്തിലാണെങ്കിൽ അതിന്റെ നേച്ചർ മാറും. ഈ കൺസെപ്റ്റ് ഒക്കെ ഇനിയും അടുത്ത ദിവസങ്ങളിൽ ചോദിക്കാം. അപ്പോൾ വീണ്ടും നമുക്ക് ഗ്ലാസ് ലെൻസ് ഇൻ സറൗണ്ടിങ് മീഡിയം ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഒന്നുകൂടി അപ്ലൈ ചെയ്യണം. 1/f dash is equal to mu minus 1. Mu means refractive index of denser, refractive index of glass with respect to surrounding medium. Glass is 1.5, surrounding medium 1.6 minus 1. So n or mu minus 1 into 1/r1 minus 1/r2 equi ആയതുകൊണ്ട് you directly write 2/r and r is equal to 20. Convex ആയതുകൊണ്ട് r is 20. That is 1/f dash is equal to ഇവിടെ കിട്ടുക minus 0.1 divided by 1.6 into 1/10 എന്നാണ്. That is f dash is equal to minus 160. Option B is the right choice. Next one. 16ാമത്തെ question. De Broglie wavelength of electron is same as wavelength of photon. ഇലക്ട്രോണിന്റെ de Broglie wavelengthും ഒരു ഫോട്ടോണിന്റെ വേവ് ലെങ്തും, ഇലക്ട്രോണിന്റെ de Broglie വേവ് ലെങ്തും ഫോട്ടോണിന്റെ വേവ് ലെങ്തും സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ de Broglie വേവ് ലെങ്ത് ഓഫ് ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു വേവ് ലെങ്ത് ഓഫ് എ ഫോട്ടോൺ and speed of electron is equal to 25% of speed of electromagnetic wave in vacuum means VE equals C/4. Ratio of kinetic energy of electron and energy of photon. Kinetic energy of electron is half m VE square divided by energy of a photon. Photon is hc divided by lambda. So this ratio is the required ratio. That implies ഇതിനെ ഒരു ഇങ്ങനെ ഒരു ഫ്രാക്ഷൻ ആക്കിയിട്ട് മാറ്റുകയാണ് വേണ്ടത്. അപ്പോൾ അതിൽ ലാംഡ പി ഈസ് ഹിയർ, സോ വി ഹാവ് ടു ബ്രിങ് ലാംഡ ഇ ഓൾസോ. ഫോർ ദാറ്റ് വാട്ട് ഈസ് ഫോർമുല ഫോർ ലാംഡ ഇ? de Broglie wavelength of electron. de Broglie wavelength of electron is equal to h/mv. That is h divided by mv equal to c/4. So lambda e equal to 4h/mc. Okay, right? അപ്പോൾ ഇതിൽ നമുക്ക് m eliminate ചെയ്യാം. We can eliminate m from this. m can be written as, what is m? 4h divided by lambda ec divided by 2. Then VE square, we can substitute. VE c/4, so VE square is c square divided by 16. Okay, into lambda p divided by hc. See, h gets cancelled, lambda p, lambda e are same, so cancelled. C square cancelled. That implies 4 divided by 32, that is equal to 1/8. So correct answer should be 1/8. It should be 1/8, right? So this make this change. So option D should be the right answer. That is 1/8. Okay, that was by mistake. It was written 1/1. So correct answer is 1/8. It's a very good question. Similar questions have been seen earlier also, but not same. Square loop of side 0.1 meter in east-west plane. Square loop is in east-west plane. That's why area vector of that square loop is normal to east-west plane. Okay. Then magnetic field is along northeast. So angle between
area vector and magnetic field should be 45 degree. As per this question, angle between area vector and magnetic field is 45 degree. Then induced EMF is equal to minus d phi by dt. And field is removed in 10 seconds. Field removed in 10 seconds. So area does not change. A dB divided by dt minus area how much? Side 0.1. So 10 to the power minus 2 into side square dB by dt. What is dB? 0.2 and dt 10. So it should be okay. Cos 45 forgot into 1 by root 2. Cos 45 also should be there. Flux field times area times cos of the angle between field and area vector. That angle is 45 degrees. So 1 by root 2 also we need. 1 by root. Okay, that's why it should be 0.2 10 power area removed. So minus of minus become plus. One more minus has come. So plus 10 to the power minus 3 into 0.2 divided by root 2. That implies 10 to the power minus 4 divided by into root 2. That is 1.4 into 10 to the power minus 4. That is 0.14 millivolt should be the right choice. Option B. 1.4 into 10 power minus 4 volt. So it is 0.14 millivolt. Okay, we have the printed, the typed out questions are this much, but we have received a few more questions. We couldn't get time to type it, but I remember few questions. I will tell it to you. One of the questions was from gravitation. That was a very good question. That a particle weighs W at a distance h from surface. At a distance h from surface, a particle of mass m weighs W. At the same time, at the same distance h, below the surface also the particle weighs, same particle of mass m weighs W. If so, what is the value of h? Okay, for this we have to do, for depth we know variation g into 1 minus depth divided by radius. Here depth is h, and that's equal to, for altitude, g into r divided by r plus h whole square. So r square divided by r plus h whole square. So here g gets cancelled, and we can solve this, and you get a quadratic solution here. You try to get the answer. Okay, anyway, options not there. So you try to find out a result for h. That's a very good question. That's also asked. Similar many questions have been already solved. Okay. Another question which was asked same day was regarding Bernoulli's theorem, dynamic lift of an aeroplane. Okay, you just go through that topics also. We have learned it very well. But dynamic lift of Bernoulli's theorem, dynamic lift, Magnus effect, dynamic lift, the aerofoil structure, above and below speed difference, pressure difference, വെഞ്ചൂരിമീറ്റർ, ആ ഒരു ഭാഗം നന്നായി ഒന്ന് നോക്കുക. അടുത്ത ദിവസങ്ങളിലെ പരീക്ഷയുള്ളവർ ഒന്നുകൂടി ശ്രദ്ധിക്കുക ആ ഭാഗം കേട്ടോ. അതുപോലെ ഇൻഡ്യൂസ് DMF വരുന്ന ഭാഗം മിക്കവാറും ദിവസം ചോദിച്ചിട്ടുണ്ട്. ഗ്രാവിറ്റേഷൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പ്രൊജക്ടൈൽസ് ചോദിച്ചിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. തെറ്റാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്തായാലും അടുത്ത ദിവസത്തെ പരീക്ഷയ്ക്ക് നന്നായിട്ട് എഴുതാൻ കഴിയട്ടെ. താങ്ക് യു വെരി മച്ച്.
ഹലോ, നമുക്കിന്ന് 29-ലെ ഇന്നത്തെ JEE മെയിൻസ് ഡിസ്കസ് ചെയ്യണം, മാത്സ്. അപ്പം ഇന്നത്തെ പേപ്പർ മോഡറേറ്റ് ആയിരുന്നു, പക്ഷേ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ട്. 30 എണ്ണത്തിൽ ഒരു 10-15 എണ്ണം സിമ്പിളാണ്. അപ്പം നമുക്ക് സിംപ്ലസ്റ്റ് നിന്ന് തുടങ്ങുന്ന വിൽ സ്റ്റാർട്ട്. ഓക്കെ, സമയം കളയാതെ വേഗം തുടങ്ങാം. ഒരു ക്വസ്റ്റ്യൻ, GP ഹാസ് 64 ടേംസ്. All, no, sum of all terms is equal to sum of odd number of terms. GPയിലെ ടേംസ് നിങ്ങൾക്ക് അറിയാലോ, AR സ്ക്വയർ എക്സെട്ര, ഇങ്ങനെ പോവാം. അപ്പോൾ സം ഓഫ് ഓൾ ദ ടേംസ് പിന്നെ എന്താ, A പ്ലസ് AR സ്ക്വയർ പ്ലസ് എക്സെട്ര, ഇങ്ങനെ പോവും. ഇറ്റ് ഈസ് AR സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് AR റേസ് ടു 64 ടേംസ് ആണ്. അപ്പോൾ അവിടെ 63 ആയിരിക്കും. is equal to A plus AR square plus etc. AR is to 63 ആണ്. 64 ടേം ആണ്. All the terms is equal to 7 times sum of odd number of terms. Odd number of ആദ്യത്തെ, മൂന്നാമത്തെ, അഞ്ചാമത്തെ എക്സെട്ര. അപ്പൊ ആദ്യത്തെ പറഞ്ഞ A, മൂന്നാമത്തെ നിങ്ങൾക്കറിയാലോ nth ടേം AR is to n-1 ആണ്. അപ്പോൾ മൂന്നാമത്തെ എന്തായിരിക്കും, AR സ്ക്വയർ ആയിരിക്കും. അഞ്ചാമത്തെ എന്തായിരിക്കും, AR raised to 4 ആയിരിക്കും പ്ലസ് എക്സെട്ര. 64ാമത്തെ ടേം ഉണ്ടാവില്ല, അല്ലേ? 64ാമത്തെ ടേം ഉണ്ടാവില്ല. അപ്പോൾ 63ാമത്തെ ടേം ഉണ്ടാവും. 63ാമത്തെ ടേം എന്തായിരിക്കും, A പ്ലസ് AR raised to എന്തായിരിക്കും, 62, റൈറ്റ്? എന്നല്ലേ പറയാ, AR raised to 62. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇതിന്റെ ഫോർമുല നിങ്ങൾക്ക് അറിയാം, AR ഒന്നിനേക്കാൾ കൂടുതലാണോ കുറവാണോ തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, A ഇൻറ്റു R റേസ് ടു ഒന്നിനേക്കാൾ കൂടുതലാണെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, കുറവാണെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. A ഇൻറ്റു R റേസ് ടു എത്ര ടേം ഉണ്ട്, 64. നിങ്ങൾക്കറിയാലോ ഫോർമുല, A ഇൻറ്റു R റേസ് ടു n-1 ബൈ R -1. വെറും ഫോർമുല അറിഞ്ഞാൽ ആ പ്രോബ്ലം ചെയ്യാൻ പറ്റും. വെറും ഈ ഫോർമുല അറിഞ്ഞാൽ +2 +1ന്റെ സിലബസ് ആണ്, ജസ്റ്റ് NCERT ഡിവൈഡഡ് ബൈ R -1. ഇതിന്റെ വാല്യൂ ആണ് 7 ഇൻറ്റു A ഇൻറ്റു ഇത് എത്ര ടേം ഉണ്ടാവും മക്കളെ, ഇതാ ഇവിടെ നിന്ന് കിട്ടുക 31 ടേം ഉണ്ടാവും. കണ്ടോ, 2, 4, 6 എക്സെട്ര അപ് ടു 63, 31 ടേം ഉണ്ടാവും. അപ്പോൾ ഇതും കൂടി കൂടിയാൽ 32 ടേം ഉണ്ടാവും. അപ്പോൾ എന്തായിരിക്കും, A ഇൻറ്റു R റേസ് ടു R സ്ക്വയർ റേസ് ടു 32 -1 ഡിവൈഡഡ് ബൈ R സ്ക്വയർ -1. ഇത്രയേ ഉള്ളൂ, വെരി സിമ്പിൾ. അപ്പോൾ വെരി സിമ്പിൾ ആകുമ്പോൾ എന്താ ചെയ്യേണ്ടത് നോക്കൂ, ദിസ് ഇസ് R റേസ് ടു 64, ദിസ് ഇസ് R റേസ് ടു 64 -1 വെട്ടിപ്പോവും. എയും വെട്ടിപ്പോകും, A 0 അല്ല, കൊണ്ട് വെട്ടിപ്പോകും. ഈ R -1 ഇവിടെ R +1 ആവും, അല്ലേ? R സ്ക്വയർ -1 R +1 ഇൻറ്റു R -1. അപ്പോൾ R +1 ആണ് 7, Rന്റെ വാല്യൂ 6. വളരെ സിമ്പിൾ ചോദ്യമാണ്. എന്തായാലും 4 മാർക്ക് കിട്ടിയിരിക്കും നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യനിൽ, ഷുവർ ആയിട്ട്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, ഇതൊരു നല്ല ഭംഗിയുള്ള ചോദ്യമാണ്. G20 ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് G20 നടന്നില്ലേ? അപ്പോൾ G20 എന്നുള്ള ലെറ്റർ ഡിക്ഷണറി ഓർഡറിൽ എഴുതി വാട്ട് ഇസ് ദ റാങ്ക് ഓഫ് G20. അത് ഞാൻ വളരെ സിംപ്ലിഫൈഡ് എഴുതിയതാണ്, നമുക്ക് ടെക്സ്റ്റ് അതുപോലെ ഇല്ല, അത്രയേ ഉള്ളൂ. G20. അപ്പോൾ ആദ്യത്തെ വേർഡ് എഴുതുക, G20യിലെ ഫസ്റ്റ് വേർഡ് എഴുതുക, ABCDEF. നോക്കൂ, ആദ്യത്തെ വേർഡ് എന്താ, ABCD. അതിൽ ആദ്യത്തെ വേർഡ് എന്താ, ആദ്യത്തെ വേർഡ് എഴുതാം, G20യിലെ ആദ്യത്തെ വേർഡ്. അപ്പോൾ ABCDEF GHIJK. ആദ്യം E ഉണ്ടാവും, പിന്നെ G ഉണ്ടാവും, പിന്നെ ABCDEF GHIJK LMN OPQRST UVW XYZ. എത്ര ആൾക്കാരുണ്ട്, 3ഉം 2 ടീം ഉണ്ട് അല്ലേ? അപ്പോൾ അവിടെ ഒരു 2 ടീമാണ്, ഒരു ടീം കൂടി വെക്കണം. ഇവിടെ ഒരു ടീം കൂടി വെക്കാൻ കുഴപ്പമില്ല. ഇപ്പോൾ 2 2 4 2 6 1 7, 2 2 4 2 6 1 7, ശരിയല്ലേ? ABCDEF GHIJK LMNOPQ RST UVW XYZ. ഓക്കെ, അപ്പോൾ ദർ വിൽ ബി വേർഡ് സ്റ്റാർട്ടിങ് വിത്ത് E. ഇയിൽ തുടങ്ങുന്ന കുറച്ച് വേർഡ്സ് ഉണ്ടാവും, ജിയിൽ തുടങ്ങുന്ന വേർഡ്സിൽ G20 ഉണ്ടാവും, റൈറ്റ്? അപ്പോൾ ഇയിൽ എത്ര വേർഡ് ഉണ്ടാവും, ബാക്കി കൊണ്ട് ഷഫിൾ ചെയ്യാം. നോക്കൂ, 1 2 3 4 5 6 6 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടറി, 2 ടീൻ്റെ ബൈ 2 ഫാക്ടറി, റൈറ്റ്? ഇനി ജിയിൽ ഷഫിൾ ചെയ്യുന്ന എത്ര വേർഡ് ഉണ്ടാവും, G ഫിക്സ് ചെയ്യുക, ബാക്കി ഷഫിൾ ചെയ്യുക. അല്ല, ജിയിൽ തുടങ്ങുന്ന വേർഡ്സിൽ G20 ഉണ്ടാവും, ജിയിൽ തുടങ്ങുന്ന വേർഡ്സിൽ G20 ഉണ്ടാവും. അപ്പോൾ എന്താ നിങ്ങൾ ചെയ്യുക,
G20 കണ്ടോ, ജി കഴിഞ്ഞാൽ പിന്നെ ഏതാ തുടങ്ങുക? ജി കഴിഞ്ഞാൽ ജിടിന്റെ മുകളിലെ വേർഡ്, ജിടിന്റെ മുകളിലെ വേർഡ് എന്തായിരിക്കും? GE അല്ലേ? There will be words starting with GE. പിന്നെ എന്താണ്? GG ഉണ്ടാവില്ല, GN തുടങ്ങുന്ന വേർഡ് ഉണ്ടാവും അല്ലേ? GN തുടങ്ങുന്ന വേർഡ്. പിന്നെ GT തുടങ്ങുന്ന വേർഡ് ഉണ്ടാവും. GT തുടങ്ങുന്ന വേർഡിൽ G20 ഉണ്ടാവും അല്ലേ? അപ്പൊ G20 GTW ആണ്. അപ്പൊ GTE തുടങ്ങുന്ന വേർഡ് ഉണ്ടാവും. പിന്നെ GTE കഴിഞ്ഞാൽ പിന്നെ GTG ഉണ്ടാവില്ല, GTN തുടങ്ങുന്ന വേർഡ് ഉണ്ടാവും. പിന്നെ GTT തുടങ്ങുന്ന വേർഡ് ഉണ്ടാവും, GTT തുടങ്ങുന്ന വേർഡ് ഉണ്ടാവും. പിന്നെ എന്താ ഉണ്ടാവുക? GTW തുടങ്ങുന്ന വേർഡ് ഉണ്ടാവും അല്ലേ? GTW തുടങ്ങുന്ന വേർഡ് ഉണ്ടാവും. GTW തുടങ്ങുന്ന വേർഡ് G20 ഉണ്ടാവും, റൈറ്റ്? അപ്പൊ എന്താ ചെയ്യേണ്ടത്? G20 W കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുക? G20 പിന്നെ E ആണ്. അപ്പൊ അടുത്ത വേർഡ് E ആണ്. പിന്നെന്താ? അടുത്ത വേർഡ് E ആണ്. പിന്നെ അടുത്ത വേർഡ് N ആണ്. പിന്നെ അടുത്ത വേർഡ് T ആണ്. പിന്നെ അടുത്ത വേർഡ് T കഴിഞ്ഞാൽ പിന്നെ 20. പിന്നെ അടുത്ത വേർഡ് W ആണ്. കഴിഞ്ഞു അല്ലേ? GTT കഴിഞ്ഞാൽ അടുത്ത വേർഡ് G20 ആണ്. GTT കഴിഞ്ഞാൽ അടുത്ത കണ്ടോ? TT കഴിഞ്ഞാൽ T കഴിഞ്ഞാൽ പിന്നെ W ആണ്. W കഴിഞ്ഞാൽ കണ്ടോ? E. പിന്നെ G ഓൾറെഡി ഇട്ടു, N ഉണ്ട്, T ഉണ്ട്, Y. റൈറ്റ്? ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. അപ്പൊ ജിയിൽ തുടർന്ന് എത്ര വേർഡ് ഉണ്ട് നോക്കൂ. GE ഫിക്സ് ചെയ്യുക, ബാക്കി ഷഫിൾ ചെയ്യുക. GE ഫിക്സ് ചെയ്യുക, ബാക്കി ഷഫിൾ ചെയ്യുക. എത്രയുണ്ട്? 1 2 3 4 5. അപ്പോൾ 5 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടർ. 2 D ഉണ്ട്, അതുകൊണ്ടാണ്. പിന്നെ GN തുടർന്ന് എത്ര വേർഡ് ഉണ്ടാവും? GN ഫിക്സ് ചെയ്യുക, ബാക്കി ഷഫിൾ ചെയ്യുക. 1 2 3 4 5. അപ്പോൾ 5 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടർ. പിന്നെ GTE ആകുമ്പോൾ ആകുമ്പോൾ എത്ര വേർഡ്സ് ഉണ്ടാവും മക്കളെ? GTE കഴിഞ്ഞാൽ ബാക്കി ഒരു T കഴിഞ്ഞല്ലോ, ഒരു T പോയി. അപ്പൊ GTE ആകെ 1 2 3 4 5 6 7 ആൾക്കാർ. 7 ആൾക്കാരിൽ നിന്ന് 3 ആൾക്കാർ പോയി. അപ്പം 4 ഫാക്ടോറിയൽ. ഇവിടെ അതെ 4 ഫാക്ടോറിയൽ, ഇവിടെ അതെ 4 ഫാക്ടോറിയൽ. പിന്നെ ഇവിടെ 1. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ വാല്യൂ എത്രയാണ് മക്കളെ? 720 ആകുമ്പോൾ 360. ഇത് 120/2. അപ്പൊ 60 അല്ലേ? പിന്നെ ഇവിടെ അത് 60. പിന്നെ ഇവിടെ 24. പിന്നെ ഇവിടെ 24. ഇവിടെയും 24. പിന്നെ 1. ഇതെല്ലാം കൂടി കൂട്ടിയ ആൻസർ ആയി. ഇത്രയേ ഉള്ളൂ. അപ്പൊ 360 360 120 എത്രയാ? 480. 480 1 2 3. അപ്പം 3 ആകുമ്പോൾ 24 × 3 2 carry 1 3 2 6 1 70 72 ആഡ് ചെയ്യാം. അപ്പം 2 5 1. അപ്പം 550 ഒന്നുകൂടി കൂട്ടിയാൽ 3. 553 ആണ് ഉത്തരം. 553 ആണ് ഉത്തരം. ഇത് സിമ്പിൾ ചോദ്യത്തിൽ പെടും, ഡൂവബിൾ ആണ്. ഇതൊക്കെ ആദ്യത്തെ റൗണ്ടിൽ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. കാരണം ഡിക്ഷണറി ഓർഡർ ആദ്യത്തെ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നുണ്ട് നമ്മൾ. ഇത് പ്രോബ്ലംസ് ഓൺ ബൈനോമിയൽ കോഎഫിഷ്യൻസ് ബൈനോമിയൽ തിയറത്തിൽ വരില്ല എന്നായിരുന്നു സിലബസിൽ ഉണ്ടായിരുന്നത്, പക്ഷേ വന്നു. അപ്പോൾ അത് എന്തായാലും അടുത്ത സെഷനിൽ പഠിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കുക. ബൈനോമിയൽ കോഎഫിഷ്യൻസിലെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. 27-ാം തീയതി ഫസ്റ്റ് സെഷനിലും സെക്കൻഡ് സെഷനിലും വന്നു. ഇപ്പോൾ ഈ സെഷനിലും വന്നു. ഇപ്പം ഈ ഉച്ചക്കത്തെ സെഷനിൽ വരുമോ എന്നറിയില്ല, പക്ഷെ എന്തായാലും ബൈനോമിയൽ കോഎഫിഷ്യൻസ് പഠിച്ചിട്ട് പോവാം. പ്രോബ്ലംസ് ഓൺ ബൈനോമിയൽ കോഎഫിഷ്യൻസ്, അതായത് 1 + x² എക്സ്പാൻഷൻ. എക്സ്പാൻഷനിൽ കുറേ ടേംസ് ഉണ്ടാവില്ലേ, അത് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് എക്സിന് പകരം 0 1 കൊടുത്താൽ സാധനം കിട്ടും, 2 കൊടുത്താൽ സാധനം കിട്ടും. ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് എക്സിന് പകരം 0 1 കൊടുത്താൽ സാധനം കിട്ടും, 2 കൊടുത്താൽ സാധനം കിട്ടും. അങ്ങനെ കുറേ പ്രോബ്ലംസ് ഓൺ ബൈനോമിയൽ കോഎഫിഷ്യൻസ് നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ക്ലാസ്സിലൊക്കെ എല്ലാ ക്ലാസ്സിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഈ സിലബസ് വന്നിടയ്ക്ക് നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പ്രോബ്ലംസ് ഓൺ ബൈനോമിയൽ കോഎഫിഷ്യൻസ് ഡിലീറ്റഡ് പോർഷനാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പിന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. അത്രയേ ഉള്ളൂ. ഈ ചോദ്യം വളരെ സിമ്പിളാണ്. ഇത് ഇത്രയേ ഉള്ളൂ. കണ്ടോ, 11C1/2 ഉണ്ട്. അപ്പോൾ ഇവിടെ 2 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. അപ്പോൾ ഇൻ്റഗ്രേഷൻ ആണ്. അപ്പോൾ ആക്ച്വലി നിങ്ങൾ ഈ 1 + x² എക്സ്പാൻഷൻ കേട്ടിട്ടുണ്ടോ മക്കളെ? 1 + x² എക്സ്പാൻഷൻ എന്താ? NC0 + NC1x + NC2x² + etc. + NCnx⁴n. ഇതാണ് 1 + x² എക്സ്പാൻഷൻ. പ്രോബ്ലംസ് ഓൺ ബൈനോമിയൽ കോഎഫിഷ്യൻസ് എല്ലായ്പ്പോഴും എന്തിനു മുകളിലാണ് ബേസ് ചെയ്യുന്നത്? 1 + x² ബേസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ താഴെ
കണ്ടോ NC1 ഇവിടെ x ഉണ്ട്, x²/2 വെച്ചാൽ NC1/2 വരില്ലേ, കണ്ടോ NC1/2 വരും. അപ്പോൾ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക, 1 + x ഇൻ്റഗ്രേറ്റ് ബോത്ത് സൈഡ്സ്. അപ്പോൾ 1 + x ഹോൾ റേസ് ടു n+1 ബൈ n+1 ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക, NC0/1 പ്ലസ് NC0x ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്, NC0x പ്ലസ് NC1 x²/2 പ്ലസ് NC2 x³/3 പ്ലസ് എക്സെട്ര പ്ലസ് NCn x⁻n+1 ബൈ n+1. ഇവിടെ നിങ്ങൾ ഇന്റഗ്രൽ 0 ടു ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്, യു ആർ ഇൻ്റഗ്രേറ്റിംഗ് ബോത്ത് സൈഡ്സ്. എന്നിട്ട് ഇവിടെ നിങ്ങൾ ലിമിറ്റ് കൊടുക്കാം 0 to 1, അതായത് ലിമിറ്റ് 0 to 1 കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. 0 to 1 കൊടുത്താൽ എന്താ കിട്ടുക, ഇവിടെ 1 കൊടുത്താൽ എന്താ കിട്ടുക മക്കളെ, 1 കൊടുത്താൽ എന്താ കിട്ടുക, 2n+1 മൈനസ് 0 കൊടുത്താൽ എന്താ കിട്ടുക, 1 ബൈ n+1 ഇസ് ഈക്വൽ ടു എന്താ കിട്ടുക, യു ആർ പുട്ടിങ് x. ഇവിടെ 0 കൊടുത്താൽ 1 കൊടുത്താൽ x-ന് പകരം 1 ആവും, 0 കൊടുത്താൽ മൊത്തം 0. അത്രയേ ഉള്ളൂ. അപ്പോൾ 1 മാത്രം കൊടുത്താൽ മതി. ഇറ്റ് ഇസ് NC0 പ്ലസ് NC1/2 പ്ലസ് NC2/3. ഞാൻ ഇത് ചെയ്യാൻ കാരണം ഇത് അടുത്ത സെഷനിലുള്ളവരൊക്കെ ഈ പ്രോബ്ലം ശ്രദ്ധിക്കുക. ഇതിപ്പോൾ 1 + x ആണ് ചെയ്യുക, 1 - x ആയിട്ട് ചെയ്യുക, അങ്ങനെ കുറേ പ്രോബ്ലംസ് ഓൺ ബൈനോമിയൽ കോഎഫിഷ്യൻസ് ഒരു സെക്ഷൻ ഉണ്ട്, അത് മുഴുവൻ പഠിച്ചിട്ട് പോവാം അടുത്തേക്ക് കേട്ടോ. അതുകൊണ്ട് തന്നെ സ്പ്രെഡ് ചെയ്തിട്ട് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് പറയണം, കാരണം നാളത്തെ പരീക്ഷയ്ക്ക് ഇത് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ NC2/3 പിന്നെ NC1/2 NC2/3 എക്സെട്ര ഗോസ് ഓൺ ലൈക്ക് ദാറ്റ്. എല്ലാ ടേമും എഴുതണമെന്നില്ല. പ്ലസ് എക്സെട്ര ലാസ്റ്റ് ടേം എന്താണ്, പ്ലസ് NCn/n+1. ഇവിടെ നോക്കൂ, NCn/n+1 നോക്കൂ, 11C9 വരെ ഉള്ളൂ. ഇവിടെ n-ന് പകരം 9 കൊടുത്താൽ എന്താ വരിക, സപ്പോസ് യു പുട്ട് n = 11. സപ്പോസ് യു പുട്ട് n = 11. n = 11 ഇവിടെ കൊടുത്താൽ എന്താ കിട്ടുക, ഇവിടെ n = 11 കൊടുക്കുകയാണ്, ശ്രദ്ധിക്കണം. അപ്പോൾ എന്താ കിട്ടുക, 2 raised to യു ആർ പുട്ടിങ് n = 11 there. കാരണം 11ന്റെ സ്റ്റൈൽ ഉണ്ട് കേട്ടോ, 11C1/2 കേട്ടോ, 11C1/2 ഇല്ലേ, 11C2/3 ഇല്ലേ. അപ്പോൾ കുറച്ച് ഭാഗമേ ഉള്ളൂ, ഇവിടുന്ന് തൊട്ടിട്ട് ഇതുവരെയുള്ള ഭാഗമേ ഉള്ളൂ, ഇവിടുന്ന് തൊട്ടിട്ട് കുറച്ച് വരെ ഇതുവരെയുള്ള ഭാഗമേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ഭാഗം നമ്മൾ കളയണം. ഓക്കെ, അപ്പോൾ 2 raised to 12 -1 by you are putting n = 11 by 12 is equal to എന്താ വരിക, NC0 12C0 it is 1 plus 11C2. ഞാൻ ഈ വാല്യൂ നമുക്ക് ഇവിടെ ഒരു വാല്യൂ ഉണ്ട് 11C2. അപ്പം നമുക്ക് വേണമെങ്കിൽ ആ ടേംസ് ഒന്നായിട്ട് പറയാം. ഇറ്റ് ഈസ് 11C0 പ്ലസ് 11C1/2 പ്ലസ് എക്സെട്ര പ്ലസ് 11C9 ശ്രദ്ധിക്കണേ, 11C9 ഡിവൈഡഡ് ബൈ 10 പ്ലസ്, മക്കളെ ശ്രദ്ധിക്കണം, 11C9 കഴിഞ്ഞാൽ പിന്നെ എത്ര ടേം ഉണ്ടാവും, 11C9 കഴിഞ്ഞാൽ എത്ര ടേം ഉണ്ടാവും, 11C10 പിന്നെ 11C11, റൈറ്റ്. അപ്പം 11C10 ഇവരുടെ ഇത് കാണാൻ പറ്റുമോ, ചാറ്റ് എന്തെങ്കിലും പറയണ്ടെങ്കിൽ കാണാൻ പറ്റില്ല അല്ലേ. ജസ്റ്റ് 1 minute, നിങ്ങൾ ചാറ്റ് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ഇൻട്രാക്ട് ചെയ്യാമല്ലോ. ഓക്കെ, 3 പേരെ വായിച്ചില്ല. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇവിടെ 11C9 കഴിഞ്ഞാൽ പിന്നെ ഏതാ ടേം ഉണ്ടാവുക, 11C9 കഴിഞ്ഞാൽ എന്താ ടേം ഉണ്ടാവുക, 11C9 കഴിഞ്ഞാൽ എന്താ മക്കളെ ടേം ഉണ്ടാവുക, 11C10 ഉണ്ടാവും. നോക്കൂ അടുത്ത ടേം നോക്കൂ, 11C10 അല്ല 11C10/11 ഉണ്ടാവും അല്ലേ, 10 കഴിഞ്ഞാൽ 11 അല്ലേ, പ്ലസ് 11C11/12. അപ്പൊ ഈ ടേം നോക്കൂ, ഈ ടേമില്ലേ, ഇവിടെ തൊട്ട് ഇതുവരെയുള്ള ടേമാണ് നമ്മളെ ടേം, ലെറ്റ് ഇറ്റ് ബി x. അതാണ് ചോദ്യം.
But what is the value of x? What is the value of x? What is the value of x? X is equal to 2 power 12 minus 1 by 12. ബാക്കിയുള്ളത് കുറയ്ക്കുക. അതായത് മൈനസ് 11 സി നോട്ട് എന്താ 1. 11 സി 10 എന്ന് പറഞ്ഞാൽ 11 ആണ്. 11 by 11 എന്ന് പറഞ്ഞാൽ 1 ആണ്. മൈനസ് 1. 11 സി 12 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇവിടെ 1 by 12 വരും. 11 സി 10 എന്ന് പറഞ്ഞാൽ 11 ആണ്. ബൈ 11. 11 സി 10 by 11 11 ഉണ്ട്. 11 by 11 1 ആണ്. അപ്പം ഇങ്ങോട്ട് കൊണ്ടുവരാം 1. 11 സി 11 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 by 21 വരും. മൈനസ് 1 by 12 വരും. റൈറ്റ്? അത്രയേ ഉള്ളൂ. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്ത ആൻസർ ആയി. അപ്പോൾ എത്ര കിട്ടുക? It is 1 minus, it is 2 raised to 12 minus 2 divided by 12 minus 2, right? That's x. എത്ര കിട്ടുക? 2 raised to 12, 2 raised to 12 എന്ന് പറഞ്ഞാൽ എത്രയാ? 2 raised to 12, 2 raised to 12 എന്ന് പറഞ്ഞാൽ 2 raised to 1024 ആണ്. 1024, 2048, 2 raised to 12. 2 raised to 10 എന്ന് പറഞ്ഞാൽ 1024 ആണ്. അപ്പം 2 raised to 11 എന്ന് പറഞ്ഞാൽ 2048 ആണ്. 2 raised to 12 എന്ന് പറഞ്ഞാൽ 4096 ആണ്. അപ്പം 4096 2 കുറയ്ക്കുക. അപ്പം 4094 ബൈ 12. അപ്പം 4094 ബൈ 12 കിട്ടുക. അപ്പം 4094 ബൈ 12 മൈനസ് 2. ഇതാണ് എക്സിൻ്റെ വാല്യൂ. അപ്പം 4094 മൈനസ് 24 ബൈ 12. ദിസ് ഇസ് ദ വാല്യൂ. അപ്പം 4094 24 കുറച്ചാൽ 4094 24 കുറച്ചാൽ എത്ര കിട്ടുക? 07040. 4070 ബൈ 12. 4070 by this. 2 raised to n plus 1 by n plus 1. That's answer. The answer will be n plus n is 4082. That's answer. 4082 ആണ് ആൻസർ. ഇതിപ്പോൾ ചോദ്യം കറക്റ്റ് ആണോ എന്നറിയില്ല. ഇതിനാണെങ്കിൽ ഇതാണ് ആൻസർ. അപ്പോൾ എന്തെങ്കിലും ഇതിൽ എറർ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രമിക്കുക. പക്ഷേ ഇതാണ് കൺസെപ്റ്റ്. 1 plus x whole raised to n ചെയ്തിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. റൈറ്റ്? ഓക്കെ. ഇനി ഈ ചോദ്യം ഇങ്ങനെയാണ്. ആൽഫ ഗ്രേറ്റർ ദാൻ ബീറ്റ ഉണ്ടോയെന്ന് അറിയില്ല. ഇങ്ങനെയാണ്. ആൽഫ ബീറ്റ ബിലോങ് ടു സെഡ് ഉണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൽഫ ആൻഡ് ബീറ്റ ആർ ഇൻറ്റിജേഴ്സ്. അതുണ്ട്. ആൽഫ ആൻഡ് ബീറ്റ ആർ ഇൻറ്റിജേഴ്സ്. ആൽഫയും ബീറ്റയും ഇൻറ്റിജേഴ്സ് ആണെന്ന് ഉണ്ട്. ഓക്കെ. ആൽഫ ആൻഡ് ബീറ്റ ആർ ഇൻറ്റിജേഴ്സ്. അപ്പോൾ ഇവിടെ ഡിറ്റർമിനൻറ്റ് 2, ഇത് വളരെ സിമ്പിൾ ചോദ്യമായിട്ട് എനിക്ക് തോന്നുന്നത്. 2a mod 2a ഹോൾ ക്യൂബ് ബേസിക്കലി 2 raised to 21 ആണ്. അപ്പം 2 mod 2a വാല്യൂ എന്തായിരിക്കും? അപ്പം ക്യൂബ് റൂട്ട് എടുക്കുക. 2 raised to 7, റൈറ്റ്? 21 ക്യൂബ് റൂട്ട് 2 raised to 7. ഇനി എ പറയുന്നത് 3/3 മാട്രിക്സ് ആണ്. അപ്പോൾ 3/3 മാട്രിക്സ് ആണെങ്കിൽ 2 ക്യൂബ് നമുക്കറിയാലോ. കെ എ ഇസിക്കൽ കെ raised to n ഡിറ്റർമിനൻ്റ് അറിയാം. അപ്പോൾ 2 പുറത്തേക്ക് എടുത്താൽ 2 ക്യൂബ് ഡിറ്റേ ഇസിക്കൽ ടു 2 raised to 7 വരും. അപ്പോൾ 2 ക്യൂബ് ഇവിടെ വെട്ടിപ്പോയാൽ 2 raised to 4 വരും. അപ്പോൾ മോഡയുടെ വാല്യൂ എന്താ? 16 ആണ്. 2 raised to 4 16. അപ്പോൾ ഡിറ്റേ കാണും. കണ്ടോ? 100 100 ആണ്. അപ്പോൾ ഡിറ്റയുടെ വാല്യൂ എന്തായാലും ആൽഫ സ്ക്വയർ മൈനസ് ബീറ്റ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ ആൽഫ സ്ക്വയർ മൈനസ് ബീറ്റ സ്ക്വയർ ആണ് 16. അപ്പോൾ എന്ത് കിട്ടും? ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു ആൽഫ മൈനസ് ബീറ്റ ആണ് 16. 16 നമുക്ക് ഇൻറ്റിജർ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ആൽഫ പ്ലസ് ബീറ്റ വലുതായിരിക്കും. 8 ഇൻറ്റു 2. 8 ഇൻറ്റു 2 എഴുതാം. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ എന്താ വെച്ചാൽ ആൽഫയും ബീറ്റയും ഇൻറ്റിജറാ തന്നിട്ടുണ്ട്. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ 8ഉം ആൽഫ മൈനസ് ബീറ്റ 2ഉം ആയേ പറ്റും. എന്നുവെച്ചാൽ 2a ആഡ് ചെയ്താലും സബ്ട്രാക്ട് ചെയ്താലും ഈവൻ നമ്പർ കിട്ടണം. അപ്പോൾ ആൽഫയുടെ വാല്യൂ, ചോദ്യം ആൽഫയുടെ വാല്യൂ ആണ് അല്ലേ? അപ്പോൾ 2 ആൽഫയുടെ വാല്യൂ 10 ആണ്. ആൽഫയുടെ വാല്യൂ 5 ആണ്. ബീറ്റയുടെ വാല്യൂ 3 ആണ്. ആൽഫയും ബീറ്റയും ഇൻഡിവിജ്വൽസ് ആണ്. റൈറ്റ്? ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ചോദ്യമാണ്. റൈറ്റ്? അഞ്ചാമത്തെ ചോദ്യം. എഫ് ഓഫ് എക്സ് ഒരു ഫംഗ്ഷനാണ്, ജി ഓഫ് എക്സ് വേറൊരു ഫംഗ്ഷനാണ്. റേഞ്ച് ഓഫ് എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്താണ് ചോദ്യം? 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ
ഇവിടെ ഇത് 3 ആണ് കേട്ടോ, സോറി ഇത് തെറ്റി, ഇവിടെ 3 ആണ്, ഇവിടെ 3 ആണ്, ഇവിടെ 1 ആണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ജി ഓഫ് എക്സ് ലൈ ബിറ്റ്വീൻ എക്സ് -1ന്റെയും 1ന്റെയും ഇടയിലാണ്, എഫ് ഓഫ് എക്സ് -3യുടെയും 3യുടെയും ഇടയിലാണ്, റൈറ്റ്? അപ്പൊ ഇവിടെ ജി ഓഫ് എക്സ് നോക്കൂ, ജി ഓഫ് എക്സ് മാത്രം, എഫ് ഓഫ് ജി ഓഫ് എക്സ് പറഞ്ഞാൽ ഇതാണ്, എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ്. അപ്പൊ എഫ് ജി ഓഫ് എക്സിനെയാണ് പിടിക്കുന്നത്. ഇനി ജി ഓഫ് എക്സിന്റെ ഗ്രാഫ് എങ്ങനെ ഉണ്ടാവും? ഇഫ് യു ട്രൈ ടു ഡ്രോ ദ ഗ്രാഫ് ഓഫ് ജി ഓഫ് എക്സ്, എന്താ നോക്കൂ, വൈ ആക്സിസ് എക്സ് ആക്സിസ് എടുത്താൽ -1ന്റെയും 1ന്റെയും ഇടയിലാണ് കഥ, അല്ലേ? -1ന്റെയും 1ന്റെയും ഇടയിലാണ് കഥ. -1ന്റെയും 0ന്റെയും ഇടയിലാകുമ്പോൾ -x. അപ്പൊ എങ്ങനെയല്ലേ ഗ്രാഫ് ഉണ്ടാവുക? ദിസ് ഇസ് -x. 0ന്റെയും 1ന്റെയും ഇടയിലാകുമ്പോൾ x. അപ്പൊ ഇതാണ് ഫംഗ്ഷൻ, വി ഷേപ്പ് ഗ്രാഫ്, വി എന്താ, അത് നീളില്ല, കാരണം എന്താ, ഇവിടെ വെച്ച് നിൽക്കും. ബിക്കോസ് ജി എക്സിന്റെ ഡൊമൈൻ റെസ്ട്രിക്റ്റഡ് ടു -1 to 1 ആണ്. -1ന്റെയും 1ന്റെയും ഇടയിലാണ് റെസ്ട്രിക്ട് ചെയ്യുന്നത്. അപ്പൊ അതുവരെ ഉണ്ടാവുള്ളൂ ഫംഗ്ഷൻ. അപ്പൊ ഇതാണ്. അപ്പൊ ജി ഓഫ് എക്സിന്റെ റേഞ്ച് ഇവിടെ നിന്ന് കിട്ടുള്ളൂ, കാരണം 1 ആണെങ്കിൽ ഇതിന്റെ വാല്യൂ 1 ആണ്. അപ്പൊ വാട്ട് ഇസ് ദ റേഞ്ച് ഓഫ് ജി ഓഫ് എക്സ്? റേഞ്ച് ഓഫ് ജി ഓഫ് എക്സ് എന്താ? ഇവിടെ ക്ലോസ്ഡ് ആണ്. അപ്പൊ ക്ലോസ്ഡ് ഇന്റർവെൽ 0, 1 ആണ്, കാരണം ഇതല്ലേ റേഞ്ച്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏത് ഫംഗ്ഷന്റെയും റേഞ്ച് എങ്ങനെ കാണാം? ഇറ്റ് ഇസ് ദ പ്രൊജക്ഷൻ ഓഫ് ദ ഗ്രാഫ് ഓൺ വൈ ആക്സിസ്, ഡൊമൈൻ എന്താ, പ്രൊജക്ഷൻ ഓഫ് ദ ഗ്രാഫ് ഓൺ എക്സ് ആക്സിസ്. അപ്പൊ റേഞ്ച് ഓഫ് ജി ഓഫ് എക്സ് 0, 1 ആണ്. റേഞ്ച് ഓഫ് ജി ഓഫ് എക്സ് 0, 1. അപ്പം എഫ് ജിയുടെ റേഞ്ചിനെയാണ് പിടിക്കുക, കാരണം ജി ഓഫ് എക്സിന്റെ ഔട്ട്പുട്ടിനെയാണ് എഫ് എക്സ് പിടിക്കുക. അപ്പൊ ജി ഓഫ് എക്സിന്റെ ഔട്ട്പുട്ട് എന്താ? 0, 1 ആണ്, പോസിറ്റീവ് ആണ്. അപ്പൊ പോസിറ്റീവ് ആവുന്ന എഫ് ഓഫ് എക്സ് മാത്രം എടുത്താൽ മതി. അപ്പൊ വി നീഡ് നോട്ട് കൺസിഡർ ദിസ്, ഇത് കൺസിഡർ ചെയ്യേ വേണ്ട, കാരണം എഫ് ഓഫ് എക്സ്, അതായത് എഫ് ഓഫ് ജി ഓഫ് എക്സ്, എഫ് ഓഫ് എക്സ് നെഗറ്റീവ് സ്ഥലത്ത് നിന്ന് പിടിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കേ വേണ്ട. അപ്പൊ എഫ് ഓഫ് എക്സ് എവിടെ നിന്ന് പിടിക്കുന്നത് ശ്രദ്ധിച്ചാൽ മതി, ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. 1 - x/2 0 <x x. ഇപ്പൊ ചോദ്യത്തിൽ ചില എന്താണ് പറഞ്ഞു തരുന്നതിൽ ചിലപ്പോൾ അങ്ങോട്ട് കിട്ടൊക്കെ വ്യത്യാസം ഉണ്ടാവും, എന്തായാലും കുഴപ്പമില്ല. അതിന്റെ കൺസെപ്റ്റ് മാത്രം നിങ്ങൾ അതിന്റെ എടുത്താൽ മതി, ആ സ്പിരിറ്റിൽ എടുത്താൽ മതി. അപ്പൊ 0ന്റെയും 1ന്റെയും ഇടയിൽ, അപ്പൊ എക്സ് 0ന്റെയും 3യുടെയും ഇടയിലാണ്, എക്സ് 0ന്റെയും 3യുടെയും ഇടയിലാണെങ്കിൽ ഇവിടെ, അപ്പൊ എക്സ് 0ന്റെയും 3യുടെയും ഇടയിലാണെങ്കിൽ ഫംഗ്ഷൻ എന്താ? എക്സ് 0ന്റെയും 3യുടെയും ഇടയിലാണെങ്കിൽ ഫംഗ്ഷൻ എന്താ? 1 - x/2 ആണ്. എക്സ് 0ന്റെയും 3യുടെയും ഇടയിലാണെങ്കിൽ ഫംഗ്ഷന്റെ വാല്യൂ 1 - x/2 ആണ്, അല്ലേ? അപ്പം പക്ഷേ ഇവിടെ ഇവിടെ ഈ എഫിന്റെ ഇൻപുട്ട് എന്താ? ജി ആണ്. ജിയുടെ ഇൻപുട്ട് എന്താ? ജിയുടെ ഔട്ട്പുട്ട് എന്താ? 0, 1 മാത്രമാണ്. അപ്പൊ ഈ ജി വിൽ ടേക്ക് ഓൺലി വാല്യൂസ് ഫ്രം ജിയുടെ, എഫ് വിൽ ബി ടേക്കിംഗ് ഓൺലി വാല്യൂസ് ബിറ്റ്വീൻ 0 and 1. അപ്പൊ 0ന്റെയും 1ന്റെയും ഉള്ളിലത്തെ ഒരു സബ്സെറ്റ് തന്നെ എടുക്കുള്ളൂ ആൾ. അപ്പൊ എന്താ വരിക? 1 - നോക്കൂ, 1 - x/2 ആണ് എഫിന്റെ. അപ്പൊ ഇതാണ് ഫംഗ്ഷൻ. 1 - x ന്റെ ഗ്രാഫ് എങ്ങനെയാണെന്ന് നോക്കൂ. 1 - x/2ന്റെ ഗ്രാഫ് ഒന്ന് വെറുതെ വരച്ചു നോക്കൂ. അപ്പൊ ഈ ഗ്രാഫ് ഇത് എടുക്കണ്ട, 1 - x/2 ഗ്രാഫ് മാത്രം നോക്കാം. 1 - x/2ന്റെ ഗ്രാഫ് എങ്ങനെ ഉണ്ടാവാം? ലീനിയർ ആണ്, സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. അപ്പം 1 - x/2, എക്സ് 0 ആകുമ്പോൾ 1 ആണ്, എക്സ് 0 ആകുമ്പം 1/2 ആണ്. ഇത് y ആച്ചോളൂ, y = this. അപ്പൊ എപ്പോഴാ അത് y 0 ആവുമ്പം എക്സിന്റെ വാല്യൂ എന്താ? 2 അല്ലേ? x/2 = 1, എക്സിന്റെ വാല്യൂ 2 ആണ്. അപ്പൊ ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ ദ ഗ്രാഫ് ഇസ് ലൈക്ക് ദിസ്, ഇങ്ങനെ ഉണ്ടാവും, അല്ലേ? ദ ഗ്രാഫ് ഇസ് ലൈക്ക് ദിസ്. അപ്പൊ ഇത് 2 ആണ്, എക്സ് 2 ആകുമ്പോഴാണ് y 0 ആവുക. അപ്പൊ ഇത് 2 ആണ്, ഇത് 1 ആണ്. അപ്പൊ ഈ സാധനം ഇതാണ് 1 - x/2. അപ്പൊ 1 - x/2 ഫംഗ്ഷൻ എവിടെ വരെ ഉണ്ടാവുള്ളൂ? ഇതാണ് 1. അതായത് എക്സ് ഇത് 1 - x/2 0ന്റെയും 1ന്റെയും ഇടയിൽ കിടക്കുമ്പോൾ മാത്രമേ ഫംഗ്ഷൻ ഉണ്ടാവുള്ളൂ. അതായത് ഇപ്പൊ 1 - x/2 എവിടെയാണ് കിടക്കുന്നത്? 1 - x/2 എവിടെയാണ് കിടക്കുന്നത്? വാട്ട് ദ റേഞ്ച് ഓഫ് ദിസ്? 0, 1 തന്നെയാണ്, അല്ലേ? പക്ഷെ ഇവിടെ എക്സ് ഇതിന്റെ ഇൻപുട്ട് 0, 1 ആണ്, ഇതിന്റെ ഇൻപുട്ട് 0, 1 ആണ്, 0, 1 ആണ്. അപ്പൊ എഫ് വിൽ ബി ടേക്കിംഗ് ഓൺലി ഫ്രം 0, 1. ക്ലോസ് 0, 1 എന്നേ എഫ് എടുക്കുള്ളൂ. എഫ് വിൽ ബി ടേക്കിംഗ് ഓൺലി വാല്യൂസ് ഫ്രം 0, 1. അപ്പൊ 0, 1 എന്നേ എടുക്കുള്ളൂ. അപ്പൊ എന്തായിരിക്കും ഫംഗ്ഷൻ? ഇവിടുന്ന് വിട്ടേ ഉണ്ടാവും, ഇവിടുന്ന് വിട്ട് ഫംഗ്ഷൻ ഇങ്ങനെ ഉണ്ടാവും, ഇതുവരെ ഉണ്ടാവും, ഇതുവരെ ഉണ്ടാവുള്ളൂ ഫംഗ്ഷൻ. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതാണ് അതിന്റെ റേഞ്ച്. അപ്പം ഇവിടെ 1 ആണെങ്കിൽ
മക്കളെ കണ്ടിന്യൂ ചെയ്യാം. ഇത് 1 ആണെങ്കിൽ നോക്കൂ, എക്സ് 1 ആണെങ്കിൽ വാല്യൂ എത്രയാ? 1 ആണെങ്കിൽ 1 മൈനസ് 1/2 1/2 ആണ്. അപ്പോൾ 1/2 1 ആയിരിക്കും അതിൻ്റെ റേഞ്ച്. അപ്പോൾ ആൻസർ വിൽ ബി 1/2 1. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസ് അറിയില്ല എനിക്ക്. അപ്പോൾ അതായിരിക്കും അതിൻ്റെ റേഞ്ച്. എഫ് ഓഫ് ജി ഓഫ് എക്സ് റേഞ്ച് 1/2 1 ആയിരിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ഐഡിയ. കാരണം എക്സ് ഇതിൻ്റെ ഇൻപുട്ട് 0ൻ്റെയും 1ൻ്റെയും ഇടയിലാണ് കിടക്കുക. അപ്പോൾ എക്സ് 0 ആകുമ്പോൾ 1 ആവും, എക്സ് 1 ആകുമ്പോൾ 1/2 ആവും. ഡിക്രീസിങ് ആണ് ഫംഗ്ഷൻ. അപ്പം റേഞ്ച് ഓഫ് ഫംഗ്ഷൻ വിൽ ബി 1/2 1, റൈറ്റ്? പിന്നെ die is rolled till 2 is obtained. Probability that 2 obtained on even number of tosses. A die is tossed എന്താ അത്? എനിക്ക് എന്താ കിട്ടാത്തതിൽ? കിട്ടില്ല അല്ലേ? പോട്ടെ. A die is rolled till 2 is obtained. ഇത് വളരെ സിമ്പിൾ ചോദ്യമാണ്. ഇത് പലപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 2 കിട്ടുന്നവരെ ടോസ് ചെയ്യാം. നോക്കൂ, 2 കിട്ടുന്നവരെ ടോസ് ചെയ്യാൻ പറഞ്ഞാൽ എത്ര തവണ ടോസ് ചെയ്യണം? ഇൻഫിനിറ്റ് നമ്പർ ടൈംസ് ടോസ് ചെയ്യണം. എപ്പോഴാണ് 2 കിട്ടാൻ പറയാൻ പറ്റുമോ? പറ്റില്ല. റാൻഡം എക്സ്പെരിമെന്റ് അല്ലേ, എപ്പോഴാണ് 2 കിട്ടാന്ന് പറയാൻ പറ്റില്ല. അപ്പം 2 കിട്ടുന്നവരെ ടോസ് ചെയ്യണം. പ്രോബബിലിറ്റി ദാറ്റ് 2 ഒബ്റ്റെയിൻഡ് ഓൺ ഈവൻ നമ്പർ ഓഫ് ടോസസ്. ഈവൻ number of tosses. Even number of tosses. Even number of tosses വേണ്ട, even number of toss. ഇതിന് വേണ്ടി. കാരണം ഒന്നാമത്തെ ടോസിൽ തന്നെ ഈവൻ രണ്ടാമത്തേൽ കിട്ടുക, അല്ലെങ്കിൽ 4ാമത്തെ തവണ കിട്ടുക, അല്ലെങ്കിൽ 6ാമത്തെ തവണ കിട്ടുക, അല്ലെങ്കിൽ 8ാമത്തെ തവണ കിട്ടുക, എക്സെട്ര. അപ്പൊ 2ാമത്തെ തവണ കിട്ടുക, അതായത് ആദ്യത്തെ തവണ കിട്ടാതിരിക്കുക, 2ാമത്തെ തവണ കിട്ടുക, അങ്ങനെയാവാം. അല്ലെങ്കിലോ ആദ്യത്തെ കിട്ടാതിരിക്കുക, 2ാമത്തെ കിട്ടാതിരിക്കുക, 3ാമത്തെ കിട്ടാതിരിക്കുക, 4ാമത്തെ കിട്ടുക. പിന്നെയോ ആദ്യത്തെ കിട്ടാതിരിക്കുക, 2ാമത്തെ കിട്ടാതിരിക്കുക, 3ാമത്തെ കിട്ടാതിരിക്കുക, 4ാമത്തെ കിട്ടാതിരിക്കുക, 5ാമത്തെ കിട്ടാതിരിക്കുക, 6ാമത്തെ കിട്ടുക, എക്സെട്ര. ഇറ്റ് വിൽ ഗോ ഓൺ ലൈക്ക് ദാറ്റ്. ഇത് ക്ലിയർ അല്ലേ? അത്രയേ ഉള്ളൂ. വെരി സിമ്പിൾ. അപ്പൊ എന്തായിരിക്കും ഇതിന്റെ ഉത്തരം? പറയൂ. ഇതിന് ചാൻസ് എന്താ മക്കളെ? കിട്ടാതിരിക്കാൻ. കിട്ടാനുള്ള സാധ്യത ഡൈലസ് 2 കിട്ടാനുള്ള സാധ്യത 1/6 ആണ്. 2 കിട്ടാതിരിക്കാൻ സാധ്യത 5/6 ആണ്. അപ്പൊ ഇത് കിട്ടാതിരിക്കാൻ സാധ്യത 5/6, കിട്ടാനുള്ള സാധ്യത 1/6. ക്ലിയർ ആണ്? ഐഡിയ 5/6. അപ്പൊ ഇതിന്റെ സാധ്യത എന്താ? 1 2 3. അപ്പൊ 5/6 ക്യൂബ് into 1/6. 5/6 cube into 1/6. 5/6 cube into 1/6. ഇനി ഇതാകുമ്പോഴോ 1 2 3 4 5. 5 തവണ കിട്ടാതിരിക്കുക, 6ാമത്തെ തവണ കിട്ടുക. അപ്പൊ എന്തായിരിക്കും? 5/6 raised to 5 into 1/6. It will go on like that, right? അപ്പൊ it will go on like that. അപ്പൊ ഇതെല്ലാം കൂടി, ഇതൊക്കെ മുച്ചിലി എക്സ്ക്ലൂസീവ് ആണ്. അപ്പൊ എല്ലാം കൂടി കൂട്ടാം. പ്രോബിലിറ്റി ദിസ് ക്യാൻ ഹാപ്പൻ ഓർ ദിസ് ക്യാൻ ഹാപ്പൻ ഓർ ദിസ് ക്യാൻ ഹാപ്പൻ. എന്തോടാ മൾട്ടിപ്ലൈ ചെയ്യണം? അതൊക്കെ ഇൻഡിപെൻഡൻസ് ആയിട്ടോ മൾട്ടിപ്ലൈ ചെയ്യണം. ഇതെല്ലാം കൂടി കൂട്ടാം. അപ്പൊ എന്താ കിട്ടുക? എന്താ ഫോർമുല? എസ് ഇൻഫിനിറ്റി ഇസ് ഈക്വൽ ടു സം ടു ഇൻഫിനിറ്റി ഓഫ് ജി പി ആണ്. എന്താ? a/1 - r. അപ്പൊ എന്താ വാല്യൂ വരിക? Therefore required probability is 5/6 into 1/6. a അതാണ് ഡിവൈഡഡ് ബൈ 1 - r. r എന്താ ഇവിടെ? 5/6. ഇതെന്താ? 5/6 സ്ക്വയർ ക്യൂബ് ആണ്. അപ്പൊ 5/6 സ്ക്വയർ ആണ് കോമൺ റേഷ്യോ, മൈനസ് 5/6 സ്ക്വയർ. അത് സിംപ്ലിഫൈ ചെയ്യാം. അതാണ് ആൻസർ. ദിസ് ഇസ് ആൻസർ. അതൊന്ന് സിംപ്ലിഫൈ മക്കളെ. 36 കളയാം, 5. പിന്നെ 36 25 കളയാം അല്ലേ? 36 - 25 എത്ര? 11. 5/11. ഇതാണ് ആൻസർ. ഇത് വളരെ സിമ്പിൾ ചോദ്യമാണ്. ഇതുപോലത്തെ ചോദ്യങ്ങൾ പഠിച്ചിട്ട് പോവാം. നമ്മൾ ഇത് കാർഡിൽ പറയാം. കാർഡ് കിങ് കിട്ടുന്നവരെ എടുക്കുക. യു ടേക്ക് എ കാർഡ് ഫ്രം എ പാക്ക് ഓഫ് കാർഡ്സ് till you get a king. Odd number of, even number of taking is required, അല്ലെങ്കിൽ odd number of taking is required. ഇങ്ങനത്തെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പൊ ഇതേ സിമിലർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ ഇത് തീർച്ചയായിട്ടും പഠിക്കണം. ലെബനിറ്റ്സ് റൂൾ ആണ്. എല്ലാ ക്ലാസ്സിലും ഞാൻ പറയാറുണ്ട് ലെബനിറ്റ്സ് റൂൾ വരുന്ന. അപ്പൊ അതുകൊണ്ട് ലെബനിറ്റ്സ് റൂൾ ആണത്, ശ്രദ്ധിക്കാം. അതായത് ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു π/2 ആണ്. x/2 അല്ല, π/2 ആണ്. എക്സ്റ്റെൻസ് ടു π/2.
ഇവിടെ pi by 2 x tends to pi by 2 x cube to ഇത് x cube ആണ് x cube to x by 2 ഇത് വെറും x by 2 ആണ് x by 2 raised to 3 cos t raised to 1 by 2 ഇങ്ങനെയാണ് t ക്ക് മാത്രം ബ്രാക്കറ്റ് cos t raised to 1 by 2 ഇങ്ങനെയാണ് cos t raised to 1 by 3 dt ക്ലിയർ ആയിട്ട് ഒന്നുകൂടി പറയാം ലിമിറ്റ് x tends to pi by 2 integral of x cube to x by 2 cube cos t raised to 1 by 3 dt by x minus pi by 2 square. ഇതാണ് ക്വസ്റ്റ്യൻ. എന്താ ചെയ്യേണ്ടത്? x by 2 കൊടുത്തു നോക്കാം. ഇവിടെ x by 2 ടെൻഡ് ചെയ്യുമ്പോൾ ഇത് 0 ആവില്ലേ? അപ്പോൾ ഇത് 0 ആയി. This will tend to 0. ഇത് 0ലേക്കാണ് പോകണം. പിന്നെയോ ഇവിടെ x 0 കണ്ടോ x ക്യൂബ് എക്സിന് പകരം pi by 2 ക്യൂബ് കൊടുത്താൽ അവിടെ pi by 2 ക്യൂബ് അല്ലേ? ഇന്റഗ്രൽ a to a എന്തായാലും പൂജ്യമാണ്. അപ്പോൾ മുകളിലും പൂജ്യമാണ്. It is of the form 0 by 0. 0 by 0 ആണെങ്കിൽ it is the right condition to use L'Hopital rule. കേട്ടിട്ടുണ്ടോ? L'Hopital rule കേട്ടിട്ടുണ്ടോ മക്കളെ? Ready? Just wait here, Makla. Just 1 minute. 1 minute.
റൈറ്റ്. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യണം. ഇവാലുവേറ്റ് ലിമിറ്റ് x ടെൻഡ്സ് ടു പൈ ബൈ 2. റെഡി ആയോ മക്കളെ? ഓക്കെ, റെഡി അല്ലേ? x ടെൻഡ്സ് ടു പൈ ബൈ 2. നോക്കൂ, ഇവിടെ x പൈ ബൈ 2 കൊടുക്കുമ്പോൾ 0/0 ഫോം ആണ് കേട്ടോ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ലെബനിസ് റൂൾ ഉപയോഗിക്കുക. എന്താ ലെബനിസ് റൂള്? ലെബനിസ് റൂൾ അറിയില്ലേ നിങ്ങൾക്ക്? ഇന്റഗ്രൽ ഓഫ് എന്താണ്? fi of x to psi of x. ഇങ്ങനൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഇതിപ്പോൾ f of t dt ആണെങ്കിൽ, ഇത് ക്യാപിറ്റൽ f of x ആണെങ്കിൽ, what is f dash x? f dash x ന്റെ വാല്യൂ എന്താ? f of upper function psi of x. വെറുതെ ഇത് മാത്രം പഠിച്ചാൽ മതി. ഇൻറ്റു psi dash x. അതിൻ്റെ ഡെറിവേറ്റീവ് പുറത്തെഴുതാം. മൈനസ് ലോവർ ഫംഗ്ഷൻ f of phi of x into phi dash x. ലെബനിസ് തിയറം എന്തായാലും എല്ലാ എക്സാമിനേഷനും ചോദിക്കും. അതുകൊണ്ട് ഈ റൂൾ ഒന്ന് പഠിച്ചു വെക്കാം. എന്തായാലും ഉപകാരം ഉണ്ടാവും, എപ്പോഴെങ്കിലുമൊക്കെ വരും ഇത്. വി കോൾ ദിസ് ആസ് ലെബനിസ് റൂൾ. ഈ ലെബനിസ് റൂൾ പഠിക്കുക നന്നായിട്ട്. ഇത് ഉപയോഗിച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരും, അതുകൊണ്ട് ശ്രദ്ധിക്കാം. അത്രയേ ഉള്ളൂ. ഈ റൂൾ അവിടെ അപ്ലൈ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. നോക്കാം എന്താ ചെയ്യേണ്ട. മുകളിലും താഴെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. മുകളിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? താഴെ എന്താ കിട്ടുക? 2 into x minus pi by 2 അല്ലേ? വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. 0/0 ഫോം ആവണം തീർച്ചയായിട്ടും എല്ലാ ഓപ്പറേറ്ററിനും. അപ്പോൾ 2 into x minus pi by 2 into 1. പിന്നെ ഇവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? pi by 2 ഇവിടെ കൊടുക്കുക, ടിക്ക് പകരം pi by 2 കൊടുക്കുക. എന്തോ ആവട്ടെ, കോൺസ്റ്റന്റ് ആണ്. ഇൻറ്റു pi by 2ന്റെ ഡെറിവേറ്റീവ്. pi by 2 ഡെറിവേറ്റീവ് എന്താ കേട്ടോ? pi by 2 ഡെറിവേറ്റീവ് ആണ് 0. അപ്പോൾ ആദ്യത്തെ ടേം 0 ആണ്. മൈനസ് ഇനി എക്സ് ക്യൂബ് കൊടുക്കാം. ടിക്ക് പകരം എക്സ് ക്യൂബ് കൊടുക്കാം. അപ്പൊ എന്താ ആക്ച്വലി വരിക? കോസ് ഓഫ് ടിക്ക് പകരം എക്സ് ക്യൂബ്. അപ്പൊ എക്സ് ക്യൂബ് ഹോൾ റേസ് ടു അല്ല, എക്സ് ക്യൂബ് ഇങ്ങനെ വരും. എക്സ് ക്യൂബ് ഹോൾ റേസ് ടു 1/2 1/3 ഇൻറ്റു എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x². ഇനി ഇവിടെ ലിമിറ്റ് കൊടുക്കാം. ലിമിറ്റ് ഓഫ് x ടെൻഡ്സ് ടു 0, x ടെൻഡ്സ് ടു pi by 2. അത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒറ്റ ലൈനേ ഉള്ളൂ അല്ലേ? അപ്പൊ ഈ റിസൾട്ട് ഇതെന്നാണ് വരുന്നത് മനസ്സിലാക്കുക. അത്രയേ ഉള്ളൂ. അപ്പൊ എക്സ് ക്യൂബ് റേസ് ടു 1/3 എന്താ മക്കളെ? കോസ് എക്സ് ആണ്. അപ്പൊ ദിസ് ഇസ് നത്തിങ് ബട്ട്, ഇതെന്താവും? ദിസ് ഇസ് നത്തിങ് ബട്ട് കോസ് എക്സ്. അപ്പൊ ഞാനത് മാത്രം എഴുതുകയാണെ. ദിസ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഓഫ് എക്സ് ടെൻഡ്സ് ടു pi by 2 എന്താ വരിക? കോസ് എക്സ്. അപ്പൊ 3x² വരും. അപ്പൊ കോസ് എക്സ് 3 പുറത്തെടുത്തോളൂ, -3 പുറത്തെടുത്തോളൂ. അപ്പൊ എന്ത് കിട്ടും? കോസ് എക്സ് ഇൻറ്റു x² ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2 ആണെങ്കിൽ പുറത്തെടുത്തോളൂ, 2 ഇൻറ്റു x minus pi by 2. ഇനി നോക്കൂ, ഇവിടെ x pi by 2 കൊടുത്താൽ വീണ്ടും 0/0 ആണ്. അവിടെ നിങ്ങൾ എലോപ്പിറ്റൽ ഉപയോഗിക്കേണ്ട. എലോപ്പിറ്റൽ ഉപയോഗിച്ചോട് കുഴപ്പമൊന്നുമില്ല. എലോപ്പിറ്റൽ ഉപയോഗിച്ചാൽ ഒരു പ്രാവശ്യം കൂടി ചെയ്യണം, അത്രയേ ഉള്ളൂ. അപ്പോൾ എലോപ്പിറ്റൽ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. വേണമെങ്കിൽ എലോപ്പിറ്റൽ ഉപയോഗിച്ചോളൂ, കുഴപ്പമില്ല. 3/2 ഇൻറ്റു, കാരണം വേറെ ഐഡിയാസ് തോന്നിയില്ലെങ്കിൽ ലിമിറ്റ് കൊടുത്തോളൂ. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു pi by 2 എന്താ വരിക? എലോപ്പിറ്റലായാലും കുഴപ്പമൊന്നുമില്ല. താഴെ എന്താവും? 1 ആവും. മുകളിൽ എന്താ വരിക? x² ഇൻറ്റു കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് സൈൻ എക്സ് പ്ലസ് എന്തോ. ഇത് എഴുതണ്ട, കാരണം എന്താ അറിയോ? കോസ് എക്സ് ഇൻറ്റു 2x ആണ്. കോസ് എക്സ് pi by 2 ആകുമ്പോൾ 0 ആവും. അപ്പോൾ ഇത് 0ത്തിലേക്കേ പോവുക. അപ്പോൾ അത് എഴുതണ്ട. ഓക്കെ, അപ്പോൾ എന്താ? x² sin x. അപ്പോൾ എന്താ വരിക? -3/2 ഇൻറ്റു pi²/4 ഇൻറ്റു 1. ആൻസർ ഇസ് എന്താ ആൻസർ വരിക? -3π²/8. -3π²/8 ആണ് ഉത്തരം. റൈറ്റ്. കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് വരും അല്ലേ? ഇവിടെ മൈനസ് സൈൻ എക്സ് ആവും. അപ്പോൾ ഒരു മൈനസ് ഇവിടെ വരും. അപ്പോൾ 2 മൈനസ് വരും. അപ്പോൾ അവിടെ പ്ലസ് ആവും. ആൻസർ ഇസ് 3π²/8 ആണ് ഉത്തരം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണത്, ഡൂവബിൾ ആണ്. ഓൺലി തിങ് ഇസ് ദാറ്റ് യു മസ്റ്റ് നോ വാട്ട് ഇസ് കോൾഡ് ലെബനിസ് റൂൾ. റൈറ്റ്. അപ്പോൾ ലെബനിസ് റൂൾ അറിഞ്ഞാൽ കഴിഞ്ഞു കേട്ടോ. ലെബനിസ് റൂൾ അറിഞ്ഞാൽ കഴിഞ്ഞു. ഓക്കെ, റൈറ്റ്. ഇനി നമുക്ക് ഈ ചോദ്യം നോക്കാം. ഇത് ഇന്റഗ്രേഷനിൽ ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഇത് സ്റ്റാൻഡേർഡ് ചോദ്യമാണ്. എന്തായാലും വരാവുന്ന ക്വസ്റ്റ്യൻസിൽ പെടുന്നതാണത്. നമ്മൾ ഇവിടെയൊക്കെ എല്ലാവർക്കും ഇത് കറണ്ട് ഉണ്ടല്ലോ.
കേൾക്കുന്നില്ല സൗണ്ട്? തന്നെയാണ്. ഹലോ, സൗണ്ട് ഉണ്ടോ? സൗണ്ട് കേൾക്കുന്നുണ്ടോ? സൗണ്ട് റെഡിയാണോ മക്കളെ? ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ സൗണ്ട്? മക്കളെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ആ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. ഹലോ ഹലോ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇതുപോലത്തെ ചോദ്യം തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുക എല്ലാ എക്സാമിനേഷനും. കഴിഞ്ഞ കൊല്ലം എല്ലാ എക്സാമിനേഷനും ചോദിച്ചിട്ടുണ്ട്. ഇക്കൊല്ലം കഴിഞ്ഞ എക്സാമിനേഷനും ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഓഡ് ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷനിൽ. ഇത് ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഇത് ഈ ഇന്റഗ്രൽ I1 വിചാരിക്കുക. യു ടേക്ക് ദിസ് ആസ് വൺ ഇന്റഗ്രൽ. ഇത് ആദ്യത്തെ ഒരു ഇന്റഗ്രൽ ആയിട്ട് എടുക്കുക, I1 ആയിട്ട് എടുക്കുക. ഇത് വേറെ ഇന്റഗ്രൽ ആയിട്ട് എടുക്കുക, I2 ആയിട്ട്, വേറൊരു ഫംഗ്ഷൻ. രണ്ട് ഇന്റഗ്രൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അത്രയേ ഉള്ളൂ, വെരി സിമ്പിൾ. അപ്പൊ ആദ്യത്തെ ഇന്റഗ്രൽ എന്താ? I1. അപ്പൊ I1ന്റെ വാല്യൂ ഇതാണ്. I1 is equal to integral of -π/2 to π/2. ഇതെന്താ വെച്ചാൽ ഇത് ടൈം കൺസ്യൂമിങ് ആണോ ചോദിച്ചാൽ അല്ല, പ്രൊവൈഡഡ് ഇഫ് യു നോ ദ കൺസെപ്റ്റ് 1 + π⁻x dx. ഇതാണ് I1ന്റെ വാല്യൂ. ഇവിടെ നിങ്ങൾ കിങ്സ് റൂൾ ഉപയോഗിക്കുക. നിങ്ങൾക്കറിയാലോ കിങ്സ് റൂൾ, a to b f of x dx is equal to integral a to b f of a plus b minus x dx ആണ് കിങ്സ് റൂൾ. അപ്പൊ ഇവിടെ കിങ്സ് റൂൾ ഉപയോഗിച്ചാൽ എന്താ? ഓഫ് കോഴ്സ് ഇത് അവിടെ കിങ്സ് റൂൾ, ഇത് ഈവൻ ഫംഗ്ഷൻ അല്ല കേട്ടോ. x² cos x ഈവൻ ആണ്, പക്ഷെ 1 + π⁻x നൈദർ ഈവൻ നോർ ഓഡ് ആണ്. 1 ഈവൻ ആണ്, പക്ഷെ π⁻x നൈദർ ഈവൻ നോർ ഓഡ് ആണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം? കിങ്സ് റൂൾ ഉപയോഗിച്ചാൽ എന്ത് കിട്ടും? അഗെയിൻ I1 is equal to എന്ത് എഴുതാം? ഇന്റഗ്രൽ ഓഫ് -π/2 to π/2. ഇവിടെ ബാധിക്കില്ല, x² + cos x ഡിവൈഡഡ് ബൈ എന്താ വരിക? 1 + π⁻x വരും. അവിടെ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ, 1/π⁻x. ഇത് 1/π⁻x ആയും ഈ π⁻x മുകളിലേക്ക് വരും. അപ്പൊ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഈ π⁻x എന്താവും? 1/, ഇതൊക്കെ സ്റ്റാൻഡേർഡ് ആണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം എന്നാണ് ആ ചോദ്യകർത്താവ് വിചാരിക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണ് ലെങ്തി ആണെന്ന് തോന്നുന്നത് നിങ്ങൾക്ക്. പക്ഷെ ഇത് നിങ്ങൾക്ക് അറിയുന്ന കുട്ടികൾ ചെയ്യും. 1/π⁻x, this is π⁻x plus 1/π⁻x, which can be written as 1 + π⁻x. ഇവിടെ π⁻x വരും, ഇവിടെ π⁻x. ഇത് ആഡ് ചെയ്താൽ x² cos x by 1 + π⁻x കോമൺ ആയതുകൊണ്ട് എന്താവും? 1 + π⁻x into x² plus cos x. Sorry, x² plus cos x അല്ല, x² cos x. x² into cos x. അപ്പൊ x² cos x ഡിവൈഡഡ് ബൈ 1 + π⁻x ഇന്റഗ്രൽ ഓഫ് -π/2 to π/2. ഇത് ഒരു സ്റ്റെപ്പ് അധികം എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. 2I1 = s. ഇനി 1 + π⁻x 1 + π⁻x വെട്ടിപ്പോവും. ഇത് ഈവൻ ഫംഗ്ഷൻ ആവും. x² cos x ഈവൻ ആണ്. അപ്പൊ അതിന് ട്വൈസ് ഓഫ്, ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ ട്വൈസ് ഓഫ് എഴുതാലോ നിങ്ങൾക്ക്. അപ്പൊ ദിസ് ഇസ് ട്വൈസ് ഓഫ് 0 to π/2. ഈ 2 വെട്ടിപ്പോവും. I1 = this കിട്ടും. ഇത് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ആണ്. x² cos x. അപ്പൊ x² cos x ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യുക. ഇറ്റ് ഇസ് x² into integral of second. It is sin x 0 to π/2 minus, അല്ലെ, 0 to π/2
minus integral of derivative of the first into integral of second sin x dx. ഓ അവിടെ വേറൊരു പ്രശ്നം കൂടി ഉണ്ട്, വീണ്ടും ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ഉപയോഗിക്കണം, അതാണ് ഇതിൽ കുഴപ്പമല്ലേ. അപ്പം I1ന്റെ വാല്യൂ എന്താ, യു ഗെറ്റ് ദ വാല്യൂ ഓഫ് I1 ആസ് എന്താ, I1ന്റെ വാല്യൂ കിട്ടുക മക്കളെ, ഇവിടെ π/2 കൊടുത്താൽ π²/4 വരും അല്ലേ, π²/4 വരും. ഇവിടെ കണ്ടോ, ഇവിടെ വീണ്ടും ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യണം, എന്താ വേണ്ട, മൈനസ് ഓഫ് ട്വൈസ് ഓഫ് എക്സ് സൈൻ എക്സ് വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യാം, എക്സ് ഇൻറ്റു മൈനസ് കോസ് എക്സ് 0 to π/2 മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. അപ്പോൾ ഇന്റഗ്രൽ ഓഫ് 0 to π/2 ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് ഇസ് 1 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സ് ഇസ് മൈനസ് കോസ് എക്സ്. അപ്പോൾ ഇവിടെ പ്ലസ് കോസ് എക്സ് വരും. കുറച്ച് ലെങ്തിയാണ്, എന്നാലും ഡൂവബിൾ ആണ്. അപ്പോൾ ഇവിടെ π/2 കൊടുത്താൽ 0 0 കൊടുത്താലും 0, അപ്പോൾ ഇത് മൊത്തം 0. അപ്പോൾ ഇത് നോക്കേ വേണ്ട, ദിസ് ഇസ് 0, ഇത് 0ആണ്. ഇനി ഇവിടെ കോസ് എക്സ് ആണ്, കോസ് എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ എക്സ് വരും. അപ്പോൾ സൈൻ എക്സ് ആകുമ്പം സൈൻ എക്സ് 0 to π/2, അപ്പോൾ ദ വാല്യൂ ദിസ് ഇസ് 1, ഇത് 1 ആണ്. അപ്പോൾ വാട്ട് യു ഗെറ്റ് ഇസ് ദിസ്, എന്താ വരിക, യു ഗെറ്റ് 2 ഇക്വൽ ടു I1ന്റെ വാല്യൂ എന്താ, I1 ഇസ് π²/4 മൈനസ് 2 മാത്രമേ ഉണ്ടാവും. അപ്പോൾ ദിസ് ഇസ് I1. അപ്പോൾ യു ഗോട്ട് ദ വാല്യൂ ഓഫ് I1 കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ യു ഗോട്ട് ദ വാല്യൂ ഓഫ് I1 ആസ്, I1ന്റെ വാല്യൂ എന്താ, π²/4 മൈനസ് 2. ഇനി I2ന്റെ വാല്യൂ ആണ്, I2 എന്താ, I1ന്റെ വാല്യൂ ആണ് π²/4 മൈനസ് 1. അപ്പോൾ അത് നമുക്ക് അവിടെ എടുത്ത് വെക്കാം. π²/4. ഇനി മറ്റേ എടുക്കാം, മറ്റേ എന്താ, I2. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് I2? I2 ഇസ് ഇക്വൽ ടു, അത് സിമ്പിൾ ആണ്, നോക്കൂ, മൈനസ് π/2 to π/2, ഇതേ ലോജിക്, മൈനസ് π/2 to π/2 എന്ത് ചെയ്താൽ മതി, 1 പ്ലസ് സൈൻ സ്ക്വയർ, 1 പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇ റേസ് ടു എക്സ്. കേട്ടോ, ഇതൊരു ഓഡ് ഫംഗ്ഷൻ ആണ് കേട്ടോ. ഈ പൈ റേസ് ടു എക്സിന് ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഈ പവർ ഓഡ് ആവണം എന്ന് മാത്രമേ ഉള്ളൂ. കണ്ടോ, ഇവിടെ പൈ റേസ് ടു മൈനസ് എക്സ് ആവും, അത് 1 ബൈ പൈ റേസ് ടു എക്സ് ആവും, പൈ റേസ് ടു എക്സ് മുകളിൽ വരും, ആഡ് ചെയ്യുമ്പോൾ അത് വെട്ടിപ്പോവും. അതേപോലെ സൈൻ എക്സ് റേസ് ടു 2023 ആണ്. അപ്പോൾ എക്സ് ഇവിടെ കിങ്സ് റൂൾ ഉപയോഗിച്ചാൽ ഇവിടെ മൈനസ് ബാധിക്കില്ല, ഇവിടെ മൈനസ് ബാധിക്കില്ല, ഇവിടെ മൈനസ് ബാധിക്കില്ല, ഇവിടെ മാത്രമേ മൈനസ് ബാധിക്കുക. അപ്പോൾ ഇവിടെ എന്താവും, മൈനസ് സൈൻ എക്സ് റേസ് ടു 2023 ആവും, അത് 1 പ്ലസ് ഇ റേസ് ടു ആവും, ഈ ഇ റേസ് ടു മുകളിൽ വരും, ആഡ് ചെയ്യുമ്പോൾ അതങ്ങോട്ട് പോവും. അപ്പോൾ വാട്ട് യു ഗെറ്റ് ഇസ് വെറും ഇത് മാത്രമേ ഉണ്ടാവും, dx. അപ്പോൾ ഇത് ഈവൻ ഫംഗ്ഷൻ ആയിട്ട് 2I2ന്റെ വാല്യൂ എന്താ, ഇത് 2I2ന്റെ വാല്യൂ ആണ്, 2I2 ആയിരിക്കും അതല്ലേ, 2I2 ആയിരിക്കും ഇത് കിങ്സ് റൂൾ ഉപയോഗിക്കുക അല്ലേ, 2I2 ഈസ് ഈക്വൽ ടു ദിസ് അല്ലേ, അങ്ങനെയല്ലേ വരിക. വാട്ട് യു ഗെറ്റ് ഇസ് ദിസ്, ഞാൻ വേണമെങ്കിൽ അത് എഴുതാം, ഇത് കൺഫ്യൂഷൻ ആവണ്ട. I2ന്റെ വാല്യൂ ആണ് ഇന്റഗ്രൽ ഓഫ് മൈനസ് π/2 to π/2, കുറച്ച് ലെങ്തിയാണ് എന്നാലും ഡൂവബിൾ ആണ്, 1 പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഇ റേസ് ടു സൈൻ എക്സ് റേസ് ടു 2023. ഇതൊക്കെ എഴുതാൻ തന്നെ സമയം എടുക്കും. ഇനി കിങ്സ് റൂൾ ഉപയോഗിച്ചാൽ I2ന്റെ വാല്യൂ എന്താ, മൈനസ് π/2 to π/2. ഇതൊന്നും എഴുതണ്ടെന്നാണ്, മെഡിക്കലൊന്നും എഴുതില്ല, 1 പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1 ബൈ ഇ പവർ സൈൻ എക്സ് റേസ് ടു 2023. അത് മുകളിലേക്ക് വരും, കൂട്ടുമ്പോൾ അത് വെട്ടിപ്പോവും. ആൻസർ വിൽ ബി 2I2 ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് മൈനസ് π/2 to π/2 എന്താ കിട്ടുക, 1 പ്ലസ് സൈൻ സ്ക്വയർ എക്സ്. അപ്പം ഇത് ഈവൻ ആണ്, 2I2 ഇതല്ലേ വരെ 2I2. അപ്പം ഇത് ഈവൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ട്വൈസ്. അപ്പം ട്വൈസ് എഴുതാം. ഇവിടെ 0 ആയി, 2 വെട്ടിപ്പോയി. π2ന്റെ വാല്യൂ എന്താ, 1 ഇന്റഗ്രൽ എന്താ, π/2 മൈനസ് സൈൻ സ്ക്വയർ എക്സ് ഇന്റഗ്രൽ 0 to π/2 എന്നാ മക്കളെ നിങ്ങൾക്ക് അറിയാം, ഇന്റഗ്രൽ 0 to π/2 വീണ്ടും കിങ്സ് റൂൾ ഉപയോഗിക്കാം, സൈൻ സ്ക്വയർ ഇവിടെ കോസ് സ്ക്വയർ വരും, ആഡ് ചെയ്താൽ 1 വരും, π/4. അപ്പോൾ ഇത് π/4 ആണ്, π/2 പ്ലസ് π/4. ആൻസർ ഇസ് 3π/4. അപ്പോൾ I2ന്റെ വാല്യൂ 3π/4 ആണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അതാണ് ഇതിലെ ഐഡിയ. അപ്പോൾ എന്താ ആൻസർ, അപ്പോൾ ഇതിന്റെ മൊത്തം ആൻസർ എന്താ മക്കളെ, മൊത്തം ആൻസർ ഇങ്ങനെയാ വരും. മൊത്തം ആൻസർ വിൽ ബി എന്താവും, π²/4 പ്ലസ് 3π/4 മൈനസ് 2. മൈനസ് 2 ഓൾറെഡി ഉണ്ട് അല്ലേ, അപ്പൊ ഇത് മാത്രം നോക്കിയാൽ പോരെ. അപ്പം ഇതിൽ π/4 കോമൺ എടുത്തോളൂ, π/4 കോമൺ എടുത്താൽ എന്താ കിട്ടുക, π/5 പ്ലസ് 3 അല്ലേ, 5 പ്ലസ് 3 മൈനസ് 2.
ഓ ആൽഫ ഇസ് ഈക്വൽ ടു 3 ആണ് ആൻസർ. പക്ഷെ ഇത് ഡൂവബിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു 4 മിനിറ്റ് ഒക്കെ എടുക്കും. എന്നാലും ചെയ്തോളൂ. ചെയ്തിട്ടില്ലെങ്കിൽ കാരണം കുറേ പേര് ചെയ്തിട്ടുണ്ടാവില്ല ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്താൽ ഭയങ്കര എഫക്റ്റാണ്. ഇത് പക്ഷേ വളരെ സ്റ്റാൻഡേർഡ് ആണ്. ഇത് പഠിക്കണം. ഈ പരിപാടി പഠിച്ചു പോയാൽ എന്തായാലും നിങ്ങൾക്ക് വരുന്ന സെഷനിൽ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. വേണമെങ്കിൽ ഈ പൈക്ക് പകരം 2024 ആവാം. 1 + 2024 റേസ് ടു എക്സ് അങ്ങനെയാവാം. ഒറ്റ കൺസെപ്റ്റേ ഉള്ളൂ. ഈ ഇതിന്റെ പവറിലുള്ള ഫംഗ്ഷൻ ഓഡ് ആണ്, നിർബന്ധമാണ്. ഇവിടെ sin x ആവാം, tan x ആവാം, log x + √x² + 1 ആവാം. കാരണം ഓഡ് ഫംഗ്ഷൻ ആവണമെന്ന് മാത്രമേ. log 1 + x/1 - x ആവാം. അപ്പൊ റേസ് ടു log 1 - x/1 + x ആണെന്ന് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട. ഓഡ് ആയാൽ മാത്രം മതി, അത് പോകാനുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം 9ാമത്തെ. sin x - cos x × sin square x / sin x cos square x + tan x sin cube x dx. ഇന്റഗ്രേഷനിലെ പല ചോദ്യങ്ങളും കൺസെപ്റ്റ് ഓറിയന്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എങ്ങനെയാ ചെയ്യാം നോക്കൂ. sin x, അപ്പൊ താഴെ ഡിനോമിനേറ്ററിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഡിനോമിനേറ്ററിൽ sin cube x അല്ലെ, tan x പുറത്തെടുക്കാം. യു ടേക്ക് tan x ഔട്ട്സൈഡ്. tan x പുറത്തെടുത്താൽ ഇവിടെ എന്ത് കിട്ടും? sin cube x വരും. നോക്കൂ, ഇതെന്ത് tan x ആ പറഞ്ഞത്, sin x / cos x. അപ്പൊ ഇത് sin x / cos x × cos cube x എഴുതി കൂടെ. അപ്പൊ ഇവിടെ cos cube x വരും പ്ലസ് sin square x അല്ലെ. മുകളിലെ sin x - cos x. ഇത് മാത്രമാണ് ഈ ചോദ്യത്തിലെ പിടുത്തം. sin x - cos x × sin square x. ഇനി നമുക്ക് sin square x വെട്ടാം. sin square x sin x × sin x. ഇത് sin x / cos x ആണ്. അപ്പൊ ഇത് വെട്ടിയാൽ ഇത് വെട്ടിയിട്ടുണ്ടെങ്കിൽ മുകളിൽ ഒരു cos x വരും. sin x × cos x വരും. റൈറ്റ്. അപ്പം ഇതാണ് ഇന്റഗ്രൽ. അപ്പൊ ഇങ്ങനെ ഇനി എന്ത് ചെയ്താൽ മതി? ഇനി എന്ത് ചെയ്താൽ മതി? cos cube x + sin cube x ന് t കൊടുത്താൽ പോരെ. യു ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്, യു ജസ്റ്റ് put cos cube x + sin cube x = t. കാരണം താഴത്തിന്റെ ഡെറിവേറ്റീവ് അല്ലേ മുകളിലുള്ളത്, അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തൂടെ. നോക്കൂ, cos cube x ന്റെ ഡെറിവേറ്റീവ് എന്താ? 3 cos square x × -sin plus 3 sin square x into cos x dx is equal to dt. അതല്ലേ മുകളിലുള്ളത്? 3 sin x into sin x. അതെ, 3 sin x cos x. അതോ sin x cos x പുറത്തെടുത്താൽ sin x - cos x. ശരിയാണ്. അതെ, അപ്പൊ this is 3 into sin x cos x. 3 sin x cos x into sin x - cos x dx is equal to dt. കഴിഞ്ഞു. കണ്ടേ, എത്ര വേഗം കഴിഞ്ഞു. അപ്പൊ ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടിയാൽ കഴിഞ്ഞു. ആൻസർ വിൽ ബി, ഇതിന്റെ വാല്യൂ എന്താ? 1/3 ഇന്റഗ്രൽ dt/t. ഓ കഴിഞ്ഞു, dt/t. ആൻസർ വിൽ ബി 1/3 ln t. ln mod t plus c. വേണമെങ്കിൽ t ക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ വാട്ട്സ് യുവർ ആൻസർ? ആൻസർ വിൽ ബി 1/3 ln mod t ക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താ t? sin cube x plus cos cube x plus c. അപ്പോൾ ദിസ് ഇസ് ദ ആൻസർ. ഓക്കെ, സിമ്പിൾ അല്ലേ മക്കളെ? വളരെ സിമ്പിൾ ചോദ്യമാണ് കേട്ടോ. അടുത്ത ചോദ്യം കോംപ്ലക്സ് നമ്പേഴ്സിലെ ചോദ്യമാണ്. കോംപ്ലക്സ് നമ്പേഴ്സിൽ കഴിഞ്ഞ ദിവസവും അതെ വളരെ സിമ്പിൾ ചോദ്യമാണ് ചോദിച്ചത്. മോഡ് സെറ്റ് മൈനസ് ആയി, മോഡ് സെറ്റ് പ്ലസ് ആയി, മോഡ് സെറ്റ് പ്ലസ് ആയി, എന്താ പറയട്ടെ, എത്ര റൂട്ട്സ് ഉണ്ടെന്ന് അല്ലേ. അതുപോലെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് കോംപ്ലക്സ് നമ്പറിൽ ചോദിക്കുന്നത്. സാധാരണ കോംപ്ലക്സ് നമ്പർ ഭയങ്കര ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറ് കഴിഞ്ഞ കൊല്ലമൊക്കെ. പക്ഷെ ഇപ്പൊ സിമ്പിൾ ചോദ്യം ചോദിച്ചത് കേട്ടോ. സെറ്റിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, ½ - 2y. ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ എന്താണെന്ന് ചോദ്യം അല്ലേ. അപ്പം സെറ്റിന്റെ വാല്യൂ നമുക്കറിയാം. സെറ്റിന്റെ വാല്യൂ എന്താ? മോഡുലസ് ഓഫ് സെറ്റിന്റെ വാല്യൂ എന്താ മക്കളെ? സെറ്റിന്റെ വാല്യൂ മോഡുലസ് ഓഫ് ½ - 2y plus 1 is equal to alpha into സെറ്റിന് പകരം ½ - 2y plus beta into I plus 1. വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഇത് എത്രയാണ് വരിക? 1 + ½
3 by 2. 3 by 2, 3 by 2 plus 4. Modulus of, what is modulus of x plus iy? Modulus of x plus iy value in the root of x square plus y square. എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിന്റെ മോഡുലസ് എടുക്കുക. 1 plus real part. 1 plus 1 by 2, 3 by 2. 3 by 2 square is 9 by 4. Plus imaginary part plus 4. അതിന്റെ റൂട്ട് അതാണ് മോഡുലസ്. ഇസ് ഈക്വൽ ടു ഇത് റിയൽ പാർട്ട് ആക്കി എഴുതിക്കോളൂ. റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് എഴുതിക്കോളൂ. എന്താ കിട്ടുക? ആൽഫ ബൈ 2 പ്ലസ് ബീറ്റ അല്ലേ? ഇതാണ് റിയൽ പാർട്ട്. ഇമാജിനറി പാർട്ടോ പ്ലസ് ഐ ഇൻറ്റു alpha
സോറി. അപ്പം മോഡുലസ് ഓഫ് ഇതിൻ്റെ മോഡുലസ് നിങ്ങൾക്ക് അറിയാലോ, എക്സ് പ്ലസ് ഐയുടെ മോഡുലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അപ്പം എല്ലാവരും ഇല്ലേ, വെൽക്കം ബാക്ക്. റൈറ്റ്. അപ്പോൾ ഇവിടെ 9/4 പ്ലസ് 4ൻ്റെ വാല്യൂ ഇത്ര മക്കളെ 9 + 16 25. 25/4 5/2 ആണ്. ഒരു മിനിറ്റ്, ഞാൻ ഇവിടെ എഴുതാൻ പറ്റുമായി. റിയൽ പാർട്ട് എഴുതുമ്പോൾ α/2 പ്ലസ് ബീറ്റ, ഐ പാർട്ട് എടുത്താൽ എന്താ വരിക -2 ആൽഫ പ്ലസ് ബീറ്റ. റൈറ്റ്. അപ്പോൾ 2 ഇക്വേഷൻസ് വരും, കഴിഞ്ഞു. ദാറ്റ്സ് ഓൾ. അപ്പോൾ -5/2 ഈക്വൽസ് α/2 പ്ലസ് ബീറ്റ പ്ലസ് ഐ ഇൻറ്റു -2 ആൽഫ പ്ലസ് ബീറ്റ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് ചോദ്യം വരാറില്ലേ സാധാരണ കേട്ടോ. ഇപ്പോൾ 2 ഇക്വേഷൻസ് വരും. ഏതൊക്കെയാണ് 2 ഇക്വേഷൻസ്? -2 ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ 0 ആണ്. പിന്നെയോ ആൽഫ പ്ലസ് 2 ബീറ്റയുടെ വാല്യൂ 5 അല്ലേ? α/2 പ്ലസ് 5/2. റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ വേണമെങ്കിൽ ഇവിടെ 2 ആൽഫ എടുത്തോളൂ. 2 ആൽഫ ഈക്വൽസ് 2 ആൽഫ പ്ലസ് ഇതും 4ഉം 10ഉം ആയിക്കോളൂ അല്ലേ? 4 10 ആക്കാം. അപ്പോൾ ഇത് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ ചോദിച്ചു അല്ലേ? 2 ആൽഫ പ്ലസ് 2 ബീറ്റ ഇസിക്കൽ 5 അല്ലേ? അപ്പോൾ 2 ആൽഫ പ്ലസ് 4 ബീറ്റ 10 ആണ്. അപ്പോൾ ആഡ് ചെയ്യുമ്പം 5 ബീറ്റയുടെ വാല്യൂ 10 ആണ്. അപ്പോൾ ബീറ്റയുടെ വാല്യൂ 2 ആണ്. പിന്നെ ബീറ്റയുടെ വാല്യൂ 2 ആണെങ്കിൽ ആൽഫയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ ആൽഫയുടെ വാല്യൂ 1 ആണ്. ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ 3 ആണ്. അപ്പോൾ 3 ഈസ് ആൻസർ. അതൊരു സിമ്പിൾ ചോദ്യത്തിലാണ്, വളരെ സിമ്പിൾ ഈസി ക്വസ്റ്റ്യനിൽ പെടുത്താം നമുക്ക്. ഇതൊരു വിചിത്രമായിട്ടുള്ള ചോദ്യമാണ്. സ്റ്റാറ്റിസ്റ്റിക്സിൽ സാധാരണ സിമ്പിൾ ചോദ്യം ചോദിക്കുന്നതാണ് പറയുക. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, സ്റ്റാറ്റിസ്റ്റിക്സ്, സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ഒക്കെ ഇപ്രാവശ്യം ഒഴിവായിട്ടുണ്ട്. സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, റിമൈൻഡർ പ്രോബ്ലം അതൊക്കെ ഒഴിവായിട്ടുണ്ട്. പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്സ് വന്നത് ഗുണ്ട് ചോദ്യമായിട്ടാണ്. റെഡി? അപ്പം നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ചെയ്യാം. സ്റ്റാറ്റിസ്റ്റിക്സ് കണ്ടു വലിയ നമ്പറാണ്. ഈ വലിയ നമ്പറിൻ്റെയൊക്കെ മീൻ കാണുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും ടെക്നിക്ക് ഉപയോഗിക്കേണ്ടി വരും തോന്നുന്നു. നോക്കാം നമുക്ക്. 60 60 44 58 68 ആൽഫ ബീറ്റ 56. എത്ര ആൾക്കാരുണ്ട്? 1 2 3 4 5 6 7 8 ആൾക്കാരുണ്ട് അല്ലേ? ഇത്ര 8 പീപ്പിൾ, 8 ആൾക്കാരുണ്ട്. 58 മീൻ 58ആണ് വേരിയസ്. അപ്പം ഇത്ര വലിയ നമ്പർ ആകുമ്പോൾ ഏറ്റവും നല്ലത് എന്താ അറിയാം? ചെറിയ നമ്പർ ആക്കാം. ചെറിയ നമ്പർ ആക്കാൻ ഏറ്റവും നല്ലത് 50 സബ്ട്രാക്ട് ചെയ്യാം. യു സബ്ട്രാക്ട് 50. നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, മീൻ ഈസ് ഡിപ്പെൻഡിങ് ഓൺ ദ ചേഞ്ച് ഓഫ് സ്കെയിൽ ആസ് വെൽ ആസ് ചേഞ്ച് ഓഫ് ഓറിജിൻ. വേരിയൻസ് ഇസ് ഇൻഡിപെൻഡൻറ്റ്. വേരിയൻസ് എല്ലാം MD അതെ, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എല്ലാം ഇൻഡിപെൻഡൻറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഒറിജിൻ ആണ്. ബട്ട് ഡിപ്പെൻഡ്സ് ഓൺ ചേഞ്ച് ഓഫ് സ്കെയിൽ. അപ്പോൾ ഞാൻ എല്ലാറ്റിനോടും ഒരു 50 കുറച്ചാൽ എന്താ വരിക? 10 44 -50 -6 58 -50 8 68 -50 18 ആൽഫ -50 ബീറ്റ -50 പിന്നെ 56 -50 6. അപ്പോൾ മീൻ എന്താവും? മീൻ വിൽ ബി, പുതിയ മീൻ എന്താവും? ദിസ് ഇസ് ന്യൂ മീൻ. ന്യൂ മീൻ വിൽ ബി 50 അല്ല 58 -50. 58 -50 എത്ര? 8. പക്ഷേ വേരിയൻസ് അത് തന്നെയാണ്. വേരിയൻസ് ഹാസ് നോ എഫക്റ്റ്. കുറച്ചു വെച്ചിട്ട് വേരിയൻസ് മാറില്ല. അത് ഓർക്കുക. കുറച്ചു ഒരു നമ്പർ കുറയ്ക്കുക അല്ലെങ്കിൽ ഒരു നമ്പർ കൂട്ടുക, അത് ചേഞ്ച് ഓഫ് ഒറിജിൻ ആണ്. അപ്പോൾ ചേഞ്ച് ഓഫ് ഒറിജിൻ ഹാസ് നോ എഫക്റ്റ് ഓൺ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. അത് എപ്പോഴും ഓർക്കുക. പക്ഷേ മീനിനെ ബാധിക്കും. അപ്പം ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയറിൽ ചോദിച്ചാൽ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം തന്നെ ആൽഫ പ്ലസ് ബീറ്റ കിട്ടും അല്ലേ? ഇതെല്ലാം കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ കിട്ടില്ലേ? നോക്കൂ, 10 10 20 6 6 പോയി, 18 8 26 36 20 16 36 അല്ലേ? 36 പ്ലസ് ആൽഫ പ്ലസ് ബീറ്റ -100 അല്ല, -100 ശരിയല്ലേ? 6 6 വെട്ടിപ്പോയി. ഇത് 18 8 26 26 20 26 20 46 ആണല്ലേ? 18 8 26 26 20 46 ആണ്. സോറി, തെറ്റിപ്പോയി. 26 18 8 26 26 10 36 10 46 ശരി. 46. ഈ -6ഉം 6ഉം വെട്ടിപ്പോകും. പിന്നെ ആൽഫ പ്ലസ് ബീറ്റ -100 ബൈ 8. ഇതാണ് 8 റൈറ്റ് അല്ലേ?
അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ കിട്ടില്ലേ മക്കളെ? വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ആൽഫ പ്ലസ് ബീറ്റ? ഇവിടെ 64 വരും. 46 100 കുറച്ചാൽ എത്ര കിട്ടുക? അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ എന്താ കിട്ടുക? ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽസ് 100 അങ്ങോട്ട് കൊണ്ടുപോയിക്കോളൂ, പിന്നെ 46 അങ്ങോട്ട് കൊണ്ടുപോവുക, പിന്നെ ഇവിടെ 64 ഉണ്ട് അല്ലേ? അപ്പം 64 46 100 ഇത് കുറയ്ക്കുന്നതൊക്കെ വേഗം തെറ്റും, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പം ക്ഷമിക്കാം. 4 9 54 ഉണ്ടാവും. 54 64 കൂടി കൂട്ടിയാൽ എത്ര കിട്ടും? 8 11 ശരിയല്ലേ? 118. അപ്പോൾ നമുക്കൊരു കാര്യം കിട്ടി. ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ 118 ആണ്. അപ്പോൾ അവിടെ വെക്കാം. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ 118 ആണ്. ഇത് കൂട്ടി ശരിയല്ലേ? 46 100 46 കുറയ്ക്കുക, 0 50 ശരിയാണ്. 56 54 64 44 8 11 118 ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ. ഓക്കെ, അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ കിട്ടി. ഇതാണ് ഒരു വഴി, ഒരു കാര്യം ചെയ്തുകൊണ്ട്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ വാട്ട് ഇസ് ദ വേരിയൻസ്? വേരിയൻസ് ഫോർമുല എന്താ? 2 ഫോർമുലയുണ്ട്. സിഗ്മ എന്താ വേരിയൻസിന്റെ ഫോർമുല പറയും മക്കളെ? സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ബൈ എൻ. ഇതാണ് ഫോർമുല. ഇതൊരു ഫോർമുലയാണ്. മറ്റേത് എക്സ് ഐ സ്ക്വയർ ബൈ എൻ മൈനസ് എക്സ് ബാർ സ്ക്വയർ. 2 ഫോർമുലയുണ്ട്. പക്ഷേ ഈ ഫോർമുല ഉപയോഗിച്ചാൽ എളുപ്പമാണ് തോന്നുന്നു എനിക്ക്. ഇതാണ് എക്സ് ഐ, കുറച്ചതാണ് 10. കുറച്ച് വെച്ചിട്ട് വേരിയൻസ് മാറില്ലല്ലോ. അപ്പോൾ 10 മൈനസ് 6 8 18 ആൽഫ മൈനസ് 50 ബീറ്റ മൈനസ്, ഇത് ലെങ്തിയാണ്, ലെങ്തി ആയിട്ടുള്ള ചോദ്യമാണ്, കുഴപ്പമില്ല, ചെയ്ത് നോക്കാം. 6 ഇതാണ് എക്സ് ഐ. ഇനി എക്സ് ഐ മൈനസ് എക്സ് ബാർ ചെയ്യാം. ഇവിടെ എക്സ് ബാർ 8 ആണ് കേട്ടോ. സ്ക്വയർ ചെയ്തോളൂ, അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്തോളൂ, കുഴപ്പമില്ല. അപ്പോൾ എക്സ് ഐ മൈനസ് 8 സ്ക്വയർ. ചില പുതിയ എക്സ് ബാർ എടുക്കണം കേട്ടോ. എക്സ് ബാർ മൈനസ് 8 ആണ്. അപ്പോൾ 10 മൈനസ് 8 2 4 സ്ക്വയർ അല്ലേ? 4 മൈനസ് 6 മൈനസ് 8 മൈനസ് 6 8 14 മൈനസ് 14 സ്ക്വയർ എത്രയാ? 196 ആണോ? തെറ്റിപ്പോവാ. 14 4 16 കരി 1 56 196 ശരിയാ, 196. 14 സ്ക്വയർ 196 ആണ്, 196. പിന്നെ 8 മൈനസ് 8 ഉണ്ടാവില്ല, ആവും, സന്തോഷമായി. 18 മൈനസ് 8 10 100. വെരി ഗുഡ്. ആൽഫ മൈനസ് 50 മൈനസ് 8, അപ്പോൾ ആൽഫ മൈനസ് 58. അപ്പോൾ അങ്ങനത്തെ എഴുതിക്കോളൂ, ആൽഫ മൈനസ് 58 സ്ക്വയർ ബീറ്റ മൈനസ് 58 സ്ക്വയർ. പിന്നെ 6 മൈനസ് 8 4 അല്ലേ? ഇതെല്ലാം കൂടി കൂട്ടുക, അത്രയേ ഉള്ളൂ. അപ്പം 4 4 4 12 196 296 അല്ലേ? 296 196 പ്ലസ് 12 എത്രയാ അല്ലേ? 4 4 4. അപ്പോൾ 8 0 3. അപ്പം 308 പ്ലസ് ആൽഫ മൈനസ് 58 സ്ക്വയർ പ്ലസ് ബീറ്റ മൈനസ് 58 സ്ക്വയർ ഡിവൈഡഡ് ബൈ 8. ഇതാണ് എന്ത്? 66.2. ഓ, 66.2 മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടില്ലല്ലോ. 8 ആകുമ്പോൾ കിട്ടില്ലല്ലോ. ബൈ 8 അല്ലേ? അപ്പം നിർത്തിയില്ല, ഡെസിമലായിരിക്കും ആൻസർ, ഫ്രാക്ഷണൽ ഇതുണ്ടാവില്ല. അപ്പോൾ അത് ചെയ്ത് നോക്കുക, അത്രയേ ഉള്ളൂ. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ആണ് ചോദിച്ചത്. അപ്പം ശരിയാണ്, ആൽഫ പ്ലസ് ബീറ്റ അറിയാമല്ലോ. അപ്പോൾ കഴിഞ്ഞു. അപ്പോൾ വാട്ട് ഇസ് ദ ആൻസർ? 308 പ്ലസ് ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ മൈനസ് 58 ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ. ആൽഫ പ്ലസ് ബീറ്റ എത്രയാണ്? 118. പിന്നെ മൈനസ് 58 സ്ക്വയർ, എന്തൊരു കഷ്ടമല്ലേ, പ്ലസ് 58 സ്ക്വയർ ഇസ് ഈക്വൽ ടു 8 അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 8 16 കരി 1 6 8 48 1 49 കരി 4 6 8 48 4 48 4 എത്രയാണ്? 52 ശരിയല്ലേ? 8 16 കരി 1 6 8 48 1 49 കരി 4 6 8 48 4 52. കുറച്ച് കടനായി. അപ്പോൾ എന്താ കിട്ടുക? ഇതെല്ലാം കൂടി ചെയ്യാം. അപ്പോൾ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ കാണാം. ഞാനത് ചെയ്യുന്നില്ല, ബാക്കി നിങ്ങൾ ചെയ്യണം കേട്ടോ. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഇസ് ഈക്വൽ ടു, അത് നിങ്ങൾ ചെയ്യാം. 58 കുറയ്ക്കാം, ഇത് മൾട്ടിപ്ലൈ ചെയ്യേണ്ട തോന്നുന്നു. 58 കുറയ്ക്കാം, അതായത് 58 പുറത്തേക്ക് എടുത്താൽ എന്താ വരിക? 58 പുറത്തേക്ക് എടുത്താൽ മൈനസ് 118 പ്ലസ് 58. അപ്പോൾ എത്ര കിട്ടാം? 118 58 കുറച്ചാൽ 0 6 ആണോ? 60. അപ്പോൾ 58 ഇൻറ്റു 60 ആണ്. മൈനസ് 58 ഇൻറ്റു 60 ആണോ? മൈനസ് 58 ഇൻറ്റു 60. മൈനസ് 58 ഇൻറ്റു
118 മൈനസ് 58. അപ്പോൾ 60 അല്ലേ വരിക? അപ്പോൾ 60. 58 ഇൻറ്റു 60 എത്രയാ? 58 ഇൻറ്റു 60. 0, 6 6 40 carry 4, 6 5 13 4 34. 31 40. അതിന് അത് മൈനസാണ്. മൈനസ് 3480. അപ്പോൾ ആക്ച്വലി 3480 അങ്ങോട്ട് വരും. 3480 മൈനസ് 308 പ്ലസ് 529.6. അത് ഞാൻ ചെയ്യുന്നില്ല, ബാക്കി നിങ്ങൾ ചെയ്യാം കേട്ടോ. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റാ സ്ക്വയർ. പക്ഷേ ഇങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ, വേറെ ഒരു വഴിയില്ല. ആ വലിയ നമ്പർ ഒന്നും എന്തായാലും എടുക്കാൻ പാടില്ല. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. പക്ഷേ ഇന്നത്തെ ചോദ്യമൊക്കെ ചോദിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ അക്രമമാണ്. അത്രയേ ഉള്ളൂ. കാരണം കാൽക്കുലേറ്റർ ഒന്നും ഇല്ലാതെ എങ്ങനെയാണ് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുക? പക്ഷേ ഇതിലെ കൺസെപ്റ്റ് ഇതാണ്. പക്ഷേ ഇത്ര ഇത് ചെയ്താൽ റിവാർഡ് ഉണ്ടാവും. കാരണം ഇത് കൂട്ടാൻ വലിയ പ്രയാസമൊന്നും ഇല്ലല്ലോ. ഓക്കെ, പ്ലസ് 6 ആണ്. അപ്പോൾ 0.6 ഉള്ള ചോയ്സ് ഏതാന്ന് നോക്കാം കേട്ടോ. ഇത് പ്ലസ് അല്ലേ? അപ്പോൾ 0.6 ഉള്ള ചോയ്സ് ചിലപ്പോൾ ഒറ്റൊന്നേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടുന്ന് തന്നെ നമുക്ക് ജമ്പ് ചെയ്യാൻ പറ്റുമായിരിക്കും, കുഴപ്പമില്ല. ഓക്കെ, ലീനിയർ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ലീനിയർ അല്ലേ? dy by dx minus sin 2x by 1 plus cos square x y plus sin x into 1 plus direct ആണ്. In the formula dy by dx plus py is equal to q. Linear form. In the integrated factors, e raised to integral p dx. What is the solution? Y into e raised to integral p dx is equal to integral of q into e raised to integral p. ഈ ഫോർമുല ഞാൻ പറയുന്നത് ഇതൊക്കെ പഠിച്ചു പോകണം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസേ വരുന്നുള്ളൂ. അതുകൊണ്ട് എന്താണ് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ അല്ല, ഇന്റഗ്രേഷൻ കുറച്ച് പഠിച്ചില്ലെങ്കിലും ഡിഫറൻഷ്യൽ ഇക്വേഷൻ വളരെ സിമ്പിൾ ചോദ്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് പഠിക്കാം. ഇതാണ് ഫോർമുല, വളരെ സിമ്പിൾ ആണത്. ഓക്കെ, അപ്പോൾ ഇത് പി പറയുന്നത് എന്താ? വാട്ട് ഇസ് പി? sin 2x by 1 plus cos square x ആണ്. അപ്പോൾ ഇന്റഗ്രേറ്റീവ് ഫാക്ടർ is equal to e raised to integral, ഒരു മൈനസ് ഉണ്ട് അല്ലേ, മൈനസ് sin 2x ഡിവൈഡഡ് ബൈ 1 plus cos square x dx. അപ്പോൾ 1 plus cos square x അതെ, cos square x ഡെറിവേറ്റീവ് ആണ്. cos square x ഡെറിവേറ്റീവ് എന്താ? 2 cos x into minus sin x. ശരിയാണ്. e raised to ln 1 plus cos square x. അവിടെ cos square x 1 plus cos square x പോസിറ്റീവ് ആയതുകൊണ്ട് മോഡ് ആവശ്യമില്ല. അപ്പോൾ ദിസ് ഇസ് വെറും 1 plus cos square x. e raised to log x is x. e raised to x ഉം log x ഉം ഇൻവേഴ്സ് ഫങ്ഷൻസ് ആണ്. റൈറ്റ്? ഓക്കെ അല്ലേ മക്കളെ? റൈറ്റ്. അപ്പോൾ ദിസ് ഇസ് 1 plus cos square x. അപ്പോൾ 1 plus cos square x ആണ് ഇന്റഗ്രേറ്റീവ് ഫാക്ടർ. അപ്പോൾ ഇന്റഗ്രേറ്റീവ് ഫാക്ടർ അങ്ങനെ ആകുമ്പോൾ വാട്ട് ദ സൊല്യൂഷൻ? y into 1 plus cos square x is equal to integral of q. What is q? Sin x by 1 plus cos square x into 1 plus cos square x. അപ്പോൾ 1 plus cos square x വെട്ടിക്കളയാം. അപ്പോൾ ബാക്കി കണ്ടോ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കണേ. അപ്പോൾ y into 1 plus cos square x is equal to sin x ന്റെ ഇന്റഗ്രൽ മൈനസ് cos x plus c. അപ്പോൾ ഇതാണ് സൊല്യൂഷൻ. ഇനി തന്നിട്ട് y0 0 ആണ്. y0 0 പറഞ്ഞാൽ എന്താ അർത്ഥം? x 0 ആകുമ്പോൾ y യുടെ വാല്യൂ 0 ആണ്. അപ്പോൾ x 0 ആകുമ്പോൾ x 0 ആകുമ്പോൾ ഇത് -1 ആണ്, പ്ലസ് 0 c. അപ്പോൾ x 0 ആകുമ്പോൾ ഇത് 0 ആകുമ്പോൾ 0 ആണ്. അപ്പോൾ y into 2 ആണ്, 2y ആണ്, അല്ല y 0 ആണ്. അപ്പോൾ ഇത് 0 ആണ്, സോറി ഇത് 0 ആണ്. അപ്പോൾ c യുടെ വാല്യൂ 1 ആണ്. അപ്പോൾ വാട്ട്സ് ദ ഇക്വേഷൻ? അപ്പോൾ c യുടെ വാല്യൂ 1 ആണ്. അപ്പോൾ c യുടെ വാല്യൂ 1 ആണെങ്കിൽ വാട്ട്സ് ദ ഇക്വേഷൻ? സൊല്യൂഷൻ എന്താ? ദ ഫംഗ്ഷൻ ഇസ് പർട്ടിക്കുലർ സൊല്യൂഷൻ എന്താ? y into 1 plus cos square x is equal to minus cos x plus 1. അത്രയേ ഉള്ളൂ. ഇനി എന്താ? y pi by 2 എന്താ? y pi by 2 എന്താ? x pi by 2 ആണെങ്കിൽ y യുടെ വാല്യൂ എന്താ? അത്രയേ ഉള്ളൂ. ഇത് വളരെ സിമ്പിൾ ആയിരിക്കും. ഡിഫറൻഷ്യൽ ഇക്വേഷൻ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുക. നിങ്ങൾ എന്തായാലും ഡിഫറൻഷ്യൽ ഇക്വേഷൻ പഠിച്ചു പോകാം കേട്ടോ മക്കളെ. അപ്പോൾ എക്സിന് പകരം pi by 2 കൊടുക്കുക. എക്സിന് പകരം pi by 2 കൊടുത്താൽ ഇത് പോയി. അപ്പോൾ y is equal to 1. ആൻസർ is 1. y pi by 2 ന്റെ വാല്യൂ 1. അപ്പോൾ 1 is ആൻസർ. സിമ്പിൾ ചോദ്യമാണ്, വെരി സിമ്പിൾ. ഇനി 4 cos theta plus 5 sin theta equals 1, then all possible values of tan theta is when theta lying between minus pi by 2 and pi by 2. Theta lying between minus pi by 2 and pi by 2. All values of tan theta. Theta minus pi by 2 ന്റെയും pi by 2 ന്റെ ഇടയിൽ കിടക്കുമ്പോൾ tan theta എവിടെ കിടക്കുക? tan x ന്റെ ഗ്രാഫ് ഇങ്ങനെയാണ്. അപ്പോൾ മൈനസ് pi by 2 ന്റെയും pi by 2 ന്റെ ഇടയിൽ കിടക്കുമ്പോൾ ഓപ്പൺ ഇന്റർവൽ ആണ് കേട്ടോ.
അപ്പോൾ റിയൽ നമ്പറാണ്. അപ്പോൾ whenever x lie between -π/2 and π/2, whenever theta lie between -π/2 and π/2, tan theta can be any real number. Tan theta can be any real number. അത് ഇതിലൊരു പിടുത്തമാണ് കേട്ടോ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? 4 cos theta plus 5 sin theta ആണ് 1. അപ്പോൾ നല്ലത് tan theta/2 ടേമിൽ എഴുതിക്കൂടെ? അപ്പോൾ ഇതിന് നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? അതിലെ കുറച്ചുകൂടി നല്ലത് 4 into 1 minus tan square theta/2 by 1 plus tan square theta/2. കാരണം cos theta അതല്ലേ, പ്ലസ് 5 into sin theta ക്ക് പകരം 2 tan theta/2 divided by 1 plus tan square theta is equal to 1. Tan theta ക്ക് പകരം t കൊടുത്തോളൂ. സം കൺഫ്യൂഷൻ ആവണ്ട. അപ്പോൾ tan theta ക്ക് പകരം t കൊടുത്തോളൂ. You are putting tan theta/2 is equal to t. അപ്പോൾ എന്താ കിട്ടുക? 4 minus 4t square plus 5 plus 10t വരും അല്ലേ, plus 10t is equal to 1 plus t square. റെഡി അല്ലേ? അപ്പം t square tയിൽ ക്വാഡ്രാറ്റിക് വരില്ലേ? we get 5t square minus 10t minus 3 is equal to 0 വരില്ലേ? അല്ലേ? 5t square minus 10t minus 3 is equal to 0. പ്രോഡക്റ്റ് മൈനസ് 15ഉം സമ്മ് മൈനസ് 10ഉം. പ്രോഡക്റ്റ് മൈനസ് 15ഉം സമ്മ് 10ഉം ആയിട്ടുള്ള നമ്പേഴ്സ് ഒന്നും ഇല്ല അല്ലേ? കുഴപ്പമൊന്നുമില്ല. അപ്പം ടിയുടെ വാല്യൂ എന്താ? 10 plus or minus root of 100 minus 5 4s 4 into 5 into minus 3 divided by 2a 10. For t equals 10 plus or minus root of എന്താ വരിക? 5 4s 20 5 2s 10 5 4s 20 into 6 3 20 into 3 60 160 or root 160 വരും. root 160 divided by 10. റെഡി അല്ലേ? t plus or minus. ഇതാണ് tan theta/2. കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ദിസ് ഇസ് tan theta/2. അപ്പോൾ tan theta/2ന്റെ വാല്യൂ ആണ് tan t/2ന്റെ വാല്യൂ ആണ് tan theta/2ന്റെ വാല്യൂ. tan theta/2ന്റെ വാല്യൂ എന്താ? 1 plus or minus root 160 4 16 പുറത്തെടുക്കാം. അപ്പോൾ 4 root 10 by 10 അപ്പോൾ 2/5 root 10 വരും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. tan theta/2 അതല്ലേ? അപ്പോൾ tan theta യുടെ വാല്യൂ എന്താ? tan theta will be 2 tan theta/2 divided by 1 minus tan square theta/2 അല്ലേ? അപ്പോൾ എന്തായാലും ഈ വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ tan theta/2 അപ്പോൾ എന്തായാലും വാല്യൂ ഉണ്ട്. 1 plus or minus വാല്യൂ ഉണ്ടല്ലോ. നോക്കൂ, ഇതിപ്പം ഇതിന്റെ വാല്യൂ എന്താ? 2 into tan theta/2 എന്താ? 1 plus or minus 2/5 root 10 divided by 1 minus 1 plus or minus 2/5 root 10. എന്തോ ആവട്ടെ, ഇതിന് വാല്യൂ ഉണ്ട്. അപ്പോൾ tan theta പറയുന്നത് then all possible values of alpha ചോദിച്ചു അല്ലേ? then all possible values of alpha. എത്ര വാല്യൂസ് ഓഫ് ആൽഫ ഉണ്ടാവും? all possible values of tan theta. all possible values of tan theta. സ്ക്വയർ, ഇവിടെ സ്ക്വയർ ഉണ്ട് അല്ലേ? tan theta tan 1 minus tan square theta minus 1 സ്ക്വയർ. അപ്പം പ്ലസ് എടുത്താൽ പ്ലസ് കൊടുക്കുമ്പോൾ ഒരു വാല്യൂ ഉണ്ടാവും. പ്ലസ് കൊടുക്കുമ്പോൾ tan theta വാല്യൂ ഉണ്ടാവും. മൈനസ് കൊടുക്കുമ്പോൾ വാല്യൂ ഉണ്ടാവും. അപ്പോൾ there will be 2 values. ഏത് വാല്യൂ ആണെങ്കിലും വർക്ക് ചെയ്യും. കാരണം tan theta ഗ്രാഫ് ഇങ്ങനെയാണ് -5/2 5/2 tan theta can be any real number. അതുകൊണ്ട് എന്ത് വാല്യൂ ആണെങ്കിലും വർക്ക് ചെയ്യും. അപ്പോൾ ആൻസർ ഇസ് 2. വാല്യൂ എന്താ ചോദിച്ചിട്ടുണ്ട് അല്ലേ? നമ്പർ ഓഫ് then all possible values of tan theta is എത്ര പോസിബിൾ വാല്യൂസ് ഉണ്ട്? 2. അപ്പം ഇതിൽ ഏതൊക്കെയാ വാല്യൂസ് ചോദിച്ചാൽ
ഏതൊക്കെയാ വാല്യൂസ് ചോദിച്ചാൽ എന്ത് പറയാം? ഒരു വാല്യൂ ഇതാണ് 2 പ്ലസ് 4/5 റൂട്ട് 10 ഡിവൈഡഡ് ബൈ ഇവിടെ 1 - 1 വെട്ടിപ്പോയെങ്കിൽ ഇത് സ്ക്വയറാണ്. ഇത് സ്ക്വയറാ അല്ലേ? അപ്പോൾ 1 - 1 സ്ക്വയർ ചെയ്തിട്ട് വലിയ വാല്യൂ കിട്ടാം. അപ്പോൾ അത് ചെയ്ത് നോക്കാം, സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. യു ക്യാൻ ഡു ഇറ്റ്. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി അറിയോ? ഇത് സ്ക്വയർ ചെയ്തിട്ട് ടാൻ തീറ്റയുടെ ടേമിൽ എഴുതാം. അത് കുറച്ച് ലെങ്തിയാണ്. ഞാൻ പറയുമ്പോൾ ടാൻ തീറ്റ/2 കൊണ്ടിട്ട് ടാൻ തീറ്റ കണ്ടാൽ മതി. എന്നിട്ട് ഇത് പ്ലസ് കൊടുത്തിട്ട് ഒരു വാല്യൂ ഉണ്ടാവും, മൈനസ് കൊടുത്തിട്ട് വേറൊരു വാല്യൂ ഉണ്ടാവും. ദർ ബി 2 values, that's all. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ. If the relation R AB or CD, if and only if AD minus BC is divisible by 5, AB CD belongs when R is reflexive ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ? അതാ ചോദ്യം. നോക്കൂ, AB R AB വർക്ക് ചെയ്യുമോ നോക്കാം ആദ്യം. AB R CD വർക്ക് ചെയ്യണമെങ്കിൽ എന്താവും? AD മൈനസ് BC 0 ആണ്. AD വെച്ചാൽ AB മൈനസ് BA. AB മൈനസ് BA 0 അല്ലേ? 0 divisible by 0 is divisible by 5. അപ്പോൾ യെസ്, റിഫ്ലെക്സീവ് ആണ്. ഇനി AB CD ആയിട്ട് ബന്ധമുണ്ടെങ്കിൽ AB CD ആയിട്ട് ബന്ധമുണ്ടാവുക പറഞ്ഞാൽ AB മൈനസ് BC divisible by 5 ആവാം. പിന്നെ CD റിലേറ്റഡ് ടു AB ആവുകയാണെങ്കിൽ എന്താ വരിക? CD റിലേറ്റഡ് ടു AB ആവുകയാണെങ്കിൽ വർക്ക് ചെയ്യോ? CB മൈനസ് DA. കേട്ടോ, ഇതിന് നേരെ തിരിച്ചല്ലേ? CB മൈനസ് DA. അപ്പോൾ AB മൈനസ് BC divisible by 5 ആണെങ്കിൽ CB മൈനസ് DA is also divisible by 5. അതുകൊണ്ട് എന്തല്ല, റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്. അപ്പോൾ സിമെട്രിക് ആണ്, ഇറ്റ് ഈസ് സിമെട്രിക്. AB റിലേറ്റഡ് ടു CD ആണെങ്കിൽ CD റിലേറ്റഡ് ടു AB ആണ്. റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്. അപ്പോൾ റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്. ഇനി ട്രാൻസിറ്റീവ് ആണോ എന്ന് എങ്ങനെയാ നോക്കാം? എങ്ങനെയാ? AB CD ഉണ്ട്, CD EF ഉണ്ടെങ്കിൽ AB EF ഉണ്ടോ? ട്രാൻസിറ്റീവ് അല്ല. കാരണം എന്താ അറിയോ? ഇപ്പം നമ്മൾ നടുക്കൊരു 5 1 2 കണ്ടോ? 5 - 10 -5. അപ്പോൾ ഇത് റിലേറ്റഡ് ആണ്. 1 2 5 ആയിട്ട് ബന്ധമുണ്ട്. ഇനി 5 ബന്ധമുള്ള ഏതെങ്കിലും ഒന്ന് പറയും, ഏതെങ്കിലും ഒരു ബന്ധമുള്ള സാധനം. 5 2 1 വെച്ചോളൂ. 5 2 1 വെച്ചോളൂ, കുഴപ്പമില്ല. കണ്ടോ? 5 - 10 ബന്ധമുണ്ട്. പക്ഷേ 1 2 2 1 ആയിട്ട് ബന്ധമില്ല. നോക്കൂ, 1 2 2 1. നോക്കൂ, 1 - 1 0 അല്ല, 1 × 1 1 -2 × 2 4 1 - 4 1 - 4 -3 ആണ്. -5 is not divisible by 5. അപ്പോൾ റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് അല്ല. അപ്പോൾ ഇറ്റ് ഇസ് റിഫ്ലെക്സീവ്, സിമെട്രിക് ബട്ട് നോട്ട് ട്രാൻസിറ്റീവ്. ഇങ്ങനത്തെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ ധാരാളം ആദ്യത്തെ റിഫ്ലെക്സീവ് സെക്കൻഡ് ഇയറിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ധാരാളം ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും അത് പഠിച്ചു പോകണം. ഷുവറായിട്ടും 4 മാർക്ക് ഗ്യാരണ്ടി ചെയ്യണം കേട്ടോ. ഓക്കെ, area under the curve x² + y² = 169 and below the line 5x - y = 13. Area under the curve x² + y² = 169. ഇത് കുറച്ച് ലെങ്തി ചോദ്യമാണ്. ഇത് നിങ്ങൾ ആദ്യത്തെ റൗണ്ടിൽ ക്യാൻസൽ ചെയ്താലും കുഴപ്പമില്ല എന്നാണ് എൻ്റെ തോന്നൽ. കാരണം അത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചോദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളെ സർക്കിൾ. ഇതാ 16 റേഡിയസ് അല്ലേ? അല്ല, 13 റേഡിയസ്. 169 അല്ലേ? 169 ആണ് റേഡിയസ്. അപ്പോൾ 13 ആണ് റേഡിയസ്. 13 is the radius. 5x - y = 13. കണ്ടോ? ഇതിപ്പോൾ 5x - 13 ആണെങ്കിൽ 5x / 13 - y / 13 = 1 അല്ലേ? അപ്പം x / 13/5 - y / 13. അപ്പോൾ y / 13 ആകുമ്പോൾ y / 13 ഇവിടെ കൂടി പാസ് ചെയ്യും ഒരു ലൈൻ. അപ്പോൾ ലൈൻ വിൽ ബി ലൈക്ക് ദിസ്. വാട്ട് വിൽ ബി ദ ലൈൻ?
ഏകദേശം എന്തായിരിക്കും? മറ്റേ 13/5 പറഞ്ഞാൽ ഏകദേശം 2 point something. അപ്പോൾ ഏകദേശം ഇങ്ങനെ വരേണ്ട. This is the line. Right. Below പറഞ്ഞാൽ ഇതാണ് ഏരിയ. The area is this. അപ്പോൾ നമ്മളെ ഏരിയ ഇതാണ്. ഈ ഏരിയ. You are asked to find that area. അപ്പോൾ ആ ഏരിയ കാണണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഏറ്റവും നല്ല പരിപാടി എന്താ അറിയോ? ഏറ്റവും നല്ല പരിപാടി എന്താ? ഈ ഏരിയ, ഇതിന്റെ പകുതി ഏരിയയാണ്. സർക്കിളിന്റെ പകുതി ഏരിയ. സർക്കിളിന്റെ പകുതി ഏരിയ എത്രയാ? സർക്കിളിന്റെ ഏരിയ എത്രയാ? പൈ r സ്ക്വയർ. അപ്പോൾ പൈ ഇൻറ്റു 13 സ്ക്വയർ. അപ്പോൾ പൈ ഇൻറ്റു 13 സ്ക്വയർ. അപ്പോൾ പൈ ഇൻറ്റു 169/2. അതാണ് ഈ ഏരിയ. നമ്മൾ ഈ ഏരിയ കിട്ടി. ഇനി ഈ ഏരിയ ഒരു സെക്ടർ അല്ല, അത് ഈ ഏരിയയുടെ ഏരിയ കാണാം. ഈ ഏരിയ കാണാൻ എന്താ വഴി? ആദ്യം നമുക്ക് ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. അപ്പം ഈ ഒരു ഏരിയ, അതായത് ഇവിടെ ഒരു ഏരിയ ഉണ്ട്. ദിസ് ഇസ് എ ആൻഡ് ദിസ് ഏരിയ ഇസ് ബി. അപ്പോൾ ക്വസ്റ്റ്യൻ ഇസ്, നൗ ദ ക്വസ്റ്റ്യൻ ഇസ് വാട്ട്? ഏരിയ ഇസ് പ്ലസ് എ പ്ലസ് ബി. റൈറ്റ്? സിമ്പിൾ അല്ലേ? ഓക്കെ, സിമ്പിളാണ്. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കാണണം. ഈ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കാണണം, നിർബന്ധമാണ്, ഒരു രക്ഷയില്ല. ആ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കാണല്ലാതെ നിവർത്തിയില്ല. യു ഹാവ് ടു ഡു ഇറ്റ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ആ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാം, എന്നിട്ട് ഈ ഭാഗത്തെ ഏരിയ കാണാം. അപ്പോൾ ഈ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കാണാം. അപ്പോൾ ഈ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കാണണമെങ്കിൽ നമുക്കിതാ ഈ പോയിന്റ് കാണണം. ഈ പോയിന്റ്, യു ഹാവ് ടു ഫൈൻഡ് ദാറ്റ് പോയിന്റ്. ഈ പോയിന്റ് കാണും. അതായത് ഈ പോയിന്റ്. അപ്പോൾ രണ്ടുകൂടി സോൾവ് ചെയ്യാം. യു ജസ്റ്റ് സോൾവ് ദ 2 lines. x² + y² സോൾവ് ചെയ്താൽ y സോൾവ് ചെയ്യുന്നതാണ് നല്ലത്. x² + yക്ക് പകരം എന്ത് കൊടുക്കാം? yക്ക് പകരം 5x - 13 കൊടുത്തൂടെ? 5x - 13 സ്ക്വയർ = 169 വരും. ഓ, അത് കിട്ടുമല്ലോ, 169 കിട്ടും. അപ്പോൾ എന്താ കിട്ടുക? x² + 25x² - 130x അല്ലേ? = 0. അപ്പോൾ 26x² = 130x. അപ്പോൾ x വേണമെങ്കിൽ കളയാം. അപ്പം എക്സിന്റെ വാല്യൂ എന്താ? 130 / 26. 5 പോവാം. 6 5 3 5 23 30. കറക്റ്റ് 5 അല്ലേ? 5. അപ്പോൾ ഈ പോയിന്റ് 5 ആണ്. ദിസ് പോയിന്റ് ഇസ് 5. ഈ പോയിന്റ് 5 ആണ്. അപ്പോൾ നമുക്ക് ആ ഏരിയ കാണാം. എ എന്നുള്ള ഏരിയ കിട്ടും. എ എന്നുള്ള ഏരിയ കാണാൻ എളുപ്പമാണ്. അപ്പോൾ വാട്ട് ഇസ് എ? അപ്പം എ എന്നുള്ള ഏരിയ കാണാൻ എളുപ്പമാണ്. ബി, വാട്ട് ഇസ് ബി? അപ്പോൾ ഇത് 5 ആണെങ്കിൽ, എക്സിന്റെ വാല്യൂ ഇത് 5 ആണെങ്കിൽ, ഇവിടെ എക്സിന് പകരം 5 കൊടുത്താൽ 25 കിട്ടും. 25 ആകുമ്പം അങ്ങോട്ട് കൊണ്ടുപോയാൽ 13 25 കുറച്ചാൽ 12. അപ്പോൾ y 12. അപ്പോൾ ഈ പോയിന്റ് 12 ആണ്. അപ്പോൾ അത് 12 ആണെങ്കിൽ ആ ട്രയാങ്കിളിന്റെ ഏരിയ എന്താ? ട്രയാങ്കിളിന്റെ ഏരിയ ആണ് ബി. അപ്പോൾ ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്താ? ഹാഫ് ഇൻറ്റു ബേസ്. ബേസ് എന്താ മക്കളെ? 12 ഉം 13 25 ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡ്. ഓൾട്ടിറ്റ്യൂഡ് എത്രയാ? 5. ബി കിട്ടിയില്ലേ? ഇനി എ കിട്ടാൻ എന്താ വഴി? ഇനി എ കൂടി കിട്ടിയ പണി കഴിഞ്ഞില്ലേ? എ പ്ലസ് ബി. ബി കിട്ടി. ഇനി എ എങ്ങനെയാ കാണാം? വാട്ട് ഇസ് എ? എ ഇസ് ഈക്വൽ ടു എന്താണ്? ഇന്റഗ്രൽ. എ കുറച്ചുകൂടി പ്രശ്നമുണ്ട്. എന്താ? 0 to 5 അപ്പർ കർവ് മൈനസ് ലോവർ കർവ് അല്ലേ? അപ്പർ കർവ് എന്താ? ഇതാണ് ഇതിന്റെ ഭാഗം. എന്താണ്? റൂട്ട് ഓഫ്, ഇത് കുറച്ച് ഗുഡ് തന്നെയാണ്, നിർത്തിയില്ല, 169 - x² dx. അതിൽ നിന്ന്, അതായത് ഈ ഫുൾ ഏരിയ, അതായത് ഇവിടുന്ന് കിട്ടുള്ള ഏരിയ, ഈ എക്സ് ആക്സിന്റെ മുകളിൽ നിന്ന് താഴേക്കുള്ള ഏരിയ, ദ ഫുൾ ഏരിയ, അതായത് ഈ ഫുൾ ഏരിയ, റൈറ്റ്? അതിൽ നിന്ന് ഈ റെക്ടാങ്കിൾ ഏരിയ സബ്ട്രാക്ട് ചെയ്യാം. ഇത് 5 ആണ്, ഇത് 12 ആണ്. അപ്പോൾ 12 × 5. അപ്പം അതൊക്കെ നമ്പേഴ്സാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്ന ചോയ്സിൽ ഭംഗിയിലുണ്ടാവും തോന്നുന്നു എനിക്ക്. ചോയ്സിൽ, അതായത് ഇപ്പം ഇങ്ങനെയാണ് ആൻസർ കിട്ടുക. നോക്കൂ, 169/2 πr² അല്ലേ? പൈ. പിന്നെ ഇവിടെ ഒരു പ്ലസ് എ. പറഞ്ഞാൽ എത്രയാ? ഇന്റഗ്രൽ 0 to 5
root of 169 minus x square dx minus 12 into 5 plus 125/2. ഇനി ഇത് നിങ്ങൾക്ക് അറിയാം, എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. വാട്ട് ഇസ് ഇന്റഗ്രൽ ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ? എക്സ് ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. അത് ഞാൻ ചെയ്യുന്നില്ല, എന്തായാലും സൈൻ ഇൻവേഴ്സിലേക്ക് ആയിരിക്കും ഉത്തരം. അപ്പോൾ ഇത് ആൻസർ ഇതാണ്, 169 പൈ ബൈ 2 ഉണ്ടാവും. പിന്നെ ഇത് വേണമെങ്കിൽ കൂട്ടാം, 125 ഇത് 60 60 125 ആവും, ഇത് 60 ഇവിടെ 125 ആവും, 120 ആവും, അങ്ങോട്ട് ആകുമ്പോൾ 5/2 ഉണ്ടാവും. 5/2 ഉണ്ടെങ്കിൽ ഓക്കെ. പിന്നെ പ്ലസ് ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ എങ്ങനെയാണ്? എക്സ് ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് 169 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എക്സ് ബൈ എ. എക്സ് ബൈ ആണ് 13 0 to 5. അപ്പോൾ 5 ഇവിടെ കൊടുത്താൽ 5/2. ഏതായാലും ഇതുവരെ ആയത്തേക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ എന്തായിരിക്കും ആൻസർ? അവസാനത്തെ ആൻസർ എന്തായിരിക്കും? 169 5/2. ഇത് ലെങ്തിയാണ് വെച്ചാൽ പക്ഷേ ഡൂവബിൾ ആണ്. 5 കൊടുത്താൽ 5/2 ഇൻറ്റു 5 165 25 സബ്ട്രാക്ട് ചെയ്താൽ 14 വരും അല്ല, 144 12 ഇൻറ്റു 12 മൈനസ് പ്ലസ് 169/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 5/13. സൈൻ ഇൻവേഴ്സിൽ ആൻസർ ഉണ്ടെങ്കിൽ ഓക്കെ, 5/13 സൈൻ ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ കോസ് ഇൻവേഴ്സിലോ ടാൻ ഇൻവേഴ്സിലേക്കൊക്കെ ആക്കാം. -0 കൊടുക്കാം, -0 കൊടുത്താൽ ഉണ്ടാവില്ല. അതാണ് ആൻസർ. ദിസ് ഇസ് ആൻസർ. ഓക്കെ, അത് നിങ്ങൾ ചോയ്സ് നോക്കി ചെയ്യാം. ഒരു 4 ക്വസ്റ്റ്യനും കൂടി ആയിട്ട് പിന്നെ വരാം, ഒരു 2 മിനിറ്റ്. ഓക്കെ. ഹലോ, വെൽക്കം ബാക്ക്. നമുക്ക് 3-4 ചോദ്യം കൂടി ഡിസ്കസ് ചെയ്യാം. എഫ് ഓഫ് എക്സ് ഈക്വൽസ്, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്നും കൂടി വേണമെങ്കിൽ എഴുതാം, നിങ്ങൾ ക്ലിയർ അല്ലെങ്കിൽ ഒന്നും കൂടി എഴുതാം. എഫ് ഓഫ് എക്സ് ഈക്വൽസ് 2 പവർ എക്സ് പ്ലസ് 2 പവർ മൈനസ് എക്സ്. ഇത് വളരെ പറ്റിക്കുന്ന ചോദ്യമാണ് എനിക്ക് തോന്നിയത്. ടാൻ എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് 7x സ്ക്വയർ minus 3x plus 1 divided by 7x square minus 3x plus 1 whole cube. ഇതാണ് ഫംഗ്ഷൻ. f dash 0 എന്താണെന്ന് ചോദ്യം. അപ്പൊ ഇതിൽ ഇത്രയേ ഉള്ളൂ, സംഭവം ഇത്രയേ ഉള്ളൂ. നോക്കൂ, ഇവിടെ നമുക്കിങ്ങനെ ഫംഗ്ഷൻ ഇങ്ങനെ ആക്കി എഴുതാം. യു റൈറ്റ് എ ഫംഗ്ഷൻ ലൈക്ക് ദിസ്. എഫ് ഓഫ് എക്സിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, 2 power x plus 2 power minus x into tan x. tan x ഇല്ലേ, അപ്പൊ tan x അവസാനം എഴുതാം, into root of tan inverse 7x square minus 3x
plus 1 into 7x square into 7x square plus minus 3x plus 1 raised to minus 3. ആ tan x ഞാൻ ആദ്യം എഴുതുക. ഇതാണ് എഫ് ഓഫ് എക്സ് എന്ന് വിചാരിക്കും. ഞാനൊന്ന് റീറേഞ്ച് ചെയ്തു. എന്നിട്ട് ശ്രദ്ധിക്കാം, നന്നായിട്ട് ശ്രദ്ധിക്കണേ. യു ടേക്ക് ദിസ് ആസ് ഫസ്റ്റ് ഫംഗ്ഷൻ ആൻഡ് യു ടേക്ക് ദിസ് ആസ് സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പം നോക്കൂ, എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? നമുക്കൊരു കാര്യം ചെയ്യാം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ സെക്കൻഡ് പ്ലസ് ഇതിനല്ലേ വരിക ഫസ്റ്റ് ഫംഗ്ഷൻ ടാൻ എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ദ സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ്. വാട്ട് ഇസ് ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ്? സെക്കൻഡ് സ്ക്വയർ എക്സ്. ഞാൻ ഫുൾ എഴുതിയിട്ടില്ല കേട്ടോ, ശ്രദ്ധിക്കണം. വാട്ട് ഇസ് എഫ് ഡാഷ് സീറോ? എഫ് ഡാഷ് സീറോ എന്താ? ടാൻ സീറോ ഇൻറ്റു ദാറ്റ് അല്ലേ, അപ്പോൾ ഇത് സീറോ അല്ലേ, പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ അങ്ങനെ തന്നെ എഴുതാം ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ എക്സ്. സെക്കൻഡ് സീറോ എന്താ? 1. അപ്പോൾ സെക്കൻഡ് ഫംഗ്ഷനിൽ എക്സിന് പകരം സീറോ കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ പകരം എക്സിന് പകരം സീറോ കൊടുക്കാം. അപ്പോൾ വാട്ട് ഇസ് എഫ് ഓഫ് സീറോ? അപ്പോൾ വാട്ട് ഇസ് ദ ആൻസർ? സെക്കൻഡ് ഫംഗ്ഷൻ ഇതാണ് സെക്കൻഡ് ഫംഗ്ഷൻ. അതിൽ ടാൻ ഇല്ല, കണ്ടോ, ഇതിൽ ടാൻ ഇല്ല. സെക്കൻഡ് ഫംഗ്ഷൻ ഇതാണ് സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പോൾ അതിൽ സീറോ. അപ്പോൾ വാട്ട് ഇസ് എഫ് ഡാഷ് സീറോ? എഫ് ഡാഷ് സീറോ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? വളരെ സിമ്പിൾ ചോദ്യമാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് അത് കാച്ച് ചെയ്യണം, ട്രിക്ക്. അപ്പോൾ ഇവിടെ സീറോ കൊടുക്കുമ്പോൾ എന്താ? 2 raised to 0 1 plus 1 2 into എന്താ വരിക? ഇവിടെ 0 കൊടുക്കുമ്പോൾ 7 plus 1 8 minus 0 അല്ലേ 1. tan inverse 1 is pi by 4 root pi by 4 into ഇവിടെ എന്താ കൊടുക്കുക? ഇവിടെ 1 raised to minus 3 1. This is answer. ഇതാണ് ആൻസർ. ആൻസർ ഇസ് റൂട്ട് പൈ. സിമ്പിൾ അല്ലേ ക്വസ്റ്റ്യൻ? വളരെ സിമ്പിൾ ചോദ്യമാണ്. പറ്റിക്കുന്ന ചോദ്യം അതാണ് നമ്മൾ പറയുന്നത്, പറ്റിക്കുന്ന ചോദ്യം. ഇത് പക്ഷേ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേടിയാവും, അയ്യോ കുറേ ഉണ്ടല്ലോ, ഇപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, വിടും. അതുകൊണ്ട് സിമ്പിൾ ചോദ്യമാണ്. ആൻസർ ഇസ് റൂട്ട് പൈ. ഇത് കണ്ടോ, എഫ് ഓഫ് എക്സ് ഇക്വൽസ്, ഇത് കറക്റ്റ് ക്ലിയർ അല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി കറക്റ്റ് എഴുതാം. 2 സ്റ്റേറ്റ്മെന്റ് സം ആണ്. സ്റ്റേറ്റ്മെന്റ് 1, എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ഇതാണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4 root 2 x cube minus 3 root 2x minus 1 has എത്ര സൊല്യൂഷൻസ് എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു ഇവിടെ എന്തോ ഒരു ഇന്റർവെല് തന്നിട്ടാണ്. നമുക്ക് ജനറൽ ആയിട്ട് പറയാം, കാരണം സൊല്യൂഷൻസ് ചെയ്യേണ്ടത് എപ്പോഴും എങ്ങനെയാണെന്ന് പറയാം. പിന്നെ cos pi by 12 is a solution. അപ്പോൾ ഇതിൽ ഞാൻ ജനറൽ ആയിട്ടാണ് പറയുന്നത്, ഇതിൽ ക്ലിയർ അല്ല, അവർ തന്നത് ഞാൻ കണ്ടത് ക്ലിയർ അല്ല. പക്ഷേ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ 4 root 2 ഇതിൽ എത്ര സൊല്യൂഷൻ ഉണ്ടെന്നാണ്. ഇതൊരു ക്യൂബിക്കാണ്. ക്യൂബിക് ആകുമ്പോൾ മാക്സിമം 3 റിയൽ സൊല്യൂഷൻസേ ഉണ്ടാവുള്ളൂ, മിനിമം 1 ഉണ്ടാവും. നോക്കാം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു എന്താ? എഫ് ഡാഷ് എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ? 12 root 2 x square minus 3 root 2 അല്ലേ? 12 root 2 x square minus 3 root 2 അല്ലേ മക്കളെ? ഓക്കെ. അപ്പോൾ അത് നമുക്ക് 3 root 2 പുറത്തെടുത്തൂടെ? 3 root 2 can be taken outside into 4x square minus 1, right? അപ്പോൾ 4 വേണമെങ്കിൽ പുറത്തെടുക്കാം. അപ്പോൾ 12 root 2 into x square minus 1 by 4. അപ്പോൾ അത് x minus 1 by 2 into x plus 1 by 2 വെച്ചുകൊണ്ട് കുഴപ്പമുണ്ടാവും ഇല്ല. അപ്പോൾ അവിടെ എഫ് ഡാഷ് എക്സ്. അപ്പം നമുക്കത് മാക്സിമം ലോക്കൽ മിനിമം നോക്കാം. കാരണം ഡെറിവേറ്റീവ് 0 ആവുന്ന സ്ഥലം ഹാഫും മൈനസ് ഹാഫും ആണ്. ഡബിൾ ഡെറിവേറ്റീവ് ടെസ്റ്റ് എടുത്തിട്ട് ചെയ്യാൻ വേണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് അറിയില്ലെങ്കിൽ ഡബിൾ ഡെറിവേറ്റീവ് എടുത്തിട്ട് ഈ പോയിന്റ് കൊടുത്തിട്ട് മാക്സിമം ആണോ മിനിമം ആണോ നോക്കാം. ഞാൻ പക്ഷേ ഇങ്ങനെ വേവ് മെത്തേഡ് ഉപയോഗിക്കുകയാണ്. -1/2 +1/2 ഇങ്ങനെയായിരിക്കും വേവ് ഉണ്ടാവുക. ഇവിടെ പ്ലസ് ആണ്, ഇവിടെ മൈനസ് ആണ്, ഇവിടെ മൈനസ് ആണ്, ഇവിടെ പ്ലസ് ആണ്. മൈനസ് ഹാഫിൽ ഡെറിവേറ്റീവിൻ്റെ ചിഹ്നം പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ മൈനസ് ഹാഫിൽ മാക്സിമം ആണ്. മൈനസ് ഹാഫിൽ ഡെറിവേറ്റീവിൻ്റെ ചിഹ്നം ആസ് ഇറ്റ് എക്സ് ഗോസ് ഓവർ ലെഫ്റ്റ് ടു റൈറ്റ് it changes its sign from negative to positive. Therefore this is minimum അല്ലേ?
അപ്പം ഹാഫിൽ മൈനസ് ഹാഫിൽ മാക്സിമം പ്ലസ് ഹാഫിൽ മിനിമം ആണ്. അപ്പം നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. ട്രൈ ടു ഡ്രോ ദ ഗ്രാഫ്. നമുക്ക് ഗ്രാഫ് വരച്ച് നോക്കാം. വെറുതെ ഒന്ന് ഗ്രാഫ് വരച്ച് നോക്കാം. ദിസ് ഇസ് ദ ഗ്രാഫ്. എക്സ് ആക്സിസ്, വൈ ആക്സിസ് ചെറുതിനെ വരച്ചാൽ മതി. ഇനി എക്സ് ഇതാണ് എക്സ് 1/2, ഇതാണ് 1/2, ഇതാണ് -1/2. അപ്പൊ -1/2 മാക്സിമം ആണെന്ന് പറഞ്ഞു. നോക്കുക, ഇവിടെ എക്സിന് പകരം -1/2. വാട്ട് ഈസ് എഫ് ഓഫ് -1/2 എന്ന് വെറുതെ നോക്കാം. വാട്ട് ഈസ് എഫ് ഓഫ് -1/2? ഇവിടെ -1/2 കൊടുത്താൽ 4√2 ഇൻറ്റു -1/8 അല്ലേ, -1/8 മൈനസ് ആകുമ്പോൾ പ്ലസ് വരും. 3√2 ഇൻറ്റു 1/2 -1, റൈറ്റ്? അപ്പോൾ എത്ര വരും ആൻസർ? ഇവിടെ 2 വരും. അപ്പം √2 -√2/2 പ്ലസ് 3√2/2 -1. അപ്പോൾ ഇറ്റ് ഇസ് പ്ലസ് 2√2/2 is equal to √2 -1. അപ്പോൾ എഫ് ഓഫ് -1/2 √2 -1 ആണ്. അത് എവിടെയെങ്കിലും എഴുതി വയ്ക്കാം. എഫ് ഓഫ് -1/2 പറയുന്നത് √2 -1 ആണ്. അപ്പോൾ √2 -1 എന്ന് പറയുന്നത് പോസിറ്റീവാണ്. അപ്പോൾ 0.414 ഇവിടെ എവിടെയാണ്. അപ്പോൾ ഇങ്ങനെയാണ്. നോക്കൂ, എഫ് ഓഫ് 0 -1 ആണ്. എവിടെയാണ് -1 ഉള്ളത്? അപ്പോൾ ഗ്രാഫ് ഇങ്ങനെയാണ് ഏകദേശം. ഹാഫ് കൊടുക്കുമ്പോൾ വാട്ട് ഇസ് എഫ് ഓഫ് ഹാഫ്? നോക്കാം. എഫ് ഓഫ് ഹാഫ് കൊടുക്കുമ്പോൾ ഇവിടെ 1/2 ആവും. അപ്പോൾ എന്താ വരിക? വാട്ട് ഇസ് എഫ് ഓഫ് 1/2? എഫ് ഓഫ് 1/2 ആകുമ്പോൾ എന്താ മക്കളെ? ഇവിടെ 1/2 കൊടുക്കുക. അപ്പോൾ 4√2 ഇൻറ്റു 1/8 മൈനസ് 3√2 ഇൻറ്റു 1/2 -1. അപ്പോൾ എന്താ കിട്ടുക? കേട്ടോ, എഫ് ഓഫ് 0 -1 അതുകൊണ്ട് -1 ക്രോസ് ചെയ്യില്ല. ഇനി ഇവിടെ കൊടുക്കുമ്പോൾ √2/2 മൈനസ് 3√2/2 -1. എന്തായാലും നെഗറ്റീവാണ്. -2√2/2 -√2 -1, റൈറ്റ്? 1/√2 അല്ലേ കൊടുക്കണേ? 1/√2 ആകുമ്പോൾ 1/8. ഇവിടെ 1/√2 കൊടുക്കുമ്പോൾ 3√2/8. അപ്പം ഇവിടെ 2 വരും. √2/2 -3√2/2 -1. അതെ, -1. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പം -3√2 -2 is -2√2 -2√2/2 is -√2 -1. -√2 -1 താഴെ. അപ്പം ഇങ്ങനെയുണ്ടാവും. അല്ല, മിനിമം അല്ലേ? 1/2 മിനിമം അല്ലേ? 1/2 മിനിമമാണ്. എക്സ് 0 ആകുമ്പോൾ മൈനസ് ആണ്. -1/2 മാക്സിമം ആണ്. 1/2 മിനിമമാണ്. -√2 -1 സോറി -1 ഇങ്ങനെയല്ലേ ഗ്രാം. അപ്പോൾ -√2 -1 ആണ്. അപ്പോൾ എഫ് ഓഫ് 1/2 വാല്യൂ നമ്മളെ എഫ് ഓഫ് 1/2 വാല്യൂ -√2 -1 ആണ്. ഓക്കെ, അപ്പോൾ -√2 -1 ഏകദേശം എത്രയാ? -√2 -1 ഏകദേശം എത്രയാ? -2.44. അപ്പോൾ ഏകദേശം ഇങ്ങനെയാണ് ഗ്രാഫ് ഉണ്ടാവുക. ഇവിടെ മിനിമം, ഇവിടെ മാക്സിമം -1/2 ഉണ്ടാവും. പിന്നെ ഇങ്ങനെ വന്ന് ഇങ്ങനെ വരും, എന്നിട്ട് ഇങ്ങനെ പോകും. അപ്പോൾ ദിസ് ഇസ് ദ ഗ്രാഫ്. അപ്പോൾ എന്തായാലും 3 സ്ഥലത്ത് ക്രോസ് ചെയ്യും. 1 2 3. അപ്പോൾ വെറുതെ ചോദിക്കുകയാണ് ഹാസ് ഓൺലി വൺ സൊല്യൂഷൻ എന്നാണ് പറഞ്ഞത്. ഹാസ് ഓൺലി വൺ സൊല്യൂഷൻ വെറുതെ ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് കറക്റ്റ്. എന്താണ് ആക്ച്വലി എത്ര റിയൽ സൊല്യൂഷൻസ് ഉണ്ട്? 3 സൊല്യൂഷൻസ് ഉണ്ട് കേട്ടോ. 3 സ്ഥലത്ത് ക്രോസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ചിലർ പറഞ്ഞു ഇങ്ങനെയാണ്, ഇതിൻ്റെ ഡൊമെയിൻ തന്നിട്ടുണ്ടാണ് 1/2 1ൻ്റെ ഇടയിൽ. 1/2 1ൻ്റെ ഇടയിലാണെങ്കിൽ ഇപ്പോൾ 1 കൊടുത്താൽ ഇപ്പോൾ വാട്ട് ഈസ് എഫ് ഓഫ് 1? 1 കൊടുത്താൽ എന്താ കിട്ടുക? 4√2 -3√2 √2 -1 പോസിറ്റീവാണ്. എഫ് ഓഫ് 1 പോസിറ്റീവാണ്. അപ്പോൾ ഹാഫിൻ്റെയും 1ൻ്റെ ഇടയിൽ ക്രോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹാഫിൻ്റെയും 1ൻ്റെ ഇടയിലാണെങ്കിൽ ഒരു റൂട്ടേ ഉള്ളൂ. അപ്പോൾ ഹാഫിൻ്റെയും 1ൻ്റെ ഇടയിലാണ് ചോദിച്ചെങ്കിൽ 1 സൊല്യൂഷനേ ഉള്ളൂ. പക്ഷേ ജനറലി ചോദിക്കുകയാണെങ്കിൽ 3 സൊല്യൂഷൻസ് ഉണ്ട്, റൈറ്റ്? അപ്പം എന്താണ് -1/2ൻ്റെയും ഹാഫിൻ്റെ ഇടയിലാണെങ്കിൽ ഒറ്റ സൊല്യൂഷൻ. 0ൻ്റെയും 1ൻ്റെ ഇടയിലാണെങ്കിൽ സൊല്യൂഷൻ ഇല്ല. 0ൻ്റെയും ഹാഫിൻ്റെ ഇടയിലാണെങ്കിൽ സൊല്യൂഷൻസ് ഇല്ല, റൈറ്റ്? ഓക്കെ. പിന്നെ cos π/12 ഈസ് എ സൊല്യൂഷൻ. cos π/12 ഈസ് എ സൊല്യൂഷൻ. അതിൽ ഒരു സൊല്യൂഷൻ cos π/12 ആണ്. അപ്പം ആ സൊല്യൂഷൻ ഏതാണെന്ന് അറിയണം അല്ലേ? യു ഹാവ് ടു ഫൈൻഡ്. അപ്പം cos π/12ൻ്റെ വാല്യൂ എന്താ മക്കളെ? cos π/12ൻ്റെ വാല്യൂ എന്താ? cos π/12 എന്ന് പറഞ്ഞാൽ cos 15 ആണ്. ദിസ് ഇസ് cos 15. cos 15ൻ്റെ വാല്യൂ എന്താ? cos 45 -
30. It is root 5 root 3 plus 1 by 2 root 2. 2 root 2 working uണ്ടല്ലോ. അപ്പോൾ what is cos, what is f of root 3 plus 1 by 2 root 2? ഒന്ന് ചെയ്ത് നോക്കൂ, വർക്ക് ചെയ്യാൻ നോക്കൂ. അപ്പോൾ എന്താ 4 root 2 into root 3 plus 1 by 2 root 2 cube minus 3 root 2 into root 3 plus 1 by 2 root 2 minus 1. അപ്പോൾ ഇത് 8 വരും. 2 root 2 square is 8 into 2 root 2. വെട്ടി പോകുമ്പോൾ 2 വരും. അപ്പോൾ root 3 plus 1 cube into 4 root 2 ഇവിടെ ഉണ്ടാവും. 2 root 2 cube is 8 into 2 root 2. അപ്പം താഴെ 8 ഉണ്ടാവും. 8 into 2 root 2. അപ്പോൾ 8 ഉണ്ടാവും, മുകളിലൊരു 2 ഉണ്ടാവും. പിന്നെ മൈനസ് റൂട്ട് വെട്ടിപ്പോവും. 3/2 into root 3 plus 1 വരും. minus 1. 3/2 into that. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ 4 വരും അല്ലേ. root 3 plus 1 ക്യൂബ് എത്രയാ? root 3 plus 1 അത് ചെക്ക് ചെയ്യണം മക്കളെ, അത് ചെക്ക് ചെയ്യണം. root 3 plus 1 ക്യൂബ് എത്രയാ? 3 ക്യൂബ് 3 root 3 plus 1 plus 3 into 3ab into a plus b by 4 minus 3 root 3 plus 3 into root 3 plus 1 plus 3 into root 3 plus 1 by 2 minus 1. ഇവിടെ 4 ആകുമ്പോൾ ഇവിടെ 2 എഴുതിയാൽ ഇവിടെ 6 ആയി. അപ്പം 3 root 3 ആകുമ്പം ഇവിടെ 6 root 3 by 4 വരും. അപ്പോൾ 4 LC എടുത്താൽ 3 root 3 plus 3 root 3 plus 3 root 3, that is 6 root 3 plus 3 9 plus 1 10 വരും. അപ്പം 6 root 3 വെട്ടിപ്പോവും. അപ്പോൾ 10 minus 1 10 minus 2 ഇവിടെ 3 root 3 വരുമ്പോൾ 3 3 is 9 plus 1 10 by 4 അവിടെ 3 ഒരു 6 by 4 4 1. അപ്പോൾ വെട്ടിപ്പോവും. അപ്പോൾ ഇത് 0 വർക്കിംഗ്. അപ്പോൾ അത് ശരിയാണ്. cos pi by 12 സൊല്യൂഷനാണ്. അപ്പോൾ അത് സിമ്പിൾ ചോദ്യമാണ്. cos pi by 12 സൊല്യൂഷനാണ്. ഇത് കൊടുത്താൽ വർക്ക് ചെയ്യും. അപ്പോൾ ഇതിലെ ബ്യൂട്ടി എന്താ വെച്ചാൽ വെറുതെ പറഞ്ഞാൽ 3 റിയൽ റൂട്ട് ഉണ്ട്. ഡൊമെയിൻ റെസ്ട്രിക്ട് ചെയ്ത് പറഞ്ഞാൽ റൂട്ട്സ് കുറയും കേട്ടോ. അപ്പോൾ റൂട്ട്സ് കാണാനുള്ള ഈ ഗ്രാഫ് വെച്ചിട്ട് റൂട്ട്സ് കാണാനുള്ള കാര്യം ശ്രദ്ധിക്കാം. ഇതിപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽസ് ദിസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഇത്? എന്ത് ഫംഗ്ഷൻ ആയിരിക്കും ഇത്? മെനി വൺ ഇപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽസ് ദിസ് പറഞ്ഞു എന്ത് ഫംഗ്ഷൻ ആയിരിക്കും? ഹൊറിസോണ്ടൽ ലൈൻ വിൽ കട്ട് ദ ഗ്രാഫ് അറ്റ് മോർ ദാൻ 1 പോയിന്റ്. അപ്പോൾ മെനി വൺ ഓൺ ടു ആയിരിക്കും. ഇനി ഇന്ത്യൻ എ പി ഒരു എ പി ആണ്. ഇന്ത്യൻ എ പി ഒരു എ പി ആണ്. ഇന്ത്യൻ എ പി A6ന്റെ വാല്യൂ 2 ആണ്. A2 into A4 into A5 മാക്സിമം ആവാണെങ്കിൽ D എന്നാണ്. ഇതാണ് ക്വസ്റ്റ്യൻ. A2 into A4 into A5 മാക്സിമം ആവാണെങ്കിൽ D എന്നാണ്. ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. അടിപൊളി ക്വസ്റ്റ്യൻ ആണത്. എങ്ങനെ ചെയ്യാം? A6 2 ആണ്. അപ്പോൾ A6 2 ആണെങ്കിൽ ഉടനെ ചെയ്യാൻ പറ്റുന്നത് എന്താ? A plus 5Dയുടെ വാല്യൂ 2 ആണ് അല്ലേ? A plus 5Dയുടെ വാല്യൂ 2 ആണ്. റൈറ്റ്? അപ്പോൾ A2 into A4 into A5 ആണ് മാക്സിമൈസ് ചെയ്യേണ്ടത്. നമുക്ക് മാക്സിമൈസ് ചെയ്യേണ്ടത് A2 into A4 into A5 ആണ്. അപ്പം അങ്ങനെയാകുമ്പോൾ D മാക്സിമം ആവണമെങ്കിൽ ഡിയുടെ വാല്യൂ എന്താണെന്ന് ചോദ്യം. നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിന് നമുക്ക് ഡിയുടെ ടേമിൽ എഴുതിക്കൂടെ? A2ന് എങ്ങനെ എഴുതാം? A plus D. A4ന് എങ്ങനെ എഴുതാം? A plus 3D. A5ന് എങ്ങനെ എഴുതാം? A plus 4D. അപ്പോൾ നമുക്ക് ഇത് മാക്സിമൈസ് ചെയ്താൽ മതി. പക്ഷേ എയുടെ വാല്യൂ ഇൻ ടേംസ് ഓഫ് ഡി എഴുതിക്കൂടെ? വെരി ഗുഡ്. അപ്പോൾ എയുടെ വാല്യൂ ഇൻ ടേംസ് ഓഫ് ഡി എഴുതാം. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എ? 2 minus 5D. അതിവിടെ പ്ലഗ് ചെയ്യാം. അപ്പോൾ പ്ലഗ് ചെയ്യുമ്പം എക്ക് പകരം 2 minus 5D വെക്കാം. അപ്പം 2 minus
4d, 2 minus 5d plus d. അപ്പോൾ 2 minus 4d. ഇവിടെയോ 2 minus 5d plus 3d. അപ്പോൾ a 2 minus 2d. 5d plus 3d is minus 2d. ഇവിടെയോ a 2 plus 5d ആണ്. അപ്പോൾ 2 minus. അപ്പോൾ ഇതാണ് നമുക്ക് മാക്സിമൈസ്. ഇതാണ് മാക്സ് 2 മാക്സ്. ഇത് മാക്സിമൈസ് ചെയ്യണം. അത്രയേ ഉള്ളൂ. അത് മാക്സിമം ആകുമ്പോൾ ഡിയുടെ വാല്യൂ കാണണം. ഓക്കെ, അപ്പം ഇത് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. 2 minus d, 2 minus d എക്സെട്ര. അത് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ്സ് ഓൾ. ഇപ്പോൾ 2 minus 4d വേണമെങ്കിൽ ഒന്നായിട്ട് മൾട്ടിപ്ലൈ ചെയ്തോളൂ. ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 4 minus 2d minus 4d, 2d minus 4d 6d പ്ലസ് 2d സ്ക്വയർ വരും. ഇത് വേണമെങ്കിൽ ഒന്നുകൂടി മൾട്ടിപ്ലൈ ചെയ്തോളൂ. ഒന്നുകൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 8 minus 12d പ്ലസ് 4d സ്ക്വയർ പിന്നെ മൈനസ് 16d. തെറ്റായിരിക്കാനാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പ്ലസ് 24d സ്ക്വയർ മൈനസ് 8d ക്യൂബ്. അത് ഫംഗ്ഷൻ ഓഫ് ഡി ആക്കി എഴുതാം. യു റൈറ്റ് ദാറ്റ് സോൺലി ഇൻ ടേംസ് ഓഫ് ഡി. അപ്പോൾ അത് വൃത്തിയിൽ എഴുതിക്കോളൂ. ഇറ്റ് ഇസ് മൈനസ് 8d ക്യൂബ്. അപ്പോൾ ആ ഫംഗ്ഷൻ ഇതാണ് മൈനസ് 8d ക്യൂബ്. ഇവിടെ 24d സ്ക്വയർ ഉണ്ട്, 4d സ്ക്വയർ ഉണ്ട്. ശരിയല്ലേ മക്കളെ? 2 2 2 8 വരും. പിന്നെ 2 4 മൈനസ് 2d മൈനസ് 2d 4d മൈനസ് 6d പ്ലസ് 2d സ്ക്വയർ. ശരിയാണ്. ഇനി 8 മൈനസ് 12d മൈനസ് 4d പിന്നെ മൈനസ് 16d സ്ക്വയർ പ്ലസ് 24d സ്ക്വയർ മൈനസ് 8d ക്യൂബ്. ശരിയാണ്. അപ്പം മൈനസ് 8d ക്യൂബ് ഇത് രണ്ടും കൂടി കൂട്ടുമ്പം പ്ലസ് 28d സ്ക്വയർ. ഇത് കൂട്ടുമ്പം മൈനസ് 28d ആണ്. ശരിയല്ലേ? മൈനസ് 28d പ്ലസ് 8. ഇതാണ് ഫംഗ്ഷൻ എഫ് ഓഫ് ഡി ആണത്. അപ്പോൾ ഇതാണ് മാക്സിമൈസ് ചെയ്യേണ്ടത്. യു ഹാവ് ടു മാക്സിമൈസ്. മാക്സിമൈസ് ചെയ്യുമ്പോൾ എന്താണ്? എഫ് ഡാഷ് ഡി കാണാം. എത്രയാ? മൈനസ് 24d സ്ക്വയർ. A3 is 24 plus 56d minus 28. അപ്പോൾ you can take 24 outside. A3 is 24, 28. അപ്പോൾ ഇതിൽ എന്താ കോമൺ എടുക്കാൻ പറ്റുക? 56 ആണ്. A3 is 24. 24d സ്ക്വയർ പറ്റും അല്ലേ? 56d 28. 7 പുറത്തേക്ക് എടുക്കാം. അപ്പം 7 പുറത്തേക്ക് അല്ല, 7 പോവില്ല അല്ലേ? ഇത് 2a പോവുള്ളൂ. യു ക്യാൻ ടേക്ക് 2 ഔട്ട്സൈഡ്. അപ്പം മൈനസ് 2 ഇൻറ്റു എന്താ വരിക? 12d സ്ക്വയർ പ്ലസ് 56 28. എന്തെങ്കിലും തെറ്റുണ്ടോ? 2 2s 4 2s 8. പിന്നെ ഡി ക്യൂബിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? 2 4 2s 8d ക്യൂബ് തന്നെയല്ലേ വരിക? 4d 4 2s 8 8d ക്യൂബ് തന്നെ വരാം. 8d ക്യൂബ് തന്നെ വരാം. കുഴപ്പമില്ല. മൈനസ് 12d സ്ക്വയർ പിന്നെ 2 പുറത്തെത്താൽ 28d മൈനസ് 14. അപ്പോൾ ഇതിൽ ഡി കാണാം. ഇതിൽ ഡിയുടെ വാല്യൂ ഉണ്ടാവും മതി. അപ്പോൾ ഇതിൽ ഡിയുടെ വാല്യൂ എന്താ? പ്രോഡക്റ്റ് ഡിയുടെ വാല്യൂ കാണാം. ഡി ഈസ് ഈക്വൽ ടു മൈനസ് 28 പ്ലസ് ഓ മൈനസ് വലിയ നമ്പറാണല്ലോ. ഇന്ന് 2 ഒന്നുകൂടി പുറത്തെടുക്കാം അല്ലേ? കൻ ടേക്ക് 2 ഔട്ട്സൈഡ് വൺസ് മോർ. അപ്പോൾ 2 പുറത്തേക്ക് എടുത്താൽ 4 വരും. ഇവിടെ 4 വന്നാൽ ഇവിടെ 6 വരും. 6 ഇവിടെ 14 ഇവിടെ 7. അപ്പോൾ 6 7s 6 6 7s 42 42 7 14 42 42 6 7s 40. ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ? 42 6 7s 42 14 മൈനസ് 42 അല്ലേ? മൈനസ് 42 ആണ് പ്രോഡക്റ്റ്. സമ്മ് പ്ലസ് 14 ആണ്. 6 7s 42 21 6 into 7 3 into 21. ഒന്നും വരില്ല അല്ലേ? അപ്പം വൃത്തിയിലായിരിക്കുള്ളൂ. കുഴപ്പമില്ല. ഭംഗിയിൽ കിട്ടില്ലല്ലോ അത്. എന്തെങ്കിലും തെറ്റിയുണ്ടോ? 2d a മൈനസ് d a പ്ലസ് d a പ്ലസ് 3d a പ്ലസ് 4d. ശരിയാണ്. A2 into A4 into A5 എന്നാണ്.
ഇത് പ്രിൻറ്റിംഗ് മിസ്റ്റേക്കിൽ എന്തെങ്കിലും ഉണ്ടോ അറിയില്ല എനിക്ക്. A6ൻ്റെ വാല്യൂ 2 തന്നെയല്ലേ? ഓക്കെ, A പ്ലസ് ഡി, A പ്ലസ് 3D, A പ്ലസ് 4D. എയുടെ വാല്യൂ 2 മൈനസ് 5D ആണ്. അപ്പോൾ 2 മൈനസ് 5D ആകുമ്പോൾ 4D. ഇവിടെ 5D ആകുമ്പോൾ മൈനസ് 2D. ഇവിടെ 5D ആകുമ്പോൾ D. അത്രയേ ഉള്ളൂ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒക്കെ റെഡി അല്ലേ? 4 മൈനസ് 2D മൈനസ് 4D മൈനസ് 60 പ്ലസ് 2D സ്ക്വയർ. ശരിയാണ്. അപ്പം 4 2 is 8, 12D പ്ലസ് 4D സ്ക്വയർ മൈനസ് 16D പ്ലസ് 24D സ്ക്വയർ മൈനസ് 8D ക്യൂബ്. ശരിയാണ്. അപ്പോൾ മൈനസ് 8D ക്യൂബ് ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 28D സ്ക്വയർ, രണ്ടും കൊടുക്കുമ്പോൾ 28D പ്ലസ് 8. ശരിയാണ്. അപ്പോൾ അതിന്ന് ഡിയുടെ വാല്യൂ കാണാം, അത്രയേ ഉള്ളൂ. യു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഡി. അപ്പോൾ 24, 4 പുറത്തേക്ക് എടുക്കാം. 4 പുറത്തെടുത്താൽ 6 4 24, 4 പുറത്തെടുത്താൽ 14, 4 4 16. ശരിയാണ്. 4 പുറത്തെടുത്താൽ 7, റൈറ്റ്. അപ്പോൾ അത് വാല്യൂ കാണും. ദാറ്റ്സ് ഓൾ. ഡിയുടെ വാല്യൂ എന്താ? എന്നാൽ ഡിയുടെ വാല്യൂ കണ്ടാൽ മതി. ഡിയുടെ വാല്യൂ മൈനസ് 14. ഇത് വൃത്തിയിൽ കിട്ടുന്നില്ല, എനിക്കറിയില്ല എന്താ വൃത്തിയിൽ കിട്ടാത്തതെന്ന്. അപ്പോൾ അവിടെ എന്തെങ്കിലും തെറ്റുണ്ടോ? എനിക്ക് തോന്നുന്നത് വൃത്തിയിൽ കിട്ടണം. എന്തായാലും വൃത്തിയിൽ കിട്ടിയാലേ ഇത് ശരിയാവുള്ളൂ. അതുകൊണ്ട് അത് തന്ന ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും തരാറുണ്ട്. പക്ഷേ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പ്ലസ് ഓർ മൈനസ് 196 മൈനസ് പ്ലസ് 4 ഇൻറ്റു 6 ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 12. എന്തായാലും വൃത്തിയിൽ കിട്ടില്ല. 6 4 24, 7 4 28 കിട്ടില്ല വൃത്തിയിൽ. ഓക്കെ, അപ്പം അതൊന്ന് ഡിയുടെ വാല്യൂ ആണ്. എന്നിട്ട് അത് മാക്സിമം മിനിമം ഒന്നും ചെയ്യണ്ട. എന്നിട്ട് അതിൽ മാക്സിമം വാല്യൂ ഓഫ് ഡി കണ്ടാൽ മതി. ഓക്കെ, റൈറ്റ്. പിന്നെ ഈ ചോദ്യം, ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. A, B, C are non-zero and B and C are non-collinear. A, B, C are non-zero and non-zero vectors, and B and C are non-collinear vectors. So A plus 5B is collinear with C. A plus 5B is collinear with C. A plus 5B is equal to lambda C. B plus 6C is collinear with A. B plus 6C is collinear with A. ഇത് വളരെ ഫണ്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും വരുന്ന ചോദ്യമാണ്. എ പ്ലസ് ആൽഫ ബി പ്ലസ് ബീറ്റാ സിയുടെ വാല്യൂ 0 ആണെങ്കിൽ വാട്ട് ഇസ് ദ വാല്യൂ? 0 ആണ്. 0 ആണെങ്കിൽ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ആൽഫ പ്ലസ് ബീറ്റ? അപ്പം ഇതിൽ ഏതെങ്കിലും ഒരു സാധനം കളയുക. ഏതെങ്കിലും ഒരു സാധനം ഏറ്റവും കളയാൻ എളുപ്പം ഏതാ? ഏതെങ്കിലും ഒരു വെക്ടർ കളയുക. നമുക്കറിയാലോ, 2 വെക്ടേഴ്സ് കൊല്ലിനർ ആണെങ്കിൽ പാരലാവും. പാരലാണെങ്കിൽ ഒരു വെക്ടർ മറ്റേ വെക്ടറിന്റെ സ്കെയിലാർ മൾട്ടിപ്ലൈ എഴുതാൻ പറ്റും. ഇവിടെ തന്നിട്ട് എന്താ? A പ്ലസ് 5B സിനോട് പാരലാണ്, B പ്ലസ് 6C എനോട് പാരലാണ്. ഇത്രേ തന്നിട്ടുള്ളൂ. ഇതിൽ ഏതാ കളയാൻ എളുപ്പം മക്കളെ? ബി കളഞ്ഞോളൂ. ഇതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. യു മൾട്ടിപ്ലൈ ദിസ് വിത്ത് 5. ഇതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് സബ്ട്രാക്ട് ചെയ്യും. അപ്പോൾ എന്ത് കിട്ടും? ബി പോവില്ലേ? അപ്പോൾ ബി വിൽ ഗോ. അപ്പോൾ എ മൈനസ് എന്ത് കിട്ടും? എ മൈനസ് 30C ഇസ് ഈക്വൽ ടു എന്താ ചെയ്ത്? ഇതിനെ ഞാൻ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഇത് സബ്ട്രാക്ട് ചെയ്തു. അപ്പോൾ എ മൈനസ് 30C ഇസ് ഈക്വൽ ടു എന്താ വരിക? ലാംഡ സി മൈനസ് 5 mu A. അത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. സിമ്പിളാണ്. എന്നിട്ട് എന്ത് ചെയ്യുക? എനെ ഒരു ഭാഗത്തേക്ക് ആക്കുക, സീനെ ഒരു ഭാഗത്തേക്ക് ആക്കുക. അപ്പോൾ വാട്ട് യു ഗെറ്റ്? 1 പ്ലസ് 5 mu ഇൻറ്റു A ഇസ് ഈക്വൽ ടു എന്ത് കിട്ടാം? mu പ്ലസ് 30 ഇൻറ്റു സി. റൈറ്റ്? തന്നിട്ടുണ്ട് എയും സിയും കൊല്ലീനിയർ ആണെന്ന്. നോക്കൂ, എയും സിയും കൊല്ലീനിയർ ആണെങ്കിൽ എയും സിയും നോൺ കൊല്ലീനിയർ. എ ആൻഡ് ബി ആൻഡ് സി ആർ നോൺ കൊല്ലീനിയർ. ഓക്കെ, ബിയിലും സിയിലും എഴുതണം അല്ലേ? എ ആൻഡ് ബി ആർ നോൺ സീറോ, ബിയും സിയും നോൺ. അപ്പോൾ യു ഹാവ് ടു റൈറ്റ് ബിയും സിയും, ബിന്റെയും സിന്റെയും ടേമിൽ എഴുതണം. ഓക്കെ, സോറി യു ഹാവ് ടു കൺവേർട്ട് ദാറ്റ് ഇൻറ്റു ബി ആൻഡ് സി. ബിന്റെയും സിന്റെയും ടേമിൽ എയും സി നോൺ കൊല്ലീനിയർ എന്നാണ്. ഇറ്റ് ഇസ് ഗിവൺ ദാറ്റ് ബി ആൻഡ് സി ആർ നോൺ കൊല്ലീനിയർ. ബിയും സിയും, അപ്പോൾ ബിയും സിയും നോൺ കൊല്ലീനിയർ ആണെങ്കിൽ എ എലിമിനേറ്റ് ചെയ്യണം. യു ഹാവ് ടു എലിമിനേറ്റ് എ. അപ്പോൾ എ എങ്ങനെ എലിമിനേറ്റ് ചെയ്യുക? ഇവിടെ എ ഉണ്ട്, ഇവിടെ 6C ഉണ്ട്. മക്കളെ, ഈ ചോദ്യം സ്ഥിരമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചിട്ട് പോവുക. നാളത്തെയും മറ്റന്നാളത്തെയും ഒക്കെ ഈ സാധനം വരും. അപ്പം ഇവിടെ സി കളയുക. നോക്കൂ, എയും ബിയും സിയും ആണ് കൊല്ലുന്നത്. അപ്പോൾ എ കളയുക. അപ്പോൾ എ കളയണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിനെ മ്യൂ കൊണ്ട് ആഡ് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യും. ഫസ്റ്റ് ഇക്വേഷനെ മ്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എന്ത് കിട്ടും? മ്യൂ എ
plus phi mu b is equal to lambda mu c. ഓ അവിടെ ഒരു ചെറിയ ഐഡിയ ഉണ്ട്. വെരി ഗുഡ്, അടിപൊളി. ഇനി ഇത് പ്രത്യേകം എഴുതിക്കോളൂ. mu a is equal to b plus 6c. സിമ്പിളാണ്, അത്രയേ ഉള്ളൂ. ഇനി സബ്ട്രാക്ട് ചെയ്യാം. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? phi mu b is equal to, സബ്ട്രാക്ട് ചെയ്യുമ്പോൾ mu a പോവല്ലോ, അപ്പോൾ ലാംഡ mu c മൈനസ് ബി മൈനസ് 6, അത്രയേ ഉള്ളൂ. അപ്പോൾ വാട്ട് യു ഗെറ്റ്? mu lambda mu minus 6 into c is equal to 5 mu plus 1 into b. അത്രയേ ഉള്ളൂ. അപ്പോൾ തന്നിട്ടുണ്ട് ബിയും സിയും കൊളീനിയർ നോൺ കൊളീനിയർ ആണെന്ന്. അപ്പോൾ ബിയും സിയും നോൺ കൊളീനിയർ ആണെങ്കിൽ എന്തായാലും ഈ സ്കെലാർ 0 ആവണം. 0 ആയിട്ടില്ലെങ്കിൽ എന്താവും? ലീനിയർലി ഡിപ്പെൻഡ് ആവും. ഒരു വെക്ടർ മറ്റേ വെക്ടറിന്റെ സ്കെലാർ മൾട്ടിപ്പിൾ ആകുമ്പോഴാണ് പാരലൽ ആവുക, കൊളീനിയർ ആവുക, ലീനിയർലി ഡിപ്പെൻഡ് ആവുക. ഇതിപ്പോൾ കൊളീനിയർ ലീനിയർലി ഡിപ്പെൻഡൻറ്റ് ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ബിയും സിയും, ഇത് സ്കെലാർ മൾട്ടിപ്പിൾ ഓഫ് സി ആണ്, ഇത് സ്കെലാർ മൾട്ടിപ്പിൾ ഓഫ് ബി ആണ്. ഇത് വർക്ക് ചെയ്യുകയാണെങ്കിൽ ബിയും സിയും നോൺ കൊളീനിയർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ രണ്ട് സ്കെലാറും പോകണം, നിർബന്ധമായിട്ട് പോകണം. അതായത് കൺസെപ്റ്റ് ഇതാണ്. K1A ഇസ് ഈക്വൽ ടു K2B ആണെങ്കിൽ K1ഉം K2ഉം 0 ആവും, എയും ബിയും നോൺ കൊളീനിയർ ആണെങ്കിൽ നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും 0 ആണ്. ഈ രണ്ട് സാധനങ്ങൾ 0 ആണ്. ഇത് പലപ്പോഴും എന്തായാലും എല്ലാ എക്സാമിനേഷനും ഏതെങ്കിലും എക്സാമിനേഷന് റിപ്പീറ്റ് ചെയ്യുന്നതാണ് എൻ്റെ തോന്നൽ. അപ്പോൾ 5 mu plus 1 0 ആവും. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. 5 mu plus 1 0 ആവും. ലാംഡ mu minus 6 6 ആവും. ലാംഡ mu 6 ആവും. അപ്പോൾ അതിന് രണ്ട് വാല്യൂസ് കാണാം, ലാംഡയും മ്യൂവും കാണാം. ഏതെങ്കിലും ഒന്ന് കണ്ടാൽ മതി, കാരണം ആ റിലേഷൻ പോരെ. അപ്പോൾ ഇന്ന് മ്യൂ കണ്ടോളൂ, അതല്ലത്. മ്യൂവിൻ്റെ വാല്യൂ -1/5 കിട്ടും. അപ്പം മ്യൂവിൻ്റെ വാല്യൂ -1/5 ആണെങ്കിൽ ലാംഡയുടെ വാല്യൂ -30 കിട്ടും. അത് ചോദിച്ചിട്ടില്ല, പക്ഷേ ഇവിടെ ആൽഫ ബീറ്റ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്താ കിട്ടുക? ഇത് ഏതെങ്കിലും ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. മ്യൂവിൻ്റെ വാല്യൂ ഇതാ ഇതിലല്ലേ. അപ്പോൾ എന്ത് കിട്ടും? b plus 6c is equal to മ്യൂവിന് പകരം -1/5 കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം ഒരു ഭാഗത്തേക്ക് ആക്കിയിട്ട് എന്ത് കിട്ടും? a plus, ഇപ്പോൾ 5b plus 30c is equal to -a, or a plus 5b plus 30c is equal to 0. അപ്പം ആൽഫ പ്ലസ് ബീറ്റ വിൽ ബി 30. ഓക്കെ, ഇത് സ്ഥിരമായിട്ട് വരുന്ന ചോദ്യമാണ്. ഇത് ഇംപ്രവൈസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുക. അപ്പം ബി ആൻഡ് സി നോൺ കൊളീനിയർ പകരം എ ആൻഡ് സി നോൺ കൊളീനിയർ ആണെങ്കിൽ വേറെ വിധത്തിലാണ് ചെയ്യേണ്ടത്. ഓ 35, സോറി 35. അതെ 30 plus 5, 35, sorry 35. Alpha is 5 and beta is 5 and beta is 30. Okay, thank you. So with that we'll close. We'll continue the second. ഇപ്പം തന്നെ ചെയ്യും, കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് ഇപ്പം തന്നെ ചെയ്യും. ഇപ്പം തന്നെ പുതിയ ഷിഫ്റ്റിൽ കുട്ടികൾ വരുന്ന മുറയ്ക്ക് നമ്മൾ ചെയ്യും. ഓക്കെ, താങ്ക് യു.